So hello and welcome to Preamble. നമ്മൾ ഇന്നത്തെ ദിവസം അടുത്ത വർഷത്തെ ഡിഗ്രി ലെവൽ എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആരംഭിക്കുകയാണ്. അപ്പം നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മളുടെ ഡിഗ്രി ലെവൽ എക്സാമിനേഷന്റെ പ്രിലിംസ് ഫസ്റ്റ് സ്റ്റേജ് ഈ വർഷത്തെ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇനി 2 സ്റ്റേജുകൾ കൂടിയിട്ടുണ്ട്. അപ്പൊ അതില് ഒരുപക്ഷെ നിങ്ങളിൽപ്പെട്ടവർ എഴുതിയിട്ടുണ്ടാവാം. എനിക്കറിയില്ല നിങ്ങളുടെ കാര്യം എന്താണെന്നുള്ളത്. നിങ്ങൾ ഒരുപക്ഷെ ഈ പ്രിലിംസ് സ്റ്റേജ് എഴുതിയിട്ടുണ്ടാവാം. അതല്ലെന്നുണ്ടെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. അപ്പൊ അതിൽ നമുക്ക് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, എന്നു മുതൽ നമുക്ക് പഠിച്ചു തുടങ്ങാം. അതേപോലെ തന്നെ പഠനത്തിൽ ഒരു റിയൽ എക്സ്പീരിയൻസ് എന്നുള്ള ഒരു രീതിയിൽ നിങ്ങളിൽ നിന്നും ഹായ് കാവ്യ, ഓഡിബിൾ അല്ലേ? ഹായ് സർ, ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണ്. ഫൈൻ. ഓക്കെ. സോ നമ്മൾ നെക്സ്റ്റ് ഇയറിലേക്ക് വേണ്ടിയിട്ടുള്ള ഡിഗ്രി ലെവൽ എക്സാമിനേഷന്റെ ഒരു തുടക്കം അതാണ്, എങ്ങനെയായിരിക്കണം എന്നുള്ളത്. അതിൽ എനിക്ക് നിങ്ങൾക്ക് ഒരുപാട് സ്ട്രാറ്റജികൾ പറഞ്ഞു തരാനുണ്ടാവും. അതേപോലെ തന്നെ എന്തുകൊണ്ട് നിങ്ങൾ പ്രിയാമ്പിളിലേക്ക് ജോയിൻ ചെയ്യണം, ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ലഭിക്കുന്നത്, ക്ലാസ്സുകൾ എങ്ങനെയാണ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ആസ് എ കാൻഡിഡേറ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ക്രാക്ക് ചെയ്യേണ്ടത് എന്നുള്ളത്, അത് ക്രാക്ക് ചെയ്യുകയും നിലവിൽ സർവീസിൽ എത്തുകയും ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന വർഷം സർവീസിലേക്ക് പ്രവേശിക്കാനായിട്ട് കാത്തിരിക്കുന്ന 3 പേരായിരിക്കും നമ്മളോടൊപ്പം ഉള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, പ്രോഗ്രാമിന്റെ തുടക്കം എന്ന രീതിയിൽ ഞാൻ ആ 3 പേരെയും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, കഴിഞ്ഞ പഞ്ചായത്ത് സെക്രട്ടറി എക്സാമിനേഷന് റാങ്ക് 153 റാങ്ക് കരസ്ഥമാക്കി. ഇനി ആ റാങ്ക് കരസ്ഥമാക്കിയത് ഇവിടെ പറയുന്നതിൽ പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. ഗംഗ ഓൾമോസ്റ്റ് ജോയിൻ ചെയ്യാൻ പോവുകയാണ്. സോ ഗംഗ VM കഴിഞ്ഞ പഞ്ചായത്ത് സെക്രട്ടറി എക്സാമിന് റാങ്ക് കരസ്ഥമാക്കിയ ഗംഗയെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ്. ഹായ് ഗംഗ. ഹായ് സർ, താങ്ക് യു. വെൽക്കം ടു ദ പ്രോഗ്രാം. താങ്ക് യു. അതേപോലെ തന്നെ ആ വർഷം തന്നെ നടന്നിട്ടുണ്ടായിരുന്ന കേരള ബാങ്ക് എക്സാമിനും അതേപോലെ തന്നെ ഈ കഴിഞ്ഞ വർഷത്തെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമില് മിന്നുന്ന വിജയം നേടിയ പ്രിയാമ്പിളിലെ തന്നെ 2 സ്റ്റുഡൻസ്, അതായത് ഗോകുലും കാവ്യയും. വെൽക്കം ടു ദിസ് പ്രോഗ്രാം. ഹായ് ഗോകുൽ ആൻഡ് കാവ്യ. താങ്ക് യു സർ. ഓക്കെ. സോ ഇവരുടെ സ്ട്രാറ്റജി, ഇവരെങ്ങനെയാണ് പഠിച്ചത് എന്നുള്ളത്, ഇവർക്ക് എന്തൊക്കെയാണ് പ്രിയാമ്പിളിൽ ലഭിച്ചത് എന്നുള്ളത് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ പ്രോഗ്രാമിൽ മേജർലി ഫോക്കസ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് റാങ്ക് നേടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും എന്താണ് ഇവരെ പോലെ പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്ന് കരുതി അവർ ചെയ്തത് അതേപോലെ കോപ്പി ചെയ്യുക എന്നുള്ളതല്ല. അവർ എന്തൊക്കെ ടിപ്സ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. സോ ആസ് ആൻ ഇൻട്രൊഡക്ഷൻ, നിങ്ങൾ എല്ലാവരും നമ്മളിപ്പോൾ എന്തായാലും ഒരു ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ മാത്രം ഫോക്കസ് ചെയ്തവരായിരിക്കണമെന്ന് നിർബന്ധമില്ല. ഒരുപക്ഷെ നിങ്ങളിപ്പോൾ നിലവിൽ 10th ലെവലോ 12th ലെവലോ സർവീസിൽ ഇരിക്കുന്നവരും ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും PSCയെ പറ്റിയിട്ടും PSCയുടെ പാറ്റേണിനെ പറ്റിയിട്ടും സിലബസിനെ പറ്റിയിട്ടും ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പഠിക്കേണ്ട മെറ്റീരിയൽസിനെ പറ്റിയിട്ട് അറിയാം. ഫ്രഷേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിൽ കുറവ്, അതായത് എന്തൊക്കെയാണെന്നുള്ള കൃത്യമായ ഒരു ധാരണ ഉണ്ടാവില്ല. എന്നിരുന്നാലും മെജോറിറ്റി കാൻഡിഡേറ്റ്സിനും എന്താണ്, പഠിക്കുന്ന രീതികളെ പറ്റിയിട്ട് നല്ല ധാരണയുണ്ടാവും, അല്ലെങ്കിൽ പഠിക്കേണ്ട ടെക്സ്റ്റ് ബുക്കുകളെ പറ്റിയിട്ട് നല്ല ധാരണയുണ്ടാവും. പിന്നെ 10th ലെവലിന്റെ മെയിൻസ് എക്സാമിനേഷനും നമ്മുടെ ഡിഗ്രി ലെവലിന്റെ പ്രിലിംസിന്റെ സിലബസും അല്ലെങ്കിൽ മെയിൻസിന്റെ സിലബസും ഒക്കെ ആയിട്ട് മോർ ഓർ ലെസ് കോമൺ സബ്ജക്റ്റുകളിലൊക്കെ എന്താണ് ഏകദേശം സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഏതൊക്കെ പോയിന്റ് ഏരിയാസ് ഒക്കെയാണ് നമ്മൾ നോക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ടും ഒക്കെ ഒരു ധാരണയുണ്ട്. ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പരീക്ഷയിലേക്ക് നമുക്ക് മാറ്റി നിർത്തേണ്ട കാര്യമില്ല. പക്ഷേ ഒരു ഡിഗ്രി ലെവൽ എക്സാമിലേക്ക് വരുന്ന സമയത്ത്, അതായത് പരീക്ഷ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെയധികം ഡിഫറൻസ് 10th ലെവലിനെക്കാട്ടിലുമോ 12th ലെവലിനെക്കാട്ടിലുമോ വളരെയധികം ഡിഫറൻസ് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്യുന്നിടത്ത് PSC കൃത്യമായിട്ട് ഡിഗ്രി ലെവൽ എക്സാമിനേഷനെ ഒരു ഹയർ ലെവലിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു 10th ലെവൽ എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ 12th ലെവൽ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് SCRTs കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതായിട്ട് പറയും. അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക. അതേപോലെ തന്നെ PYQs നന്നായിട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടാവും. അതിൽ തന്നെ നമുക്ക് 1 word ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുന്നത്, ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിട്ട് ചോദിക്കുന്നത് കാണാൻ പറ്റും. എന്നാൽ അവിടെ നിന്ന് മാറി നമ്മളൊരു ഡിഗ്രി ലെവൽ എക്സാമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ SCRTക്ക് കൊടുക്കുന്നതിനേക്കാളും പ്രാധാന്യം നമ്മൾ NCRTക്ക് കൊടുക്കേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. അപ്പൊ അവിടെ വരുമ്പോഴേക്കും കുറച്ചും കൂടെ ഡെപ്തിലേക്കുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ട് വരുന്നു. സിലബസ് കുറച്ചും കൂടെ നന്നായിട്ട് അറിഞ്ഞ് നല്ല രീതിയിൽ പഠിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരുന്നു. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ്, അതിൽ തന്നെ ചില എക്സാമുകളിൽ, ചില മെയിൻസ് എക്സാമുകളിൽ നല്ല ഡിഫിക്കൽട്ട് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി അതോടൊപ്പം തന്നെ മാത്സ്, മലയാളം, ഇംഗ്ലീഷ് എന്ന് പറയുന്ന നമ്മൾ മേജർലി ഫോക്കസ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഏരിയയിൽ ചില സമയങ്ങളിൽ, ചില എക്സാമുകളിൽ നല്ല ഡെപ്തിലുള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ സമയമെടുക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ മാത്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചെയ്ത് നോക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോകുന്നു. അപ്പൊ നമ്മൾ ഒരുപക്ഷെ ഈ കഴിഞ്ഞ പ്രിലിംസ് എക്സാമിനേഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും,
എക്സാം ഹാളിൽ എക്സാം ഡിഫിക്കൽട്ട് ആയിരുന്നു. നമ്മൾ പുറത്ത് വന്ന് ചെയ്തൊക്കെ നോക്കി സമയത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സമയം എടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എക്സാം ഹാളിൽ എക്സാം ഡിഫിക്കൽട്ട് ആവുന്ന ഒരു കാഴ്ച കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഡിഗ്രി ലെവൽ എക്സാമുകളിലേക്ക് വരുമ്പോൾ ഉള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നമുക്ക് എന്താണ് എക്സാംസ് കുറച്ചും കൂടെ ഡിഫറെന്റ് ആയിട്ടാണ് PSC കണ്ടക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അതേപോലെ തന്നെ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കുകളുള്ള കാര്യം അറിയാം. അതിപ്പം 12th ലെവൽ എക്സാമുകളാണെന്നുണ്ടെങ്കിലും സ്പെഷ്യൽ കോഴ്സ് ഐറ്റംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്കുകൾ എക്സാമിൽ വരാറുണ്ട്. ഡിഗ്രി ലെവൽ എക്സാമുകളിൽ ആദ്യ സമയങ്ങളിൽ എന്ന് പറയുന്നത് ഒരു പേപ്പറിലാക്കിക്കൊണ്ട് 20 മാർക്കിനോ മറ്റോ ഒക്കെ ആയിട്ട് സ്പെഷ്യൽ ടോപ്പിക്കുകൾ ആഡ് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ രണ്ടാമത് ആ പരീക്ഷ നടത്തുന്ന സമയത്തും അല്ലെങ്കിൽ 2024 ശേഷം ഇങ്ങോട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ആദ്യം നടന്നിരുന്ന പഞ്ചായത്ത് സെക്രട്ടറി എക്സാമിനേഷന് അതിലൊരു സെക്കൻഡ് പേപ്പർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വന്നപ്പോൾ അവിടെയും ഉണ്ടായിരുന്നു ഒരു സെക്കൻഡ് പേപ്പർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ വട്ടത്തെ കമ്പനി ബോർഡ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് സിലബസ് അപ്ഡേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം കുറച്ചും കൂടി ഹയർ പോസ്റ്റ് എന്ന് കരുതുന്ന ഗസറ്റഡ് റാങ്കിലേക്കുള്ള പോസ്റ്റ്, അതേപോലെ തന്നെ നമ്മളുടെ സെക്രട്ടേറിയറ്റിലേക്കുള്ള തസ്തികകളൊക്കെ ഫില്ല് ചെയ്യുന്ന എക്സാമുകളിലേക്കൊക്കെ വരുമ്പോഴേക്കും കുറച്ചും കൂടി കാര്യമായിട്ട്, അതായത് ഉദ്യോഗാർത്ഥികളെ ഒന്നും കൂടി അവരുടെ മറ്റ് ഏരിയാസിൽ ആ ഒരു പോസ്റ്റിന് വേണ്ട കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് അറിയാമോ എന്നതിനെ പറ്റിയിട്ട് കൂടി അസസ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. കാരണം പാറ്റേൺ ചേഞ്ച് ആയതിനു ശേഷം നടന്ന എക്സാമുകളുടെ സിലബസ് വീണ്ടും ചേഞ്ച് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്താണ്, കുറച്ചും കൂടെ റിഫൈൻ ചെയ്യുകയാണ്, കാൻഡിഡേറ്റ്സിനെ കുറച്ചും കൂടെ ചെറിയ പിക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു കാഷ്വൽ ഒരു PSC എക്സാമിനേഷൻ എന്ന രീതിയിൽ അതിനെ കാണാതെ ആ പോസ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടതായിട്ട് വരും. സ്വാഭാവികമായിട്ടും അതിന് വളരെ ദീർഘനാളെടുത്തുകൊണ്ടുള്ള ഒരു പ്രിപ്പറേഷൻ, വളരെ നേരത്തെ തന്നെ നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. എന്തായാലും നമുക്കറിയാം നെക്സ്റ്റ് ഇയറിൽ നമുക്ക് ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യം. അതിൽ തന്നെ 2024 കഴിഞ്ഞ എക്സാമുകളുടെ കാലാവധി, അതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നതോട് കൂടിയിട്ട് തന്നെ സ്വാഭാവികമായിട്ടും അതിന്റെ നോട്ടിഫിക്കേഷൻസ് വരേണ്ടതായിട്ട് വരും. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പഞ്ചായത്ത് സെക്രട്ടറി എക്സാമിനേഷൻ ആണ്. അതോടൊപ്പം കേരള ബാങ്കിന്റെ എക്സാമിനേഷനും ഉണ്ടാവും. അപ്പൊ ഇത് രണ്ടുമാണ്. അതോടൊപ്പം SI എക്സാം, അത് എല്ലാ വർഷവും ഉള്ളതാണ്. ഈ 3 എക്സാമാണ് നമുക്ക് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത് അടുത്ത വർഷത്തെ പ്രിലിംസ് അല്ലെങ്കിൽ മെയിൻസിന് വേണ്ടിയിട്ട് ഉണ്ടാകും എന്നുള്ള ഒരു രീതിയിൽ. അതുകൊണ്ട് തന്നെ പിന്നെ മുൻ വർഷങ്ങളിലായിട്ട് നടന്നു പോകുന്ന പരീക്ഷയുടെ പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ വർഷം അവസാന നോട്ടിഫിക്കേഷൻ വരികയും അതിനുശേഷം ഒരു മെയ് ജൂൺ ജൂലൈ ആ ഒരു സമയത്ത്, മെയ് ജൂൺ സമയത്തായിട്ട് പ്രിലിംസ് എക്സാമിനേഷൻ നടക്കുന്നു, സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ആ ഒരു സമയത്തായിട്ട് മെയിൻസ് എക്സാമിനേഷൻ നടക്കുന്നു. അപ്പൊ ഈ ഒരു രീതിയൊക്കെ PSC എന്താണ് റെഗുലർ ആയിട്ട് ഫോളോ ചെയ്തു പോവുകയാണ്. അതുകൊണ്ട് പണ്ടുള്ള പരാതിയൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. അതായത് എപ്പോൾ പരീക്ഷ ഉണ്ടാകുമെന്ന് അറിയത്തില്ല, നോട്ടിഫിക്കേഷൻ എപ്പോൾ ഉണ്ടാകുമെന്ന് അറിയത്തില്ല, എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും കൃത്യമായ ധാരണയില്ല. ആ ഒരു കാര്യമൊക്കെ മാറിയിട്ട് നമുക്കൊരു റെഗുലർ പാറ്റേൺ വന്നു. ആ പാറ്റേൺ അനുസരിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു വർഷം ഏത് സമയത്ത് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം എന്നുള്ളത്, നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എപ്പോഴായിരിക്കും എക്സാം എന്നുള്ളത്, സിലബസിന്റെ കാര്യത്തിലും ഇനി ഒരു വ്യത്യാസം ഉണ്ടാവാത്ത രീതിയിലുള്ള ഒരു അപ്ഡേഷനും വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക എന്ന് പറയുന്നത് റാങ്ക് ലിസ്റ്റിലേക്ക് വരുന്നതിനും, ഇനി അഥവാ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിലേക്കൊക്കെ എത്താനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ മുന്നിലേക്ക് വരുന്നതിനും അതിന്റെയൊക്കെ പ്രാധാന്യം എന്താണെന്നുള്ളത് നിലവിൽ റാങ്ക് ലിസ്റ്റിൽ എത്തിയവർക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അവർ നിങ്ങളോട് ഷെയർ ചെയ്യും എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നൊക്കെ ഉള്ളത്, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ എന്നൊക്കെ ഉള്ളത്. അപ്പൊ അതനുസരിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരത്തെ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഏതൊക്കെ ഭാഗങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നു, മെയിൻസ് ഫോക്കസ് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഏതൊക്കെ ഭാഗങ്ങൾ ശ്രദ്ധിക്കണം. കാരണം പ്രിലിംസിന് പഠിക്കാനുള്ള സിലബസിന്റെ ഒരു 90% തന്നെ ആയിരിക്കും എന്തെന്ന് പറയുന്നത് മെയിൻസിന്റെ പേപ്പർ 1 വരിക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചില എക്സാമുകൾ കാണുന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി അതേപോലെ തന്നെ ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്താണ്, പ്രിലിംസിന് നമ്മൾ നന്നായിട്ട് പഠിക്കുന്നത് മെയിൻസിന് നമുക്ക് ഉപകാരപ്പെടുന്നുണ്ടാവും. അല്ലെങ്കിൽ പ്രിലിംസിന് മാത്സ് മലയാളം ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഏരിയ അതേപോലെ തന്നെ മെയിൻസിന് വരുന്നുണ്ട്, വെയിറ്റേജ് മാറുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ആ ഏരിയക്ക് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടും തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ നമുക്കിപ്പം ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് നടന്നിട്ടുള്ള ഡിഗ്രി ലെവൽ എക്സാമുകൾ നമ്മുടെ മുന്നിലേക്ക് PSC ഒരു പാറ്റേൺ വെച്ചിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ചുകൊണ്ട് നമ്മളുടെ ഇനി വരാൻ പോകുന്ന വർഷത്തെ എക്സാമിന്റെ പാറ്റേൺ എന്താണെന്നുള്ളതിനെ പറ്റിയിട്ടും അപ്പൊ നമുക്ക് PYQs ചെയ്ത് നോക്കാം. PYQs ചെയ്ത് നോക്കിയിട്ട് അതുവഴി തന്നെ സിലബസ് 40% നമുക്ക് കവർ ചെയ്യാൻ സാധിക്കുന്നു. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏതൊക്കെ രീതികൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ 3 പേരും ഈ പരീക്ഷകളെ നേരിട്ടതെന്നുള്ളതും ഇന്ന് നിലവിൽ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ എത്തിയിട്ടുള്ളതിനെ പറ്റിയിട്ടും നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ആദ്യം തന്നെ ഞാൻ ഗോകുലിനെ മീറ്റിംഗിലേക്ക് ക്ഷണിക്കുകയാണ്. ഗോകുൽ ഓഡിബിൾ അല്ലേ? ഓഡിബിൾ ആണ്. ഓഡിബിൾ ആണ്. വീഡിയോ ക്ലിയർ ആണോ? വീഡിയോ എല്ലാവർക്കും വീഡിയോ ഓഡിയോ ഒക്കെ ക്ലിയർ ആണോ? ക്ലിയർ ആണ്, ക്ലിയർ ആണ്. അതെ സർ, താങ്ക് യു സർ. എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നോ? കുഴപ്പമില്ല സർ. ഓക്കെ. സോ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് നെക്സ്റ്റ് ഇയറിലേക്ക് വേണ്ട സ്റ്റുഡൻസ് ആണ്. അപ്പൊ അവര് പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ അവർ പഠിച്ചു തുടങ്ങിയിട്ടൊക്കെ ഉണ്ടാവും. ഓക്കെ, അവരപ്പം വളരെ കാര്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്
പ്രത്യേകിച്ച് പഞ്ചായത്ത് സെക്രട്ടറി പോലെയുള്ള ഒരു എക്സാമിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും പ്രിപ്പറേഷൻ വരുന്നത്. അതെ. അപ്പം ഗോകുൽ എങ്ങനെയായിരുന്നു, ഗോകുലൊരു PSC അതേപോലെ തന്നെ PSC യാത്ര എങ്ങനെയായിരുന്നു നിലവിൽ ഇവിടം വരെ എത്തിയിട്ടുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിച്ചത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഒഴിവാക്കിയത്, ഇതൊക്കെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. സോ യു ക്യാൻ സ്റ്റാർട്ട് ഗോകുൽ. ഓക്കെ സർ. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഒരു ഗുഡ് ഈവനിങ്. പ്രത്യേകിച്ച് ഗംഗാ മാമിനും പിന്നെ കാവ്യയ്ക്കും. അപ്പോ എൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഞാനൊരു ബിടെക് ഡിഗ്രി ഹോൾഡറാണ്. അപ്പോൾ ബിടെക് കഴിഞ്ഞിട്ടാണ്. എൻ്റെ വോയിസ് ഓഡിബിൾ ആണെന്ന് വിശ്വസിക്കണം സർ. സർ ഓഡിബിൾ ആണ്. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്തോളാം. ഓക്കെ സർ. അപ്പോൾ ഞാൻ ബിടെക് ആയിരുന്നു. സോ ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയാം, ബിടെക് എന്ന് പറയുമ്പോൾ നമ്മൾ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ PSC അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ട ഡിമാൻഡ് ചെയ്യുന്ന സബ്ജക്ട്സ് ലൈക്ക് എക്കണോമിക്, പൊളിറ്റി, അങ്ങനത്തെ അതിലൊന്നും ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തൊരു സബ്ജക്ട് കൈകാര്യം ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു വർഷം ഞാൻ വർക്ക് ചെയ്തിട്ടാണ് ഞാൻ PSC അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാം ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്. ഞാൻ ആദ്യമായി എഴുതിയ ഒരു എക്സാമാണ് 12th ലെവൽ. അപ്പോൾ സാർ ഇപ്പോൾ മെൻഷൻ ചെയ്തു 12th ലെവലും ഡിഗ്രി ലെവലും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്, അതിന് അതിൻ്റെതായ ഒരു ഡിഫറൻഷിയേഷൻ ഉണ്ട്. സത്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അത് രണ്ടും കയറി വന്നിട്ടുള്ള ഒരാളായതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റും. കാരണം അന്ന് ഞാൻ ഫസ്റ്റ് എഴുതിയ എക്സാം ആയിരുന്നു സിവിൽ പോലീസ് ഓഫീസറിന്റെ. അപ്പൊ അതിൽ ഭാഗ്യവശാൽ റാങ്ക് ലിസ്റ്റിൽ പെട്ടു. എന്നിട്ട് ഞാനിപ്പോൾ നിലവിൽ CPO ആയിട്ട് വർക്ക് ചെയ്യാണ്. അതിൽ നിന്ന് ഞാൻ ലോങ് ലീവ് എടുത്തിട്ട് LW എടുത്തിട്ടാണ് ഞാൻ പ്രിപ്പറേഷൻ, പ്രത്യേകിച്ച് ഞാൻ UPSCയിലേക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ UPSC ഇതേപോലെ ഞാൻ 2 അറ്റംപ്റ്റ് കൊടുത്തിട്ട് ഞാൻ ഒന്ന് സ്റ്റാഗ്നന്റ് ആയിട്ട്, ഒബ്വിയസ്ലി പ്രിലിംസ് കിട്ടിയില്ല. അപ്പൊ എനിക്ക് പറയാൻ ഒരുപാട് ഫെയിലിയേഴ്സും ഉണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് ഇപ്പൊ 53rd റാങ്ക് കിട്ടി ഭാഗ്യവാനാണ്, അങ്ങനെയല്ല. ഫെയിലിയേഴ്സ് ഒരുപാട് കഴിഞ്ഞിട്ടാണ് ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്നത്. അപ്പോൾ അതൊരു പെർസെവറൻസിന്റെ ഒരു ഭാഗമായിട്ടും എനിക്കത് പറയാനുണ്ട്. അപ്പോൾ UPSC ജേണിയാണ് സ്റ്റാർട്ട് ചെയ്തത് LW എടുത്തിട്ട്. അങ്ങനെ 2 പ്രിലിംസ് കിട്ടിയില്ല. 2 പ്രിലിംസ് കിട്ടാതെ വന്നപ്പോഴാണ് ഇങ്ങനെ കഴിഞ്ഞ പഞ്ചായത്ത് സെക്രട്ടറി ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, ഗസറ്റഡ് ഓഫീസറുടെ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ പഴയ PSCയിലേക്ക് കടക്കണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് വന്നത്. അപ്പോഴും എൻ്റെ മൈൻഡ് സെറ്റിൽ ഇപ്പോഴും ആ 12th ഞാൻ എഴുതിയ PSC എക്സാമിനോട് റിലേറ്റഡ് ആയിരിക്കാം ഇനി വരുന്ന കാര്യങ്ങൾ. കാരണം ഞാൻ PSC ആയിട്ട് അത്ര അസോസിയേറ്റഡ് ആയിരുന്നില്ല UPSCയിലേക്ക് കടന്നതിന് ശേഷം. അതിനുശേഷമാണ് ഞാൻ സിലബസ് കണ്ടത്. സിലബസ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എത്രത്തോളം അഡ്വാൻസ്ഡ് ആയി. ഞാൻ 2018 CPO എഴുതിയത്. 2018 ശേഷം വന്നിട്ടുള്ള ഒരു എവല്യൂഷൻ, അതായത് ക്വസ്റ്റ്യൻ പേപ്പറിലാണെങ്കിലും ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്തതാണെങ്കിലും എല്ലാത്തിലുള്ള വ്യത്യാസങ്ങൾ വളരെയധികമാണ്. പ്രത്യേകിച്ച് സിലബസ്, ഇപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിയുടെ തന്നെ സിലബസ് എടുത്ത് നോക്കിയാൽ നമുക്കറിയാം എത്രത്തോളം അഡ്വാൻസ്ഡ് ആണ്, എത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സ് അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഗവേണൻസ്, അതായത് കുറച്ചുകൂടി UPSC ആയിട്ട് അലൈൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എത്രയാണ് PSC നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്, ഏത് ലെവലിലുള്ള പ്രിപ്പറേഷനാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അതിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PSC UPSC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിഫറൻഷിയേഷൻ കുറേശ്ശും നല്ലപോലെ മാറി തുടങ്ങി. അപ്പോൾ UPSC ലെവലിൽ പഠിക്കുന്നവർക്ക് PSC കിട്ടുള്ളൂ എന്നൊരു ചിന്ത, ഒരു നെഗറ്റിവിറ്റിയും സ്പ്രെഡ് ആവുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിനും ഒരേ പഠിത്തം തന്നെ വേണ്ടു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ PSC കുറച്ചും കൂടി നല്ലൊരു അപ്രോച്ചാണ് എടുത്തേക്കുന്നത്. കാരണം പണ്ട് കാലത്ത് എന്ന് പറഞ്ഞപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന 2018 അപ്പിയർ ചെയ്ത എക്സാംസിലൊക്കെ കംപ്ലീറ്റ്ലി ഫാക്ച്വൽ ആയിരുന്നു. നമ്മൾ റാങ്ക് ഫയല്, കാരണം റാങ്ക് ഫയൽ കൂടുതൽ പഠിച്ച ആൾക്കാർ PSC ലിസ്റ്റിൽ കയറുന്ന ആ ഒരു സാഹചര്യമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ റാങ്ക് ഫയലുകൾക്കൊന്നും പ്രത്യേകിച്ച് സ്ഥാനമില്ല. നമ്മൾ കുറച്ചുകൂടി കോൺസെപ്ച്വൽ ക്ലാരിറ്റിയാണ് അവർ നോക്കുന്നത്. വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ചുരുക്കമാണ്. ഇപ്പൊ നിങ്ങളിപ്പോ കഴിഞ്ഞ കമ്പനി ബോർഡിന്റെ ഫസ്റ്റ് ഫേസ് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അറിയാം, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാടുണ്ട്. അതിലൊക്കെ കോൺസെപ്ച്വൽ ക്ലാരിറ്റിയാണ് അവർ ഉദ്ദേശിക്കുന്നത്, നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഷിഫ്റ്റ് വരുന്നത് വളരെ നല്ലതാണ്. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റാങ്ക് ഫയൽ സ്റ്റഡീസ് അല്ലെങ്കിൽ കുത്തിരുന്ന് ഈ ഫാക്ച്വൽ നോളജ് പഠിക്കുന്ന ആൾക്കാരിൽ നിന്ന് നമ്മൾക്ക് കുറച്ചും കൂടി ഒരു എഡ്ജ് കിട്ടും നമ്മൾ ആ രീതിയിൽ പഠിക്കുന്ന സമയത്ത്. അപ്പോ അങ്ങനെ പ്രിലിംസ് ആയിരിക്കണം നമ്മുടെ ഫോക്കസ് ഫസ്റ്റ്, ഒബ്വിയസ്ലി. അപ്പൊ അതിൽ എനിക്ക് തോന്നിയിട്ടുള്ള എന്താ വെച്ചാൽ പ്രിലിംസ്, സാർ പറഞ്ഞ പോലെ തന്നെ, അജ്മൽ സാർ പറഞ്ഞ പോലെ പ്രിലിംസിന് ഒരു സിംഗിൾ പഠിത്തം അങ്ങനെയൊന്നുമില്ല. പ്രിലിംസ് മെയിൻസ് ആയിട്ട് ഒരുമിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ അതില് പ്രിലിംസിൽ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത് മാത്സും ഇംഗ്ലീഷും മലയാളം തന്നെയായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ എപ്പോഴും നമ്മളുടെ ഫോക്കസ് എപ്പോഴും സിലബസിലേക്കായിരിക്കണം. കാരണം സിലബസ് ആണ് നമ്മുടെ ബ്ലൂ പ്രിന്റ്. നമുക്ക് ഫുൾ മാർക്ക് മേടിക്കണം എന്നുള്ളൊരു ഉദ്ദേശം ആവരുത്. കാരണം ഇനിയിപ്പോ ഞാൻ കഴിഞ്ഞിപ്പോ ഗംഗാമേടാണെങ്കിലും കാവ്യാണെങ്കിലും പറയുമ്പോൾ ഇത് തന്നെയാണ് പറയുക. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു എക്സാമിന്, പ്രത്യേകിച്ച് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ഫോക്കസ് ചെയ്യുമ്പോൾ ഒരു ഫുൾ മാർക്ക് മേടിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരിക്കരുത്. നമ്മൾ കൂടുതലും എങ്ങനെയാണ് ആ ഒരു കോമ്പറ്റേറ്റീവ് ഇതിൽ പിടിച്ചു നിൽക്കാൻ പറ്റുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരാളിൽ നിന്ന് എഡ്ജ് എടുക്കാൻ പറ്റുക എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ചിന്തിക്കണം. അതിന് നല്ല പോലെ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യണം. സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇപ്പോൾ എന്താ പറയുക, ഫസ്റ്റ്ലി നമുക്ക് സ്ട്രാറ്റജിക്ക് ഒരു ബ്ലൂ പ്രിന്റ് വേണം. അതാണ് നമ്മുടെ സിലബസ്. സിലബസ് നമ്മളെ എത്രത്തോളം നമ്മൾ മനസ്സിലാക്കുന്നു അത്രയും നമ്മൾ അതിൽ എന്താ പറയുക കൂടുതൽ മാസ്റ്റർ ചെയ്യുമെന്നാണ് എൻ്റെ ഒരു തിയറി വർക്കൗട്ട് ചെയ്തത്. അപ്പോൾ സിലബസിൽ നമ്മളിപ്പോൾ പ്രിലിംസ് എടുത്തു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇപ്പോൾ നമ്മൾ പ്രിലിംസിന്റെ സിലബസ് വായിക്കുമ്പോൾ തന്നെ ഫസ്റ്റ്ലി എഴുതിക്കുന്നത് ഹിസ്റ്ററി, പൊളിറ്റി, എക്കണോമി അങ്ങനത്തെ സബ്ജക്ട്സ് ആയിരിക്കും ആദ്യം കൊടുത്തിട്ടുണ്ടാവുക. പക്ഷെ നമ്മളൊരു സ്ട്രാറ്റജിസ്റ്റ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആദ്യം മുന്നിൽ കാണേണ്ടത്, എൻ്റെ ഒരു സ്ട്രാറ്റജി അങ്ങനെയായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം കാണുക മാത്സ്, ഇംഗ്ലീഷ്, മലയാളമായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഒരു 100 മാർക്സിൽ ഒരു 50% പ്രിലിംസിന്റെ ഒരു ചങ്ക് കിടക്കുന്നത് അവിടെയാണ്. അപ്പോൾ നമ്മൾ ഹിസ്റ്ററി, പൊളിറ്റി, എക്കണോമി പോലത്തെ സബ്ജക്റ്റിൽ പുതുതായി പഠിക്കാൻ വരുന്ന ഒരു വ്യക്തി സ്റ്റാർട്ട് ചെയ്യുന്നതിലും നല്ലത് മാത്സും ഇംഗ്ലീഷും മലയാളം എന്ന് പറയുന്നത് നമ്മൾ കുറച്ചും കൂടിയും നമുക്ക് കുറച്ച് ബേസ് ഉണ്ട്. നമുക്ക് അതായത് അതിന്റെ ടെക്നിക്സ് അറിയാം, PYക്കും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രിലിംസ് എന്ന് പറയുന്നത് നമ്മൾക്ക് ആവാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൽ ഞാൻ ചൂസ് ചെയ്തിരുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പെർഫെക്റ്റ് സ്കോർ പ്ലാൻ ചെയ്യും. അപ്പോൾ പ്രിലിംസിൽ ഞാൻ ടാർഗറ്റ് ചെയ്യുന്ന സ്കോർ 60 ആയിരുന്നു. അപ്പോൾ ആ 60 ഫോക്കസ് ചെയ്യണം, അത് കിട്ടണം. അപ്പം ഞാൻ ഈ അടുത്തുള്ള എക്സാംസിന്റെ പ്രിലിംസ് ഒക്കെ നോക്കുമ്പോൾ 60 കടന്ന് പോകാറില്ല. മോസ്റ്റ്ലി ഒരു 50 അല്ലെങ്കിൽ 45-50 റേഞ്ചിലാണ് പ്രിലിംസിന്റെ സ്കോർ പറയുന്നത്. അപ്പൊ ഞാൻ എന്തുകൊണ്ട് 60 എന്ന് പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 60 സ്കോർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രിലിംസിന്റെ റിസൾട്ട് വരുന്നത് കാത്തിരിക്കാൻ നിൽക്കണ്ട. സ്ട്രെയിറ്റ് അവേ നമുക്ക് മെയിൻസിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം, മെയിൻസിന്റെ സിലബസിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ നമ്മളെപ്പോഴും പ്രിലിംസ് എന്ന് പറയുന്നത് ആ ഒരു രീതിയിൽ നല്ല സ്ട്രാറ്റജി ആയിട്ട്, അതിപ്പോൾ എൻ്റെ സ്ട്രാറ്റജിയാണ് ഞാൻ പറഞ്ഞത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. നിങ്ങളുടെ എവിടെയാണോ ഫോക്കസ് ഏരിയാസ്, അതായത് വെയിറ്റേജ് സ്റ്റഡീസ് എന്ന് പറയും, അതായത് എത്ര മാർക്കാണോ അവര് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ആ സിലബസിൽ, അതിനനുസരിച്ചുള്ള ഒരു വെയിറ്റേജ് കൊടുക്കുക. ഇപ്പോൾ മാത്സ് എന്ന് പറയുന്നത് 20 മാർക്ക് ഉണ്ട്, 20 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ സോ അത്രയും വെയിറ്റേജ് നമ്മൾ കൊടുക്കണം. ഇപ്പോൾ അപ്പുറത്ത് ഇപ്പോൾ എന്താ പറയുക ആർട്ട് ആൻഡ് കൾച്ചർ അങ്ങനത്തെ ഒക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു 3 മാർക്കൊക്കെ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ ഓവർ ടൈം കൊടുക്കുന്നത് ആ ഒരു ബാലൻസ് കറക്റ്റ് ആയിരിക്കണം. വെയിറ്റേജ് സ്റ്റഡീസ് എന്നാണ് നമ്മൾ അതിന് പറയുക. അപ്പോൾ അവിടെയാണ് അങ്ങനെ പ്രിലിംസ് നമ്മൾ കടന്നു പോകുന്നത്. അതിനുശേഷം പിന്നെ ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞില്ലേ, അതായത് പ്രിലിംസ് നമ്മൾ ക്വാളിഫൈ ചെയ്യും എന്നുള്ള ഒരു കൺഫോമിറ്റിയോട് കൂടിയാണ് മെയിൻസിന്റെ പഠിത്തം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതേപോലെ ഞാൻ പഞ്ചായത്ത് സെക്രട്ടറിയുടെ മെയിൻസ് ക്വാളിഫൈ ആവാത്ത ഒരാളാണ്. അപ്പൊ അവിടെ ഒരു ഫെയിലിയർ എനിക്ക് പറയാനുണ്ട്. അപ്പൊ അതിൽ നിന്നും ബൗൺസ് ബാക്ക് ആയിട്ടാണ് ഇപ്പോ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിന്റെ റാങ്ക് ലിസ്റ്റില് 53rd റാങ്ക് കിട്ടിയത്, ദൈവം സഹായിച്ചു. അപ്പൊ മെയിൻസിൽ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മെയിൻസ് പേപ്പർ 2, ഇപ്പൊ പേപ്പർ 1, പേപ്പർ 2 ആയിട്ടായിരുന്നു. അപ്പൊ ചില സാഹചര്യങ്ങളിൽ ഇപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി ആണെങ്കിലും നിങ്ങൾക്ക് 2 പേപ്പർ ഉണ്ടാവും. ഇപ്പൊ ഈ കമ്പനി ബോർഡൊക്കെ ആവുമ്പോൾ സിലബസ് ഇതുവരെ അവർ ഫോക്കസ് ചെയ്ത് വന്നിട്ടില്ല. അപ്പൊ അതിലാണെങ്കിൽ തന്നെ സ്പെഷ്യൽ ടോപ്പിക് ഒബ്വിയസ്ലി ഉണ്ടാവും. ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് സ്പെഷ്യൽ ടോപ്പിക് വരുന്നുണ്ട്. അപ്പൊ ഈ സ്പെഷ്യൽ ടോപ്പിക്കിൽ ഞാൻ യൂസ് ചെയ്തിരുന്ന സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ തന്നെ എൻ്റെ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കാം. അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ കമ്പനി ബോർഡിന്റെ എക്സാം ഞാൻ എഴുതിയിട്ടുണ്ട്. അതായത് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ പറഞ്ഞു, ഞാൻ അജ്മൽ സാറിന് അറിയാം, അപ്ലൈ ചെയ്തിട്ടുണ്ട് സാർ, ഞാൻ പോയി എഴുതുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ അതിന്റെ പ്രിലിംസ് ഞാൻ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ക്വാളിഫൈ ചെയ്യാനുള്ള മാർക്ക് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ആ ഒരു ടാർഗറ്റ് സ്കോറിലായിരുന്നു എൻ്റെ ഒരു ഫിഗർ വന്നിരുന്നത്. അപ്പോൾ ഇനി മെയിൻസിന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ സാധ്യത കുറവാണ്. കാരണം മേ ബി എൻ്റെ അപ്പോയിന്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ എന്നാലും ഞാൻ ചിലപ്പോൾ മെയിൻസ് എക്സാം പോയി എഴുതും. ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറയും, ഇതേപോലെ ഒരുപാട് പേര് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ പോകുമ്പോൾ ഞാൻ സ്പെഷ്യൽ ടോപ്പിക് ഒന്നും പഠിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ജനറൽ ടോപ്പിക്സുമായിട്ടാവും മുന്നോട്ട് പോകുന്നുണ്ടാവും. അപ്പൊ എൻ്റെ ഒരു ഉള്ളിലുള്ള കോൺഫിഡൻസ് എന്താ വെച്ചാൽ ജനറൽ ടോപ്പിക്സിൽ എനിക്ക് മാർക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ അവിടെ ഞാൻ ഔട്ട്സൈഡ് വേറൊരു തേർഡ് പേഴ്സൺ ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ, ഞാൻ സ്പെഷ്യൽ ടോപ്പിക് പഠിച്ചിട്ട് ഒരാൾ പോവാന്ന് പറയുമ്പോൾ ഈ പറയുന്ന ജനറൽ സ്റ്റുഡൻസിൽ നിന്ന് നല്ലൊരു എഡ്ജ് കിട്ടും.
കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ തന്നെ സ്പെഷ്യൽ ടോപ്പിക് പഠിക്കാതെ ആയിരിക്കും പോകുന്നുണ്ടാവുക. അപ്പൊ ബാക്കിയുള്ള ഇപ്പോ നമ്മൾ വ്യത്യസ്തനായിട്ട് നിൽക്കുക എപ്പോഴാന്ന് വെച്ചാൽ നമ്മൾ ആ സ്പെഷ്യൽ ടോപ്പിക്കിനെ എത്രത്തോളം ഫോക്കസ് ചെയ്യണം, അതിലാണ് നമുക്ക് ആ ഒരു എക്സ്ട്രാ മാർക്കും കാര്യങ്ങളൊക്കെ കിട്ടാൻ സാധ്യത. കാരണം മറ്റത് എല്ലാവരും അറ്റംപ്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ നോർമലിയും അത് ഫോക്കസ് ചെയ്യാത്ത ആൾക്കാർ വരെ ചിലപ്പോൾ വന്നിട്ട് നമുക്ക് ഈ നോർമൽ എന്താ പറയുക ബാക്കി സിലബസിലെ ടോപ്പിക്സ് ഒക്കെ ക്ലിയർ ചെയ്ത് പോകാൻ സാധ്യതയുള്ളതാണ്. പക്ഷെ സ്പെഷ്യൽ ടോപ്പിക്സിലെ സ്പെഷ്യൽ എന്താ പറയുക ഓരോ സബ്ജക്ട്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൽ തന്നെ പ്രിൻസിപ്പൾ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരുന്നു, പ്രിൻസിപ്പൾ ഓഫ് മാനേജ്മെന്റ് ഉണ്ടായിരുന്നു. ഇതൊന്നും ആരും ജനറലി പഠിക്കുന്ന സബ്ജക്ട്സ് അല്ല. അതിൽ 10 മാർക്സിന്റെ വെയിറ്റേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോമ്പറ്റീഷൻ അത്രയും സർക്കിൾ ഔട്ട് ചെയ്യണം എന്ന് കരുതി മറ്റേത് നമ്മൾ ഒഴിവാക്കണം എന്നല്ല കേട്ടോ, അത് എപ്പോഴും പാരലായിട്ട് നമ്മൾ കൊണ്ടുപോകണം. പക്ഷെ ഇവിടെ എഡ്ജ് വരാൻ പോകുന്ന പറഞ്ഞാൽ ഇത് പ്രിപ്പയർ ചെയ്യുന്നവരുടെ ഉള്ളിലാണ് നമ്മുടെ കോമ്പറ്റീഷൻ നിൽക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് നമ്മൾ പരമാവധി നമ്മൾ സർക്കിൾ ഔട്ട് ചെയ്ത് എങ്ങനെയാണ് നമ്മൾ ആ ഒരു പ്രിപ്പറേഷന്റെ അകത്തേക്ക് എത്രത്തോളം കൊണ്ടുവരാൻ പറ്റുമോ അങ്ങനെ നമ്മൾ കൊണ്ടുവരണം. അപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പേപ്പർ 2 കണ്ടവര് അല്ലെങ്കിൽ ഇത് അറ്റംപ്റ്റ് ചെയ്തവർക്ക് അറിയാം. അതില് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1-2 ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് UPSC സെയിം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അവരെന്താണ് നമുക്ക് തരാൻ പോകുന്ന ഒരു വാർണിംഗ് സൈൻ PSC. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് UPSC രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ മതി എന്ന് കരുതി UPSCക്കാർക്ക് മാത്രമേ ഇത് എഴുതാൻ പറ്റുള്ളൂ എന്നല്ല. UPSCയിലെ ചിന്താഗതിയാണ്. കാരണം UPSCയിൽ കൂടുതൽ ഫാക്ച്വൽ നോളജ് അല്ല, നമുക്ക് നല്ലപോലെ ക്വസ്റ്റ്യൻസിന്റെ ഡെപ്ത് വേണം, എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ എന്ന് അറിയണം. ഇപ്പോൾ കഴിഞ്ഞ കമ്പനി ബോർഡിന്റെ പ്രിലിംസിൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യന്റെ ഒരു ഡിബേറ്റ് നടക്കുന്നുണ്ട്, എന്താ പറയാ എല്ലിനോന്റെ അതെന്നൊക്കെ പറഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും നമ്മൾ ഡെപ്തിൽ പഠിക്കണം. പണ്ടൊന്നും ഇങ്ങനത്തെ ഒരു ചോദ്യമൊന്നും നമ്മൾ PSCയിൽ നിന്ന് പ്രതീക്ഷിക്കാറില്ല. ഇതൊക്കെ ഒരു UPSC ലെവൽ ക്വസ്റ്റ്യൻ ആണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നമ്മൾ കോൺസെപ്ച്വൽ ക്ലാരിറ്റിയാണ് കൊണ്ടുവരേണ്ടത്. അപ്പൊ അതിൽ തന്നെ ഇപ്പൊ സബ്ജക്ട്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ എക്കണോമി, പൊളിറ്റി. അപ്പൊ പൊളിറ്റി ഒക്കെ ഞാൻ UPSC രീതിയിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ലക്ഷ്മികാന്ത്, ഇപ്പൊ PSC എല്ലാവരും ലക്ഷ്മികാന്ത് തന്നെയാണ് യൂസ് ചെയ്യണം. അല്ലാതെ എൻ്റെ അറിവിൽ പൊളിറ്റിക്ക് വേറെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ബുക്ക് ഫോളോ ചെയ്യേണ്ട കാര്യം ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. ലക്ഷ്മികാന്ത് അല്ലെങ്കിൽ ബെറക്റ്റ്, ഇത് രണ്ടുമാണ് നമ്മൾ ഫോക്കസ് ചെയ്തിരുന്നത്. ഇപ്പൊ എക്കണോമി ആണെങ്കിൽ തന്നെ എക്കണോമിക്ക് ഒരുപാട് സോഴ്സസ് ഉണ്ട്. എക്കണോമി ഒരു ഡൈനാമിക് സബ്ജക്റ്റ് ആണ്. എനിക്ക് എക്കണോമിയുടെ ഒരു ബേസ് ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ അത് നമ്മൾ മാസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ എക്കണോമി വൺസ് മാസ്റ്റർ ചെയ്താൽ പിന്നെ നമുക്ക് കറണ്ട് അഫയേഴ്സ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് പോയാൽ മതി. പിന്നെ ഒബ്വിയസ്ലി ഹിസ്റ്ററി ഒക്കെ എന്താന്ന് പറഞ്ഞാൽ മോഡേൺ ഹിസ്റ്ററി ഒക്കെ നമ്മൾ അത്യാവശ്യം നമ്മുടെ ചെറുപ്പം തൊട്ട് കേട്ട് വളർന്നിട്ടുള്ള കുറെ കാര്യങ്ങളാകും. നമുക്കൊരു ബിൽഡിംഗ് ബ്ലോക്ക് ഉണ്ടാവും, അതിന്റെ മുകളിൽ നമ്മൾ ഒരു എക്സ്ട്രാ എഫേർട്ട് എടുത്താൽ മതി. പിന്നെ അതേപോലെ ഇപ്പോൾ വേറെ സബ്ജക്ട്സ്, കോമൺ സബ്ജക്ട്സ്, പിന്നെ എൻവയോൺമെന്റ്, അതെല്ലാം നമ്മൾ ആ ഒരു രീതിയിൽ എങ്ങനെയാണോ അവർ ഡിമാൻഡ് ചെയ്യുന്നത്, നമ്മുടെ ഇപ്പോഴത്തെ വരുന്ന ക്വസ്റ്റ്യൻസിനെ എങ്ങനെയാണോ സ്റ്റേറ്റ്മെന്റ്സ് വഴി ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് സിലബസും ഈ സ്റ്റഡീസിന്റെയും ഭാഗത്ത് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ കൂടുതൽ സ്റ്റഡീസിന്റെ കാര്യം ദീർഘിപ്പിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഗാമാമുണ്ട്, കാവ്യുണ്ട്, അവരും ഇതിൽ എക്സ്പേർട്ടാണ്. അപ്പൊ എനിക്ക് ഇതിനപ്പുറം പറയാനുള്ളത് കുറച്ച് ഓഫ് സിലബസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിലുപരി, അതായത് നമ്മൾ പഠിത്തത്തിനുപരി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫോക്കസ് ചെയ്തിരുന്നു പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിലും പഞ്ചായത്ത് സെക്രട്ടറിയിലും എന്താണ് എനിക്ക് വന്ന വ്യത്യാസം, അതായത് പഞ്ചായത്ത് സെക്രട്ടറി എന്തുകൊണ്ടാണ് എനിക്ക് മെയിൻസ് കിട്ടാഞ്ഞത്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൽ ഞാൻ എന്താണ് അതിൽ ചേഞ്ചസ് വരുത്തേണ്ടത് എന്നൊക്കെ പറഞ്ഞു ഞാൻ കുറച്ച് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് നല്ലപോലെ ഗുണം ചെയ്തിട്ടുണ്ട്. ഇതിൽ മെയിൻ കാര്യം എനിക്ക് ഭയങ്കര സെൽഫ് ഡൗട്ട് ആയിരുന്നു. അത് നമ്മുടെ അജ്മൽ സാറിന് അറിയാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, സാർ ഞാൻ ഓക്കെ ആണോ, ഐ മീൻ ഞാൻ ആ ഒരു ലെവലിൽ എത്തിയോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഭയങ്കര സെൽഫ് ഡൗട്ട് ഉള്ള ആളാണ്. അപ്പോൾ സെൽഫ് ഡൗട്ടിന് ഞാൻ തന്നെ ഫോക്കസ് ചെയ്ത് വരുന്ന കാര്യം ഞാൻ നല്ലപോലെ മെഡിറ്റേറ്റ് ചെയ്തിരുന്നു. മെഡിറ്റേറ്റ് ഇൻ ദ സെൻസ്, മെഡിറ്റേറ്റിൽ നമ്മൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് എനിക്കറിയില്ല, നിങ്ങൾ കൂടുതൽ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന കാര്യമായിരിക്കാം മാനിഫെസ്റ്റേഷൻ. അതായത് നമ്മൾ ആ ഒരു സിറ്റുവേഷൻ ആലോചിക്കുന്നു, നമ്മൾ ആ ഒരു പൊസിഷനിലേക്ക് എത്തുന്നത് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്ത്, അതായത് നമ്മളത് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ സംഭവിക്കും. എനിക്കത് അതിനൊരു ഉദാഹരണം വന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് എന്താ പറയുക, നിങ്ങൾ പരമാവധി നിങ്ങൾ ഒരു നെഗറ്റിവിറ്റി കളഞ്ഞിട്ട് നിങ്ങൾ ആ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള പോസിറ്റിവിറ്റി നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്കത് ഒരുപാട് പഠിത്തത്തിന് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഫ്രണ്ട്സ് ഫാമിലി എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാ ഫ്രണ്ട്സും നമ്മുടെ കൂടെ നിൽക്കണം എന്നൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ തന്നെ ഫ്രണ്ട്സ് സർക്കിളൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്.
പിന്നെ അതിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ എൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഞാൻ അധികം ആരോടും എക്സാം എഴുതുന്നത് പറയാറില്ല. വർക്ക് ഹാർഡ് ഇൻ സൈലൻസ് ലെറ്റ് സക്സസ് മേക്ക് ദ നോയ്സ് എന്ന ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സും ഫാമിലിയൊക്കെ മിസ് ഔട്ട് ആവും. ഒരുപാട് നെഗറ്റിവിറ്റി ആ സൈഡിൽ നിന്ന് കേൾക്കാം. ഒരുപാട് തോൽവികൾ ഒരു ബാഗേജ് വരുമ്പോൾ ആ രീതിയിൽ നമ്മളെ ക്രൂശിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതൊന്നും നമ്മളെ എഫക്റ്റ് ചെയ്യരുത്. അതായത് പഠിത്തത്തിലുപരി, പഠിത്തമൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും മേക്കപ്പ് ചെയ്യാം. എങ്ങനെയാണ് നമ്മളുടെ ഒരു ഫെയിലിയർ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു എക്സാമിൽ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഡൗൺ ആവുന്നത്. ഇപ്പൊ എക്സാം ഹാളിൽ ചെന്നാൽ തന്നെ, അതായത് എല്ലാവരും പഠിച്ചിട്ട് പോകും, എല്ലാവരും എന്താ പറയാ, എല്ലാ സബ്ജക്ട്സും സിലബസും എല്ലാം അടിപൊളിയായിട്ട് പഠിച്ചിട്ട് പോകും, പക്ഷെ പ്രാക്ടീസ് ചെയ്യില്ല. കാരണം PYQസും അതായത് ടെസ്റ്റ് സീരീസ് ആണെങ്കിലും അറ്റൻഡ് ചെയ്തിട്ട് OMR ബബ്ലിംഗ് ഇതിനെല്ലാം അതായത് എവറി ഡീറ്റെയിൽസിലേക്ക് നമ്മൾ ഇറങ്ങണം. എന്തുകൊണ്ട് ഡീറ്റെയിൽസിൽ ഇറങ്ങണം എന്ന് എനിക്ക് പറയുകയാണെങ്കിൽ ഞാൻ പറയും 0.33 മാർക്കിൽ തന്നെ 20-25 റാങ്ക് വ്യത്യാസം വരുന്നുണ്ട്. സോ അവിടെ ഡീറ്റെയിൽസ് ഉണ്ട്. അവിടെ ഡീറ്റെയിൽസ് ഉണ്ടാകുമ്പോൾ നമ്മളുടെ പ്രിപ്പറേഷനിലും അത്രയും ഡീറ്റെയിൽ ആയിരിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മുടെ OMR ബബ്ലിംഗ് ആയാലും നമ്മൾ എക്സാം ഹാളിൽ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി ആണെങ്കിലും, ഇപ്പോൾ ഞാൻ തന്നെ പല എക്സാമുകൾ എഴുതിയിട്ടുള്ളത് കൊണ്ട് ഞാൻ 1-2 എക്സാമിന് ഇതേപോലെ ഞാൻ ചെന്നിട്ട് ഇൻവിഗിലേറ്റർ ആയിട്ട് കുറച്ച് കശപിശയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള എക്സാം ഉണ്ടായിട്ടുണ്ട്. ആ എക്സാം ഒക്കെ എനിക്ക് കംപ്ലീറ്റ്ലി കയ്യിൽ നിന്ന് പോയിട്ടുള്ള ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ പഠിച്ചു, നമ്മൾ അതായത് എക്സാം ഹാളിൽ ചെന്ന് കഴിഞ്ഞാൽ പരമാവധി നമ്മൾ ശാന്തത പാലിക്കണം. പിന്നെ എന്ന് പറഞ്ഞാൽ എക്സാം ഹാളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് പഠിക്കുന്ന ആൾക്കാർ വന്നിട്ട് നമ്മൾ അത് പഠിച്ചോ ഇത് പഠിച്ചോ, വലിയ വലിയ ബുക്കുകൾ കാണാം. ഞാൻ അതിൽ നിന്നെല്ലാം, അതായത് അതൊക്കെ എന്നെ ഒരു സമയത്ത് പാനിക് ആക്കിയിരുന്നു. ഞാൻ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറും. ഞാൻ ഏതെങ്കിലും ഒരു മൂലക്കിൽ പോയിരിക്കും. ഞാൻ ചിലപ്പോൾ പഠിക്കില്ല, ഞാൻ ചുമ്മാ ഒന്ന് ബ്രീത്തിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടിരിക്കുക. അപ്പൊ ഇതൊക്കെ വലിയ കാര്യമാണോ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പഠിത്തം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയൊരു കാര്യമാണ്. കാരണം ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഹെവി ആയിട്ട് പ്രിപ്പയർ ചെയ്യും, പക്ഷെ നമുക്ക് വേണ്ട റിസൾട്ട് കിട്ടാത്തൊരു സാഹചര്യം വരും. അതൊക്കെ ഇങ്ങനത്തെ മൈന്യൂട്ട് ഡീറ്റെയിൽസിലാണ് അതിൽ കിടക്കുന്നത്. അപ്പോ ഇങ്ങനെയൊക്കെയാണ് ഞാനൊരു ഓവറോൾ എൻ്റെ ഒരു ജേർണി പറയുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൽസ് ടു ഗോ, അതായത് നമ്മളൊരു ഒരെണ്ണം കിട്ടിയാലും നമ്മൾ പിന്നെയും മുന്നോട്ട് ചിന്തിക്കുക, കൂടുതലും അച്ചീവ്മെന്റ്സ് നേടാനുള്ള ഒരു മോട്ടിവേഷൻ നമ്മൾ അതിന് കണ്ടെത്താൻ ശ്രമിക്കുക. ഇപ്പോ ഇനിയിപ്പോ ഇതില് തന്നെ സ്ത്രീകളുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ വിചാരിക്കും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടല്ലേ. അങ്ങനെയൊന്നുമില്ല. ഞാനൊരു മാരീഡാണ്. ഞാൻ മാരേജിന് ശേഷമാണ് ഇപ്പൊ ഞാൻ റാങ്ക് ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. സോ അതൊന്നും നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യത്തിൽ നമുക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന വളരെ ചുരുക്കം പേര് മതി, 1-2 പേര് മതി. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും അതായത് ഇപ്പൊ ഇവിടെ ആണെങ്കിലും പ്രിയാമ്പിളിൽ എനിക്ക് അജ്മൽ സാറിനൊക്കെ വളരെ നന്നായിട്ട് അറിയാം. ഇന്റർവ്യൂവിനൊക്കെ ഞാൻ എങ്ങനെയായിരുന്നു അവരായിട്ട് കോൺടാക്ട് ചെയ്തിരുന്നത്, എങ്ങനെയാണ് അവരായിട്ട് നമ്മൾ അത്രയും അതായത് ഡെയിലി ബേസിസിൽ ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിക്കും, എനിക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ആ സെൽഫ് ഡൗട്ട് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. കാരണം അത് എൻ്റെ ഫെയിലിയറിന്റെ ബാഗേജിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. ഒരുപാട് ഫെയിലിയേഴ്സ് വന്നു, ഇനി ഫെയിലിയർ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ഫുൾ പ്രൂഫ് പ്രിപ്പറേഷനിലോട്ടായിരുന്നു ഞാൻ പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി, ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നതിൽ മാത്രം കാര്യമില്ലല്ലോ സാർ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ. ഹൈലി മോട്ടിവേറ്റിംഗ് ആയിരുന്നു ഈ കടന്നുപോയ കാര്യങ്ങളൊക്കെ പറയുമ്പോഴേ. അതെ. പിന്നെ എനിക്ക് ആരെങ്കിലും ഉണ്ടോ? പിന്നെ ഈ റിവിഷൻ മെത്തേഡ് എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ചെയ്യേണ്ടത്? എനിക്ക് ക്ലിയർ ആയില്ല. റിവിഷൻ മെത്തേഡ് എങ്ങനെയായിരുന്നു പ്രോപ്പർ ആയിട്ട് ചെയ്തിരുന്നത് എന്നുള്ളതാണ് നല്ല ചോദ്യം. കാരണം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഒരുപാട് പഠിക്കും, എല്ലാം പഠിക്കും, പക്ഷെ അതായത് ഡിഫറെന്റ് സോഴ്സസ് എടുക്കും, കിട്ടാവുന്ന സോഴ്സസ് എന്നൊക്കെ നോളജ് ഗ്രാബ് ചെയ്യും. ഞാൻ ആദ്യമേ എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു നോളജ് ഗ്രാബർ ആവരുത്. അതായത് നോളജ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. അതായത് എക്സാം ഒക്കെ ക്ലിയർ ചെയ്ത് നമ്മളൊരു ജോലിക്കൊക്കെ കയറിയിട്ട് നമുക്ക് വേണമെങ്കിൽ എല്ലാ സബ്ജക്ട്സിലും വേണമെങ്കിൽ വിദ്വാനാവാം. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ആ സിലബസിൽ സ്റ്റിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ പ്രോപ്പർ ടൈം ടേബിളിൽ റിവിഷൻ ചെയ്യണം. അത് പ്രത്യേകിച്ച് മെയിൻസിന്റെ ഒരു സാഹചര്യത്തിൽ. പ്രിലിംസിൽ എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് പ്രിലിംസ് ഒരു ക്വാളിഫയിങ് എക്സാം ആണ്. മെയിൻസ് എന്ന് പറയുന്നത് നമുക്ക് ആ മാർക്ക് നല്ല പോലെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ റിവിഷൻ സ്ട്രാറ്റജി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരുന്നില്ല. അത് ഓരോരുത്തരുടെ സ്ട്രാറ്റജി. അപ്പോൾ ഞാൻ
എനിക്ക് അങ്ങനെ ബൂസ്റ്റ് ചെയ്യാൻ മാത്രം, അതായത് ഞാൻ ഭയങ്കര കൺസിസ്റ്റന്റ് ആയിട്ട് എന്റെ റിവിഷൻ ഫോളോ ചെയ്തിരുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതൊരു കള്ളമായി പോകും. ഞാൻ അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് റിവൈസ് ചെയ്തെന്ന ഒരു വ്യക്തിയല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ മുമ്പേ സർവീസിൽ കയറിയെന്നത് മറ്റൊരു വിഷയം. അപ്പൊ എനിക്ക് എന്റേതായ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് അതിൽ. എനിക്ക് റിവിഷൻ എന്നൊക്കെ പറയുന്നത് കുറച്ച് സ്ലോ ആണ്, പക്ഷെ റിവൈസ് ചെയ്തിരുന്നു. എനിക്ക് എന്റേതായ ഒരു സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഞാൻ എന്റേതായ ഒരു നോട്ട്സ് ക്രിയേറ്റ് ചെയ്തിരുന്നു. അത് എല്ലാ സബ്ജക്ട്സിലാണെങ്കിലും, എല്ലാ സബ്ജക്ട്സ് ഇൻ ദ സെൻസ് എനിക്ക് നോട്ട്സ് വേണം എന്ന് തോന്നുന്ന സബ്ജക്ട്സിലൊക്കെ ഞാൻ നോട്ട്സ്, ഷോർട്ട് നോട്ട്സ് കരുതിയിരുന്നു. ആ ഷോർട്ട് നോട്ട്സ് ആയിരുന്നു ഞാൻ കൂടുതൽ റിവൈസ് ചെയ്തിരുന്നത്. ഇതിലപ്പുറത്തേക്ക് അതെല്ലാം സിലബസ് ഓറിയന്റഡ് ആയിരുന്നു. ഇതിലപ്പുറത്തേക്ക് ഒരു ചോദ്യം ചോദിച്ചാൽ വേണ്ട, എനിക്ക് മാത്രമല്ല ആർക്കും കിട്ടില്ല. ഞാൻ ആ ഒരു മെന്റാലിറ്റിയിലായിരുന്നു ഞാൻ വർക്കൗട്ട് ചെയ്തായിരുന്നത്. ഞാൻ ഈ പഠിച്ച സോഴ്സസിൽ അല്ലാതെ പുറത്തുനിന്ന് ഒരു ചോദ്യം വന്നാൽ അല്ലെങ്കിൽ ഔട്ട് ഓഫ് സിലബസ് വന്നു കഴിഞ്ഞാൽ ആർക്കും കിട്ടില്ല. അതിന്റെ ഒരു പ്രോബബിലിറ്റി നിങ്ങൾ മെഷർ ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങളിപ്പോ ഏതൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിലും ഇപ്പോ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് കിട്ടുക. അല്ല, ഈസി ക്വസ്റ്റ്യനിലാണ് കോമ്പറ്റീഷൻ കിടക്കുന്നത്. കാരണം ഇത് ഒരു 80% പേര് ഇത് ആൻസർ ചെയ്യും. അത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഔട്ട് ഓഫ് ദി ഗെയിമാണ്. ആ ടഫസ്റ്റ് ക്വസ്റ്റ്യനിൽ മാക്സിമം ഒരു 5 to 10% പേര് അത് അറ്റൻഡ് ചെയ്യുള്ളൂ. അത് ഇൻ കേസ് നമുക്ക് അത് മിസ്സായി പോയാലും കുഴപ്പമില്ല. പക്ഷെ റിവൈസ് ചെയ്യുമ്പോൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മേജർ ടോപ്പിക്സ് ഒന്നും മിസ്സാവാത്ത രീതിയിൽ നമ്മൾ PYQs, ഞാൻ സിലബസിന്റെ കാര്യം പറഞ്ഞു, അതേപോലെ ഇമ്പോർട്ടന്റ് ആണ് PYQ. PYQ ആണ് നമ്മുടെ ഡയറക്ഷൻ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ബ്ലൂ പ്രിന്റ് നമുക്ക് കിട്ടി, പക്ഷെ ബ്ലൂ പ്രിന്റിൽ ഒരുപാട് വഴികളുണ്ട്. ഇതിൽ ഏതാണ് പ്രോപ്പർ വഴി ചോദിച്ചാൽ PYQ ആണ്. PYQ എത്രത്തോളം നമ്മൾ PYQ സോൾവ് ചെയ്യുന്നു, അതിപ്പോ നമ്മൾ UPSC പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും, ഇതിലിപ്പോ UPSC പഠിക്കുന്നവരാണെങ്കിൽ അവർക്ക് അറിയാം PYQസിന്റെ ഇമ്പോർട്ടൻസ് എത്ര അധികമാണെന്നുള്ളത്. പിന്നെ PYQ ആയിരിക്കണം നമ്മളുടെ ആ ഒരു ഡയറക്ഷൻ, ആ വഴികാട്ടി എന്ന് പറഞ്ഞാൽ ടോർച്ച് ബെയർ എന്ന് പറയുന്ന ഒരു സാധനം PYQ ആണ്. അപ്പൊ PYQ ബേസ് ചെയ്തിട്ടുള്ള ഏതൊക്കെ ഏരിയാസ് എന്നാണ് കൂടുതൽ ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നാൽ അതാണ്, നമ്മൾ കംപ്ലീറ്റ്, ഫോർ എക്സാമ്പിൾ എക്കണോമി നമ്മളെല്ലാം പഠിച്ചു, പക്ഷെ എവിടെ റിവൈസ് ചെയ്യണം ചോദിച്ചാൽ PYQയിൽ ഏറ്റവും കൂടുതൽ. ഇപ്പോൾ ഒറ്റ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രിലിംസും മെയിൻസ് ഒക്കെ ഇപ്പൊ ഈ അടുത്തുള്ള എല്ലാ ചോദ്യങ്ങളും നോക്കുകയാണെങ്കിൽ RBIയുടെ ഒരു ക്വസ്റ്റ്യൻ കൺഫേം ആണ്. ഇപ്പൊ ഈ കഴിഞ്ഞ ഫസ്റ്റ് ഫേസിൽ തന്നെ മോണിറ്ററി പോളിസിയുടെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ഇത് കൺഫേം ആയിട്ട് RBIയുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. സോ റിവൈസ് ചെയ്യുമ്പോൾ ആ ഏരിയ റിവൈസ് ചെയ്യണം, പക്കയായിട്ട് റിവൈസ് ചെയ്യണം. എന്ന് കരുതി നമ്മൾ മറ്റേത് റിവൈസ് ചെയ്യരുത് എന്നല്ല ഉദ്ദേശിച്ചത്, പക്ഷെ നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കണം. കാരണം എല്ലാതും എപ്പോഴും നമുക്ക് ചിലപ്പോൾ റിവൈസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇത് എൻ്റെ ഒരു സ്ട്രാറ്റജി ആണ് കേട്ടോ. അങ്ങനെയാണ് എനിക്ക് റിവിഷനെ കുറിച്ച് പറയാനുള്ളത്. വേറെ എന്തെങ്കിലും ഡൗട്ട്സ്? ചോദിച്ചോളൂ അതിനകത്ത്. ഹലോ സാർ, ഓഡിബിൾ അല്ലേ? audible ആണ്, പറഞ്ഞു. ഓക്കെ സാർ, ഞാൻ ഇപ്പൊ സാർ PYQ ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ അത് തന്നെ ഞാനിപ്പം ഒരു 8-9 months ആയി സീരിയസ് ആയിട്ട് പ്രിപ്പറേഷൻ തുടങ്ങിയിട്ട്. പക്ഷെ എനിക്ക് സാറ് പറഞ്ഞ ഇഷ്യൂസ് എല്ലാം റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ഈ സെൽഫ് ഡൗട്ട് നമ്മൾ, കാരണം ഒരേ പ്രോസസ് നമ്മൾ മോണോട്ടോണസ് ആയിട്ട് ഇൻ ആൻഡ് ഔട്ട് ആയിട്ട് എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുക, ഒരു മടുപ്പും കൂടാതെ. അപ്പൊ ഞാൻ വീട്ടിൽ ഇരുന്നാ പ്രിപ്പയർ ചെയ്യുന്നു. അപ്പം മൊത്തത്തിൽ ഒരു പ്രഷർ കുക്കറിന്റെ അകത്തിട്ട് ഒരു അവസ്ഥയെ കൂടെ കടന്നു പോകും. കാരണം വീട്ടുകാരും നാട്ടുകാരും എല്ലാം ചോദ്യം ഭയന്നിട്ട് വെളിയിറങ്ങാൻ മേല, അകത്തിരുന്ന് എനിക്ക് ഭയങ്കര ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ട്രിവാൻഡ്രത്തോട്ടൊന്ന് റീലൊക്കേറ്റ് ചെയ്യാനായിരിക്കും. അപ്പൊ എന്റെ ചോദ്യം ഇതാണ് സാറേ, PYQ ചെയ്യുന്നത് മാത്രമാണോ അതോ അത് അനലൈസ് ചെയ്യുന്നത് ആസ് ഇമ്പോർട്ടന്റ് ആസ് ഡൂയിങ് PYQ അല്ലേ? അപ്പൊ അതിനെ അനലൈസ് ചെയ്യാൻ സാർ ഉപയോഗിച്ച് എന്തെങ്കിലും സ്ട്രാറ്റജി ഉണ്ടോ, ഒന്ന് ഡിസ്കസ് ചെയ്യാമോ? തീർച്ചയായിട്ടും. PYQ ഞാൻ സോൾവ് ചെയ്യണമെന്ന് പറയുന്നതിലൂടെ നമ്മൾ അനലൈസിങ് അതുണ്ട് കേട്ടോ, പക്കയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ഇപ്പൊ ഒരു ഓവറോൾ രീതിയിൽ PYQ നമ്മൾ സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞു എന്നുള്ളൂ. അനന്തു പറഞ്ഞ പോയിന്റ് ആണ് ഇമ്പോർട്ടന്റ്. PYQ വെറുതെ നമ്മൾ സോൾവ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഇപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ PYQ സോൾവ് ചെയ്യണമെന്നില്ല, കുറെ എക്സാംസ് അപ്ലൈ ചെയ്താൽ മതി, വെറുതെ പോയി കുറെ എക്സാം അറ്റൻഡ് ചെയ്താൽ മതിയല്ലോ. കൈൻഡ് ഓഫ് PYQ സോൾവിങ് ആണ്. അതല്ല, PYQ സോൾവിങ് അല്ല മെയിനായിട്ട്, അത് അനലൈസിങ് ആണ്. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ ഞങ്ങള് ഈവൻ ഞാൻ പോലീസിന്റെ സ്ട്രാറ്റജി യൂസ് ചെയ്തിരുന്ന അതായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അതിൽ 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിൽ ഉത്തരം മാത്രമല്ല, അതിൽ ബാക്കി 4 ഓപ്ഷൻസ്, അതായത് ഇപ്പൊ ഓപ്ഷൻസ് അല്ല, കൂടുതൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് കറക്റ്റ് ആക്കാൻ പറ്റുക. അപ്പൊ അതിന് ഞാൻ ഫോക്കസ് ചെയ്തിരുന്ന ഒരു മാർഗം എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്റേതായ ഒരു രീതിയാണ് കേട്ടോ, അത് നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം എന്ന് ഞാൻ പറയില്ല. ഞാൻ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു
ഏതെങ്കിലും ഒരു ജോഗ്രഫിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ആ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിന്റെ സ്റ്റേറ്റ്മെന്റ്സും ഓപ്ഷൻസ് എല്ലാം മറച്ചു വെക്കും. എന്നിട്ട് ഞാൻ അതിനെ ഒരു മനസ്സിലൊന്ന് ഓടിക്കും, കാരണം ഞാൻ പഠിച്ചിട്ടുള്ള ഭാഗമാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ എൽനിനോ ആണ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എൽനിനോയുടെ ഫിനോമിന ഞാനൊന്ന് മനസ്സിലാലോചിക്കും, ഇങ്ങനെയാണ്. ഒരു ചെറിയ ഞാൻ അനലൈസ് ചെയ്യണ സമയത്ത് പറയേണ്ടത്, നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യണ സമയത്തുള്ള കാര്യമല്ല പറയുന്നത്. ഞാൻ എൻ്റെ ഉള്ളിൽ ഒന്ന് സെൽഫ് റീഡ് ചെയ്യും, അല്ലെങ്കിൽ സെൽഫ് മനസ്സിലാക്കും എങ്ങനെയാണ് എൽനിനോ ഫിനോമിന ഒക്കെ കിടക്കും. എന്നിട്ട് ഞാൻ സ്റ്റേറ്റ്മെന്റിലേക്ക് കിടക്കുമ്പോൾ എനിക്കത് കംപ്ലീറ്റ് ഐഡിയ കിട്ടാം. ഞാൻ പഠിച്ച കാര്യങ്ങളിൽ നിന്നും എനിക്ക് എങ്ങനെയാണ് ഇതൊന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അത് എനിക്ക് കറക്റ്റ് ആയിട്ട് ആ എലിമിനേഷൻ ടെക്നിക്സ് വർക്ക്ഔട്ട് ആക്കും. നേരെ മറിച്ച് ഞാൻ ഇതിൽ മുമ്പ് യൂസ് ചെയ്ത സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നേരെ ക്വസ്റ്റ്യൻ വായിക്കുന്നു, നേരെ ഓപ്ഷനിൽ ഒരു സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ തന്നെ എനിക്കൊരു കൺഫ്യൂഷൻ, അയ്യോ ഞാൻ പഠിച്ചത് അതായിരുന്നു, അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് ആണോ കറക്റ്റ്, ആ ഒരു സെൽഫ് ഡൗട്ട് എനിക്ക് വരും. അപ്പൊ അതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ യൂസ് ചെയ്ത ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഞാൻ അതിനെക്കുറിച്ചൊരു പിക്ചറൈസ്, ഞാൻ പഠിച്ച ഭാഗങ്ങളെല്ലാം എൻ്റെ മൈൻഡിലൂടെ ഒരു എന്താ പറയാ, ആ ബ്രെയിൻ സ്റ്റോമിങ് പോലത്തെ ഒരു റിവിഷൻ നടക്കും. എന്നിട്ട് അതിൽ നിന്ന് ഞാൻ ആ ഒരു കംപ്ലീറ്റ് ഏരിയ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ എന്താ പറയാ സ്റ്റേറ്റ്മെന്റ്സ് വായിക്കാറ്. സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചിട്ടും എൻ്റെ ക്വസ്റ്റ്യൻ തെറ്റുകയാണെങ്കിൽ അത് എന്തുകൊണ്ട് തെറ്റി, ഏത് ഏരിയാസ് ആണ്, എന്നിട്ട് ആ തെറ്റിയ ഭാഗത്ത് നിന്ന് പിന്നെയും PYQ ചോദിച്ചിട്ടുണ്ടോ, അതെല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ട്, ഇപ്പൊ അതൊക്കെ സോഴ്സസ് ഒക്കെ ഒരുപാട് അവൈലബിൾ ആണ്. അതായത് ഒരു ടോപ്പിക്കിൽ നിന്ന് എത്ര PYQ ചോദിച്ചു എന്നൊക്കെ നമുക്കറിയാം. ആ PYQ മൊത്തം ഞാൻ സോൾവ് ചെയ്തിട്ട് ആ ഏരിയ കംപ്ലീറ്റ് ഞാൻ ഫുൾ പ്രൂഫ് ആക്കി വെക്കും. എന്നിട്ട് ആ PYQ ഞാൻ ആലോചിക്കും, ഇതിപ്പോ ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഏരിയ പോർഷൻ എൽനിനോ ഫിനോമിന ആണെങ്കിൽ അത് ഞാൻ സ്റ്റാർ ചെയ്ത് വെക്കും. ഇത് റിവിഷന് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. അങ്ങനെയാണ് ഞാൻ അനലൈസ് ചെയ്ത് പോയിരുന്നത്. ഇപ്പോൾ അനന്ത് പറഞ്ഞ പോലെ ഫ്രണ്ട്സ്, ഫാമിലി, ഇതെല്ലാം അത് പാർട്ട് ഓഫ് ദ പ്രോസസ്സാണ്. നിങ്ങൾ അതിലൊന്നും ഞാൻ അതാണ് പറഞ്ഞത്, സിലബസിൽ അപ്പുറം ഓഫ് സിലബസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഒരു ചെറിയ കാര്യം ഞാൻ വിട്ടുപോയത്, പഠിത്തം എന്ന് പറഞ്ഞാൽ നമ്മൾ സോൾലി നമ്മൾ ഇരിക്കുകയാണ്. എനിക്കറിയില്ല, പലരും ഒരു 20 to 30 റേഞ്ചിൽ അല്ലെങ്കിൽ 20 to 35 റേഞ്ചിൽ ഉള്ള ഏജിലുള്ള ആൾക്കാരായിരിക്കും കൂടുതൽ ഇതിൽ ഉണ്ടാവുക. നമ്മളുടെ ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഏജ് ആണത്. സത്യസന്ധമായിട്ട് പറഞ്ഞു, ഞാനൊക്കെ പിന്നീടാണ് അത് മനസ്സിലാക്കിയത്. അതിന് പല കാര്യങ്ങളും നമ്മൾ മാറ്റിവെച്ച് നമ്മൾ ഇത്രയും ഹാർഡ് വർക്കോട് കൂടി പഠിക്കുകയാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ മാറ്റിവെക്കുന്നുണ്ടാവും. പക്ഷെ പഠിത്തത്തിന്റെ ഇടയിൽ കൂടെ തന്നെ നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് റീഫ്രഷ്മെന്റ്സ് ഒക്കെ കിട്ടുന്നതിൽ ഒരു തെറ്റുമില്ല കേട്ടോ. ഒരുപാട് പേര് പറയും 24 മണിക്കൂർ പഠിച്ചു, ചില കമന്റുകളൊക്കെ വായിക്കും 25 മണിക്കൂർ പഠിച്ചു എന്നൊക്കെ. അതിലൊന്നും അല്ല കാര്യം. ക്വാളിറ്റി അവേഴ്സ് എത്രയാണോ, നിങ്ങൾ 2 മണിക്കൂർ പഠിച്ചുള്ളൂ വെച്ചാൽ ക്വാളിറ്റി ആയിട്ട് പഠിക്കുക. എന്നിട്ട് അതിന് നമുക്ക് റിവാർഡ് ചെയ്യാൻ, അതായത് ഞാൻ എന്നെ തന്നെ റിവാർഡ് ചെയ്യണ ഒരു സ്വഭാവം ഉണ്ട് എനിക്ക്. ഞാൻ ഒരു 3 മണിക്കൂർ പഠിച്ചാൽ എനിക്ക് തന്നെ അത്ഭുതമാണ്. ഞാൻ ചിലപ്പോൾ 3 മണിക്കൂറൊന്നും ഇരിക്കാൻ പറ്റാത്ത ആളാണ്. 3 മണിക്കൂർ പഠിച്ച് ഞാൻ എന്നെ തന്നെ റിവാർഡ് ചെയ്യും. ഞാൻ പോയൊരു സിനിമയ്ക്കാണ്, സീരിയസ് ആയിട്ടാണ് പറയുന്നത്. ഞാൻ ഇപ്പം ഈ സെക്രട്ടേറിയറ്റിന്റെ മെയിൻസിനാണെങ്കിൽ എനിക്ക് ഈ സിനിമ കുറച്ചും കൂടി എൻ്റെ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യുന്ന ഒരു സാധനം. കാരണം ഒരുപാട് കാര്യങ്ങൾ, ഇപ്പൊ അനന്ത് പറഞ്ഞ പോലെ നമ്മൾ ആ പ്രഷർ കുക്കറിലാകുമ്പോൾ ഒരുപാട് കാര്യങ്ങളാകുമ്പോൾ നമ്മൾ ബേസ്റ്റ് ഔട്ട് ആയി പോകും. അതിനൊന്ന് റിലാക്സ് ചെയ്യാൻ ഞാൻ കണ്ടെത്തിയിരുന്നത് എൻ്റെ ഒരു റിലാക്സേഷൻ സിനിമയായിരുന്നു. ഞാനിപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസിന്റെ സമയത്ത്, നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയില്ല, ഒരു 4-5 സിനിമ കണ്ടിട്ടുണ്ട്. പഠിത്തത്തിന്റെ ഇടയിൽ കൂടെ തന്നെയാണ്. നമ്മളുടെ ലൈഫിലെ കുറച്ച് നല്ല മൊമെന്റ്സും അതും നമ്മൾ നമ്മൾ ഈ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വേണമെങ്കിൽ സ്റ്റഡി ലൈഫ് ബാലൻസ് എന്ന് പറയാം, അതും മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ജോലി കിട്ടുന്ന സമയത്ത് നമ്മൾ ഡിപ്രഷൻ അടിച്ചിട്ട് നമ്മുടെ ക്യാരക്ടർ ലൂസ് ആവാൻ പാടില്ല. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു മിക്സ് ആൻഡ് അമാൽഗമേഷനിൽ പോകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വേറെ എന്തെങ്കിലും ഡൗട്ട്സ്? ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല, കാരണം ഗംഗാ മാമും ഉണ്ട്, എന്നൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കും അവർ കൂടുതൽ പറയാനുണ്ടാവും. വേറെ എന്തെങ്കിലും ഡൗട്ട്സ്? ഓക്കെ ആണെന്ന് തോന്നുന്നു. ആ സർ, ഇപ്പൊ ഗംഗാ മാമും കാവ്യം ഉണ്ടല്ലോ, ഞാൻ ഗംഗ ഇൻവൈറ്റ് ചെയ്യാം. നമുക്ക് ലാസ്റ്റ് മൊമെന്റിലേക്ക് നോക്കാം, എന്തെങ്കിലും ആർക്കെങ്കിലും കൂടുതലായിട്ട് ചോദിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ നിങ്ങൾ ടൈപ്പ് ചെയ്തോളൂ കേട്ടോ, നമുക്ക് ലാസ്റ്റ് നോക്കാം. താങ്ക് യു. ഓ യാ, ഗംഗ ഓഡിബിൾ അല്ലേ? ഓഡിബിൾ ആണ് സർ. ഓക്കെ, സോ ഗംഗയുടെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ? ഞാനും ഗൂഗിള് പറഞ്ഞ പോലെ തന്നെ ഞാനും UPSC ഞാൻ ആദ്യം വർക്ക് ചെയ്യായിരുന്നു. 2 വർഷം വർക്ക് ചെയ്തപ്പോൾ തന്നെ എനിക്ക് UPSC എന്ന് പറഞ്ഞിട്ട് IAS സിവിൽ സർവീസ് ഡ്രീം ആയിരുന്നു കുറെ നാള്. അപ്പോ ഓക്കെ, ഇനി ജോബൊക്കെ വിട്ട് സിവിൽ സർവീസ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നു. അങ്ങനെ ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് പഠിച്ചു.
ഒരു 3 അറ്റംപ്റ്റ് ഞാൻ കൊടുത്തു. 3 അറ്റംപ്റ്റിലും പ്രിലിംസ് കയറുന്നില്ല. 3ാമത്തെ അറ്റംപ്റ്റ് കഴിഞ്ഞ് പ്രിലിംസിന്റെ റിസൾട്ട് വന്ന ദിവസം ഓക്കെ ഇനി വേണ്ട, 3 അറ്റംപ്റ്റ് കഴിഞ്ഞു, ഇനി ഇതിന് വേണ്ടിയിട്ട് നിൽക്കണ്ട, ഇനി തിരിച്ച് ബാക്ക് ടു വർക്ക് ചെയ്യാം എന്ന ഡിസിഷനിലെത്തുകയും തിരിച്ച് ജോബിന് വേണ്ടി അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രിലിംസിന്റെ ഇതിന്റെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ എക്സാം എഴുതിയതിന്റെ അതിന്റെ പ്രിലിംസിന്റെ റിസൾട്ട് വരുന്നത്. അങ്ങനെ വീണ്ടും തിരിച്ച് എല്ലാം മതിയാക്കി പോയ ഞാൻ തിരിച്ച് വീണ്ടും ഓക്കെ നോക്കാം എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരികയായിരുന്നു. ഇതില് പറയാനുള്ളത്, ഞാൻ PSC നോക്കിയിട്ടില്ല, എനിക്ക് സിലബസ് അറിയില്ലായിരുന്നു. ഞാൻ UPSC തന്നെയായിരുന്നു എന്റെ പക്ക ഫോക്കസ്. കംപ്ലീറ്റ് ഫോക്കസ് ഞാൻ കൊടുത്ത UPSC-യിലായിരുന്നു. അപ്പോൾ PSC-യുടെ സിലബസ് ഞാൻ നോക്കിയിട്ടില്ല. മെയിൻസിന്റെ പേപ്പർ എനിക്കറിയില്ല. അപ്പൊ റിസൾട്ട് വന്നതിന് ശേഷമാണ് ഞാൻ PSC-യുടെ സിലബസ് എടുത്ത് നോക്കുന്നത്, എന്താണ് മെയിൻസിന് ഉള്ളത് എന്നുള്ളത്. ടോപ്പിക്ക് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ഗവേണൻസ് ഉണ്ട്, അതിൽ അർബൻ ഗവേണൻസ് ഉണ്ട്, ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ ഉണ്ട്, ഇന്ത്യൻ എക്കണോമി എന്ന് പറഞ്ഞിട്ട് പേപ്പർ ഉണ്ട്, പൊളിറ്റിയുടെ പേപ്പർ വരുന്നുണ്ട്, പിന്നെ ഗവേണൻസിന്റെ പേപ്പർ വരുന്നുണ്ട്. അല്ല അങ്ങനെ ഒരു സിലബസ് കണ്ടു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി കുറച്ച് മാസമേ ഉള്ളൂ പഠിക്കാനും. പിന്നെ ആകെ ഉള്ള ഒരു കത്തിത്തുരുമ്പ് ഇപ്പൊ എന്താണ്, PSC മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓക്കെ ഇനി ഇത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് എഴുതുക എന്നുള്ളതാണ്. ഇപ്പോഴാണ് മനസ്സിലായ 2 പേപ്പർ ഉണ്ട്. പേപ്പർ 1 എന്ന് പറയുന്നത് നമ്മുടെ ജനറൽ ടോപ്പിക് ആണ് വരുന്നത്. ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഉണ്ടാവില്ല. പിന്നെ അല്ലാണ്ട് നമ്മൾ പഠിക്കുന്ന കറണ്ട് അഫയേഴ്സും ബാക്കി ജനറൽ ടോപ്പിക്കും ജോഗ്രഫിയും ഹിസ്റ്ററിയും ഒക്കെ വരുന്നുണ്ട്. പേപ്പർ 2ന്റെ സിലബസ് ആണ് ഞാൻ പറഞ്ഞത്. ഈ 2 പേപ്പറും എനിക്കൊരു 3 മാസം കാലാവധി ഉണ്ട്. 3 മാസത്തിനകം പഠിച്ച് എടുക്കണം. ഇതായിരുന്നു എന്റെ മുമ്പിലുള്ള ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ കുറെ സ്ഥലത്ത് തപ്പി, PSC ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ കയറി ഇറങ്ങി. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടും കൂടെ കയറി ഇറങ്ങി, ഇതാണ് സിലബസ്, ഇവിടെ എടുക്കുന്നുണ്ടോ ക്ലാസ് എന്നുണ്ട്. എല്ലാരും പറഞ്ഞു ഇവിടെ ഒന്നും എടുക്കുന്നില്ല, ഇത് പേപ്പർ 2ന് സ്പെഷ്യലായിട്ട് ഇവിടെ നടക്കുന്നില്ല, പേപ്പർ 1ന്റെ ക്ലാസ് ഉണ്ട്, വേണമെങ്കിൽ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അവസാനമാണ് പ്രിയാമ്പിളിൽ എത്തുന്നത്. പ്രിയാമ്പിളിൽ എത്തുമ്പോഴത്തേക്കും ഇവിടെ പറഞ്ഞു, സാർ പറഞ്ഞു എൻ്റെ അടുത്ത് പേപ്പർ 2ന്റെ ക്ലാസ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്, ജോയിൻ ചെയ്യുന്നോന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഞാനും എൻ്റെ ഫ്രണ്ട് കൊണ്ടു, ഞങ്ങൾ ജോയിൻ ചെയ്യാം സാർ പേപ്പർ 2ന്റെ ക്ലാസ്. അങ്ങനെയാണ് ഞാൻ പ്രിയാമ്പിളിൽ എത്തുന്നത്. പ്രിയാമ്പിളിൽ എത്തി ഞങ്ങൾ ഇവിടെ ജോയിൻ ചെയ്തു, ക്ലാസ് ജോയിൻ ചെയ്തു. എനിക്ക് പേപ്പർ 1 പാടായിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ആണ്. മാത്സ് എനിക്ക് ഓക്കെയാണ്, പക്ഷെ മലയാളം ഞാൻ വീക്കാണ്. മലയാളമായിരുന്നു എനിക്കൊരു പാട്, അതായത് മലയാളം ഒന്ന് ക്രാക്ക് ചെയ്യണം എന്ന് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ എനിക്കിവിടെ സ്പെഷ്യൽ ആയിട്ട് ക്ലാസ് ഒക്കെ എടുത്തു തന്നു മലയാളത്തിന് വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്കൊരു ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ഒരു സ്ഥലത്ത് എത്തണം എന്നൊരു ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് പേര് വരും. അപ്പൊ നമ്മളൊന്ന് സഹായം ചോദിക്കുക. ചില സമയങ്ങളിൽ നമ്മൾ സഹായം ചോദിക്കാൻ വേണ്ടിയിട്ട് മടിക്കുക. ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ ചോദിച്ചു, എനിക്കിങ്ങനെ മലയാളം ഉണ്ട് സർ, മലയാളം എനിക്ക് അത്ര അറിയില്ല, ഞാൻ പഠിച്ചിട്ടുണ്ട് 10 വരെ, എഴുതാനും വായിക്കാനും അറിയും, അല്ലാതെ ഈ ഗ്രാമാറ്റിക്കലായിട്ട് എനിക്ക് അധികം അറിയില്ല, അതൊന്ന് പഠിക്കണം എന്നുണ്ട്. എനിക്ക് അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി, അതിന് വേണ്ടിയിട്ട് സഹായം ചെയ്തു തന്നത് എനിക്ക് പ്രിയാമ്പിളാണ്. അപ്പോ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ രീതിയിൽ എവിടെയെങ്കിലും മോശമാണ്, എന്തെങ്കിലും കംഫർട്ട് സോൺ അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചോദിക്കുക. കാരണം ഒരു നാണക്കേടും വിചാരിക്കരുത്, ജോലി നമ്മുടെ ആവശ്യമാണ്. അതാണ്, ആ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് എവിടെ നിന്നാണോ സഹായം കിട്ടാനുള്ള ഒരു അവസരമുള്ളത് അവിടെ ചോദിക്കുക, തുറന്നു തന്നെ ചോദിക്കുക, സാർ എനിക്ക് ഇങ്ങനെ ഒരു പാടുണ്ട്, എനിക്കത് കിട്ടിയാൽ കൊള്ളാം എന്നുണ്ട്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു പ്രത്യേകം, ഞാൻ പൊക്കി പറയുന്നല്ല, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാനിങ്ങനെ നിൽക്കുന്നുണ്ട്, നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സഹായം കിട്ടും. അതുകൊണ്ട് ചോദിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ. അങ്ങനെ എനിക്ക് മലയാളത്തിന് സപ്പോർട്ട് തന്നത് ഇവിടെയാണ്. അതുപോലെ പേപ്പർ 2 എന്റെ പ്രിപ്പറേഷന്റെ സ്ട്രാറ്റജി ഞാൻ പറയാം. ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് സമയമേ ഉള്ളൂ എന്നുള്ളത്. എൻ്റെ അടുത്ത് സാറ് ആദ്യം തൊട്ട് പറയുന്നുണ്ട്, ഇംഗ്ലീഷ്, മലയാളം, മാത്സ് എന്ന് പറയുന്നത് ഡിറ്റർമൈനിങ് ഫാക്ടറാണ്. അത് ഞാനും പ്രൂവ്ഡ് ആണ്. ഇംഗ്ലീഷ്, മലയാളം, മാത്സ് നമ്മൾ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയാൽ തന്നെ പേപ്പർ 1 മെയിൻസിലെ പേപ്പർ 1 നല്ലൊരു മാർക്ക് കിട്ടും നമുക്ക്, നെഗറ്റീവ് കുറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഞാനും എൻ്റെ ഫ്രണ്ടും ഡെയിലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യും. കാരണം മലയാളത്തിന്റെ ഫുൾ ഇരുന്ന് പഠിക്കുക എന്ന് പറയുന്നതും ഇംഗ്ലീഷിന് ഫുൾ ഗ്രാമാറ്റിക്കലായിട്ട് ഇരുന്ന് പഠിക്കാന്നുള്ളൊരു സമയം എനിക്കില്ല, പേപ്പർ 2 നോക്കണം. അപ്പൊ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ടൈം വയ്ക്കും. 15-30 ക്വസ്റ്റ്യൻ വരെ വരുന്ന 30 ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇത്ര സമയം എന്ന് പറഞ്ഞ് വെച്ചിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഇരുന്ന് ചെയ്യുമായിരുന്നു. ഡെയിലി ഞങ്ങൾ ഒരു പേപ്പർ വീതം ചെയ്ത് തീർക്കുമായിരുന്നു. ഈ ഒരു പേപ്പർ കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ, ഇവിടെ തെറ്റി, എന്ത് തെറ്റി, ഗ്രാമർ ആണെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു അവിടെ ശരിയാക്കേണ്ടത്. ഇത് ഇംഗ്ലീഷ്, മലയാളം, മാത്സ് മാത്രമാണ് കേട്ടോ ചെയ്തത്. ഇത് ചെയ്തപ്പോ ഒരു ഗുണം പറയട്ടെ, റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരും എന്നുള്ളത് ഗ്യാരണ്ടി ആയിട്ട് എനിക്ക് മനസ്സിലായി. അതായത് ഇംഗ്ലീഷിൽ എനിക്ക് എപ്പോഴും തെറ്റുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്, അവിടെ നിന്ന് എന്തായാലും ചോദ്യം ചോദിക്കുന്നത് എനിക്കറിയാം. ആ ഒരു പെർട്ടിക്കുലർ ഏരിയയുടെ വീഡിയോസ് മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. യൂട്യൂബിൽ കയറി, ചാനലിൽ കയറി ഞാൻ അടിക്കും, ഓക്കെ ഇതെന്താണ്,
അത് മാത്രം കാണും. അതിന്റെ ഒരു നോട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ ദാറ്റ് പ്രിലിംസിന്റെ അല്ല മെയിൻസിന്റെ തലേന്നത്തെ ദിവസം ഞാൻ ആ ഒരു ബുക്ക് മാത്രമാണ് ഇങ്ങനെ മറിച്ച് നോക്കിയത്. എനിക്ക് ഡൗട്ടുള്ള, എനിക്ക് മാർക്ക് പോകുന്ന, എനിക്ക് കൺഫ്യൂസ്ഡ് ആകുന്ന ആ ഒരു ഏരിയയിൽ മാത്രം. അപ്പൊ സെലക്ടഡ് ആയിട്ടുള്ള ഒരു വീഡിയോസ് മാത്രമേ ഞാൻ എന്ത് ചെയ്തിട്ടുള്ളൂ, പേപ്പർ 1 വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളൂ. ഇതുപോലെ തന്നെയാണ് മലയാളത്തിനും ചെയ്തത്. പിന്നെ കുറെ സ്കീംസ് ആണ് വരുന്നത്. സ്കീംസിന് വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ സൈറ്റാണ് ഞാൻ കൂടുതലും ഡിപ്പെൻഡ് ചെയ്തത്. ഈ കേരള ഗവൺമെന്റിന്റെ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ സ്കീംസ് എന്ന് പറഞ്ഞിട്ട് കേരള ഗവൺമെന്റിന്റെ ഒരു സൈറ്റ് ഉണ്ട്. അതില് എല്ലാ മിഷന്റെയും ഉണ്ട് സംഭവം. അതിൽ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ആ സ്കീം എന്നുള്ളതും ഉണ്ട്. അതാണ് ഞാൻ സ്കീംസിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് ഒരു നോട്ടും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ മെയിൻസിന് രാവിലെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ മിഷന്റെ സ്കീംസ് ഒന്ന് വായിച്ചു. ഏതൊക്കെയാണ് പേപ്പർ 1 എഴുതുന്നുണ്ട്, ഏതൊക്കെയാണ്, എന്താണ് ആ സ്കീം എന്നുള്ളതും, ഇതുപോലെ ഇംഗ്ലീഷിന്റെ മെയിൻ ആയിട്ടുള്ളതും വാക്യശുദ്ധിയുടെ മെയിൻ ആയിട്ട് കുറച്ച് പോയിന്റ്സ്, ഇതൊക്കെയാണ് ഞാൻ തൊട്ട് തലേ ദിവസം വേണ്ടിയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചത്. പിന്നെ ഇതായിരുന്നു എന്റെ പേപ്പർ 1 പ്രിപ്പറേഷൻ. ദെൻ ബേസിക് ആയിട്ടുള്ള ബുക്സ് കാണുമല്ലോ, നമ്മുടെ ലക്ഷ്മികാന്ത് പറഞ്ഞത്, ഗൂഗിൾ പറഞ്ഞത് ലക്ഷ്മികാന്ത്, ഇന്ത്യൻ പൊളിറ്റിക്ക്, അതുപോലെ നമ്മുടെ ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തത് NCERT ആണ്. SCERT വായിക്കുന്നവരുണ്ട്. ഞാൻ UPSC പ്രിപ്പറേഷനിൽ NCERT യൂസ് ചെയ്തുകൊണ്ട് ഐ സ്റ്റിക്ക് ഓൺ. ഞാൻ എന്താണോ യൂസ് ചെയ്തത് ആ സോഴ്സ് തന്നെയാണ് ഞാൻ PSCയുടെ പ്രിലിംസ് പ്രിപ്പറേഷനും മെയിൻസ് പ്രിപ്പറേഷനും സ്റ്റിക്ക് ഓൺ ചെയ്തത്. ആകെ അഡീഷണൽ ആയിട്ട് ഞാൻ ചെയ്തത് നമ്മുടെ ഫിസിക്സ് കെമിസ്ട്രി വരുന്നുണ്ട്, സയൻസ് കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അത് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, കിട്ടിയില്ലെങ്കിൽ വേണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു എനിക്ക്. കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ 8, 9, 10 സയൻസ്, 10 മലയാളം നമ്മുടെ SCERT വായിച്ചു ആദ്യം തൊട്ട് അവസാനം വരെ. 8, 9, 10 ഇത് 3 ഫിസിക്സ് കെമിസ്ട്രിക്ക് വേണ്ടിയിട്ട് വായിച്ചു. ഇതാണ് ഞാൻ അഡീഷണൽ ആയിട്ട് സയൻസിന് വേണ്ടിയിട്ട് ചെയ്തത്. അപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സിന് വേണ്ടി SCERT, അല്ലാതെ നമ്മുടെ ബേസിക് ബുക്സ് നോക്കി. പിന്നെ സ്കീംസിന് വേണ്ടിയിട്ട് നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ എന്ന് പറഞ്ഞ സ്കീമുണ്ട്, അത് നോക്കി. മലയാളം എനിക്ക് ഇവിടെ നിന്ന് ഒരു സഹായം കിട്ടി. ഇംഗ്ലീഷും മാത്സും ഞാൻ കുഴപ്പമില്ല, സ്ട്രോങ് ആയിരുന്നു എന്ന് എനിക്ക് തന്നെ തോന്നിയതുകൊണ്ട് മാത്സ് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊന്നും നോക്കിയിട്ടില്ല. പിന്നെ ചെയ്തത് ഇംഗ്ലീഷാണ്. ഞാൻ പറഞ്ഞു, ഞാൻ സെലക്ടഡ് ആയിട്ടുള്ള വീഡിയോസ് നോക്കിയിട്ട് അതിന്റെ ഒരു നോട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് എന്റെ പേപ്പർ 1 സ്ട്രാറ്റജി. പിന്നെ കറണ്ട് അഫയേഴ്സ് ഞാൻ ഹിന്ദു വായിക്കുമായിരുന്നു റെഗുലർ ആയിട്ട്. പിന്നെ റെഗുലർ ആയിട്ട് എന്ന് വെച്ചാൽ എല്ലാ ദിവസവും വായിക്കുന്നല്ല, എന്നാലും ഞാൻ ഹിന്ദുവിന്റെ ഒരു കണ്ടന്റ് എന്താണ് നടക്കുന്നതെന്നുള്ളത് നോക്കുകയാണ്. അത് UPSC പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നോക്കിയാണ്. പിന്നെ പ്രിയാമ്പിൾ ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ട്, മിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്, കറണ്ട് അഫയേഴ്സ്. ഞാൻ അതുവരെ നോക്കിക്കൊണ്ടിരുന്നത് വാജറാം രവിയുടെയും അതുപോലത്തെ UPSCക്ക് വേണ്ടിയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ബുക്സ് ഇതായിരുന്നു, ഡെയിലി ന്യൂസസ് ആയിരുന്നു. പക്ഷെ PSC വരുമ്പോഴത്തേക്ക് നമുക്ക് കേരള റിലേറ്റഡ് ന്യൂസ് അറിയാം. വാജുറാമിൽ അല്ലെങ്കിൽ ഹിന്ദിയില നമുക്ക് അറിയാൻ പറ്റില്ല. കേരള റിലേറ്റഡ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഡിപ്പെൻഡ് ചെയ്തത് PSCയിലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ കറണ്ട് അഫയേഴ്സ് അവർ ഇറക്കും. അതാണ് കൂടുതലും ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയത്. രാജറാം രവിയൊക്കെ നിർത്തി അങ്ങനത്തെ സോഴ്സ് ഫോർച്യൂണിന്റെ അങ്ങനെയൊക്കെ ബുക്സ് ഒക്കെ ഉണ്ട്, വിഷൻ IASന്റെ ഒക്കെ ബുക്സ് നോക്കുക, കറണ്ട് അഫയേഴ്സ് നോക്കുക, അതൊക്കെ നിർത്തിയിട്ട് പയ്യെ PSCയിലെ റിലേറ്റഡ് ആയിട്ടുള്ള സൈറ്റ്സ് ഉണ്ടല്ലോ അവരുടെ വെബ്സൈറ്റ്സിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സ് നോക്കണം. അതിൽ ഞാൻ മിസ്റ്റ് എന്ന് പറഞ്ഞ പ്രിയാമ്പിളിന്റെ ബുക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ വരുമല്ലോ കുറെ PSC അറിവുകൾ, കറണ്ട് അഫയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതൊക്കെ ഫോളോ ചെയ്തിട്ട് വെറുതെ ഇരിക്കുമ്പോൾ സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും അതൊന്ന് നോക്കാം എന്താ കറണ്ട് അഫയേഴ്സ് എന്നുള്ളതും. മെയിൻ ആയിട്ട് പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞ രീതിയിൽ ചില ഗ്രൂപ്പുകളിൽ ഇടാറുണ്ട്, 5 ക്വസ്റ്റ്യൻ ഇടും ഡെയിലി. അത് നമ്മൾ സെലക്ട് ചെയ്യുക, ടിക്ക് ചെയ്യുക, അത് ചെയ്യാറുണ്ടായിരുന്നു. ഇതാണ് കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. പിന്നെ കറണ്ട് അഫയേഴ്സിന് വേണ്ടി ഞാൻ നോട്ട്സ് ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല, അത് ഞാൻ ഒരിക്കലും പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഞാൻ കറണ്ട് അഫയേഴ്സ് ചെയ്ത് പോവുക എന്നുള്ളതായിരുന്നു എന്റെ സ്ട്രാറ്റജി. അല്ലാണ്ട് എഴുതി വെക്കുക, നോട്ട് ചെയ്യുക എന്നുള്ളത് ഞാൻ ചെയ്തിട്ടില്ല കറണ്ട് അഫയേഴ്സിൽ. പ്രിയാമ്പിളിന്റെ മിസ്റ്റ് ബുക്ക് ഞാൻ അണ്ടർലൈൻ ചെയ്ത് പോയിട്ടുണ്ട്, എന്താണ് എവിടെയാണ് തെറ്റി, എന്താണ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞിട്ട് നോക്കി പോയിട്ടുണ്ട്. ദെൻ ടെസ്റ്റ് സീരീസിൽ ആണ് മെയിൻ ആയിട്ട്. ടെസ്റ്റ് സീരീസിൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുമ്പോഴത്തേക്കും ഇമ്പോർട്ടന്റ് ആയിട്ട് കുറെ കറണ്ട് അഫയേഴ്സ് അവർ കവർ ചെയ്യും. ആ കവർ ചെയ്ത ഏരിയയിൽ ആ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അത് നമ്മൾ നന്നായിട്ടൊന്ന് നോക്കുക, അതിന്റെ ഓപ്ഷൻസ് നോക്കുക, അതെന്തുകൊണ്ടാണ് ആ ഒരു ചോദ്യം വരാൻ കാരണം എന്ന് നോക്കുക. ഇതാണ് കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് എടുത്ത സ്ട്രാറ്റജി. ദെൻ കംസ് ടു ദി പേപ്പർ 2. പേപ്പർ 2 ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് സമയമില്ല, ഇത്രയും 6-7 ടോപ്പിക് ഉണ്ട് കവർ ചെയ്യാൻ. ഈ 6-7 ടോപ്പിക് ഈ സബ്ജക്ട്സിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് പ്രിയാമ്പിളിന്റെ തന്നെ പേപ്പർ 2 ഒരു ബുക്ക് ഇവർ ഇറക്കിയിട്ടുണ്ട്. അതൊരു കോംപ്രിഹെൻസീവ് ബുക്കായിരുന്നു. ആ ബുക്ക് വായിച്ചു, ആ ബുക്ക് പഠിച്ചു, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചു. അത് മാത്രമാണ് ഞാൻ പേപ്പർ 2 വേണ്ടിയിട്ട് യൂസ് ചെയ്ത ഏക സോഴ്സ്. ഞാൻ ഒരു സോഴ്സ് എടുത്തു, ആ സോഴ്സ് സ്റ്റിക്ക് ഓൺ ചെയ്തു. കാരണം ഒരുപാട് സോഴ്സ് പഠിക്കാനുള്ള സമയമില്ല. ഡയറക്റ്റ് ആയിട്ട് സൈറ്റുകളിലൊക്കെ കയറി സെർച്ച് ചെയ്തൊന്നും സിലബസിലൊന്നും നോക്കി പഠിക്കാൻ സമയമില്ല. അപ്പോൾ ഏതാണോ അവൈലബിൾ ആയിട്ട് എനിക്ക് കിട്ടിയ സോഴ്സ്, ആ സോഴ്സ്
പഠിക്കുക, ആ സോഴ്സ് ഒന്ന് കവർ ചെയ്യുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് 2 തവണ കവർ ചെയ്തു. 2 തവണ കവർ ചെയ്യാനേ പറ്റുള്ളൂ. രണ്ടാമത്തെ റിവിഷൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല, അതിന് മുമ്പ് എത്തി. പക്ഷെ മെയിൻ ആയിട്ടുള്ള പോയിന്റുകളിലൊക്കെ ടോപ്പിക്കൊക്കെ നോട്ട് ചെയ്ത് വെച്ചു. നമ്മുടെ ഫസ്റ്റ് പേപ്പർ കഴിഞ്ഞ് സെക്കൻഡ് പേപ്പറിന് മുമ്പ് നമുക്കൊരു സമയം വരുമല്ലോ, ഒരു ബ്രേക്കോ 1 hour എന്തോ നമുക്ക് ഉണ്ട്. ആ ടൈമിൽ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ പേപ്പർ 2ന്റെ ബുക്ക് എടുത്തിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കും എന്നുള്ളൊരു ഏരിയ ആണ്. കാരണം എന്തായാലും ആർട്ടിക്കിൾസ് ചോദിക്കും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചോദിച്ചാൽ ആർട്ടിക്കിൾസ് മാത്രം, എന്തൊക്കെയാണ് ആർട്ടിക്കിൾസ് എന്നുള്ളത് നോക്കി. ഇമ്പോർട്ടന്റ് ആയിട്ട് സ്കീംസ് ഏത് ഇയർ ആണ്, കാരണം ഞാൻ ഇയർ ഒക്കെ മറന്നു പോകുന്ന ഒരാളാണ്. ഇയർ മാത്രം നോക്കുക. അങ്ങനത്തെ ചില കാര്യങ്ങൾ മാത്രം പേപ്പർ 2ന് വേണ്ടിയിട്ട് എഴുതുന്നതിന് കയറുന്നതിന് തൊട്ട് മുമ്പ് നോക്കി. ഇതായിരുന്നു എന്റെ ഓവറോൾ നമ്മുടെ LSTDക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, മെയിൻസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജി. പ്രിലിംസ് എന്ന് പറയുന്നത് ഞാൻ UPSC ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. എന്ന് പറഞ്ഞ് പേടിക്കേണ്ട, UPSC ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിലേ PSC ക്ലിയർ ആവൂ എന്നുള്ളത് ഇല്ല. പഠിക്കുമ്പോൾ ഞാൻ പറയുന്നത് ബേസിക് സോഴ്സ് എല്ലാവരും പഠിക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ബേസിക് സോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫൗണ്ടേഷൻ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. SCRT ബുക്സ് ആണെങ്കിൽ SCRT ബുക്സ്, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ബുക്സ് ആണെങ്കിൽ അത് വായിക്കുക. അതിൽ നിന്നൊരു സോഴ്സ് കിട്ടും, അതിൽ നിന്നൊരു ഫൗണ്ടേഷൻ കിട്ടും. ആ ഫൗണ്ടേഷൻ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ PSC എഴുതാം, UPSC എഴുതാം, ഏത് രീതിയിൽ വേണോ പോവാം. PSC ആണെന്നുണ്ടെങ്കിൽ PSC രീതിയിലുള്ള ബുക്ക് സോഴ്സസിലോട്ട് കിടക്കുക, UPSC ആണെന്നുണ്ടെങ്കിൽ UPSCയിലോട്ടുള്ള സോഴ്സസിലോട്ടുള്ള ഇതിലോട്ട് കിടക്കുക. പക്ഷെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ബേസിക് ബുക്സ് തന്നെ എപ്പോഴും യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ അടുത്ത് ചോദിക്കുന്നതൊക്കെ ഞാൻ പറയാറുള്ളത്. ഇതാണ് എൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി. പിന്നെ ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ കംപ്ലീറ്റ്ലി ബേസ് ചെയ്തത് ട്രിവാൻഡ്രമാണ്. ഞാൻ ട്രിവാൻഡ്രംകാരിയാണ്. അപ്പൊ ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ഞാൻ റീഡിംഗ് റൂം എടുത്തിട്ടുണ്ടായിരുന്നു. റീഡിംഗ് റൂം എല്ലാവർക്കും പറ്റുന്നോ എനിക്കറിയില്ല. എന്റെ പ്രിപ്പറേഷൻ ജേർണിയിൽ എന്നെ ഒരുപാട് റീഡിംഗ് റൂം അറ്റ്മോസ്ഫിയർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട് ഇവിടെ വന്ന് ഇരിക്കുമ്പോഴത്തേക്കും ഒരു എൻവയോൺമെന്റ് ചേഞ്ച് ഉണ്ട്. പിന്നെ നമ്മുടെ കൂടെ നമ്മുടെ അതേ തുല്യ ദുഃഖിതരായ ഒരുപാട് പേര് നമ്മൾ കാണും. അവര് തരുന്ന ഒരു കംഫോർട്ടും ഉണ്ട്. അതുപോലെ തന്നെ അവര് നമുക്ക്, ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്റെ ഫ്രണ്ടുമായിട്ട് ഇരുന്നിട്ടാണ് ഞങ്ങൾ ഇത് ഡിസ്കസ് ചെയ്തതെന്നും ഒക്കെ. അങ്ങനെ ഒരു കമ്പാനിയൻഷിപ്പ് കിട്ടുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ഈ ഒരു ജേർണിയിൽ വളരെയധികം ഹെൽപ്പ് ചെയ്യും നമ്മളെ. അവര് നമുക്ക് അവര് പഠിച്ച കാര്യങ്ങൾ പറയും, നമ്മൾ അങ്ങോട്ട് നമുക്ക് പഠിക്കാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയ കാര്യങ്ങൾ പറയും. ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ തല തിരുത്തിരിക്കുന്ന ഒരു സമയത്ത് വെളിയിൽ പോയി ഒരു ചായ കുടിക്കാനെങ്കിലും ഒരാളുണ്ട്. അതൊരു സന്തോഷമാണ്. അപ്പൊ ഒരു ഒറ്റപ്പെടൽ തോന്നില്ല. അതുകൊണ്ട് ആർക്കെങ്കിലും അങ്ങനെ ഭയങ്കരമായിട്ട്, ഇപ്പൊ എൻ്റെ അടുത്ത് ഒരു കുട്ടി ചോദിച്ചായിരുന്നു, എനിക്ക് ഓർമ്മയില്ല ആരാ ഡൗട്ട് ചോദിച്ചത്, പ്രഷർ കുക്കർ പോലെയാണ്. അങ്ങനെയാണെങ്കിൽ എവിടെയെങ്കിലും ഒരു റീഡിംഗ് റൂം എടുത്തിട്ട് ഒന്ന് പഠിച്ച എൻവയോൺമെന്റ് മാറിയിട്ട് ഇതുപോലെ നല്ല ഫ്രണ്ട്സിന് കിട്ടുന്ന ഒരു എൻവയോൺമെന്റിലോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ജേർണി റിലേറ്റീവ്ലി ഈസിയാണ്. പഠിക്കാനും അത് ഒരുപാട് സഹായിക്കും നമ്മളെ ഒരു പരിധി വരെ. അത് എന്റെ ഒരു ഇതിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. എല്ലാവർക്കും അങ്ങനെ ആകണം എന്നില്ല, പക്ഷെ എനിക്ക് അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. ഇതാണ് എൻ്റെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സർ അനന്തു ചോദിച്ചു, കൈ പൊക്കിയിട്ടുണ്ട്. മ്യൂട്ട് ആണേ. ഇപ്പൊ കേക്കാവോ മാം? കേൾക്കാം. ഓക്കെ മാം, ഞാനാണ് ആ പ്രഷർ കുക്കറിൽ പെട്ട ആള്. ഞാൻ പേര് നോക്കിയില്ല, പേര് ഓർമ്മയില്ല. ഓക്കെ മാം, ഞാനിപ്പോ വീട്ടിൽ ഇരുന്നാണ് പ്രിപ്പറേഷൻ ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെതായ ഒരു പ്രഷറും ടെൻഷനും ഒക്കെ ഉണ്ട്. പിന്നെ അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ മാം പറഞ്ഞല്ലോ ഒരു കമ്പാനിയൻഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഇപ്പൊ നമ്മൾ ഓഫ്ലൈൻ, ഞാൻ ഇതുവരെ ഓഫ്ലൈൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല. വീട്ടിൽ നിന്ന് ഇതുവരെ മാറി നിന്നിട്ട് എൻവയോൺമെന്റ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ആ ഒരു ചാൻസ് കിട്ടിയിട്ടില്ല. അപ്പം എങ്ങനെയാണ് നമുക്കൊരു ഓഫ്ലൈൻ പോയാൽ നമ്മള് അനുഭവിക്കുന്ന മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒന്ന് പറയാം. അതിന്റെ കൂടെ തന്നെ നമുക്ക് എല്ലാരും ഇപ്പൊ UPSC പ്രിപ്പയർ ചെയ്യുന്ന എല്ലാരും പറഞ്ഞു കേട്ടുള്ള ഒരു കോമൺ ഫാക്ടർ ആണ് ഈ പിയർ ഗ്രൂപ്പ് മെറിറ്റ് എന്ന് പറയുന്നത്. പിയർ ഗ്രൂപ്പ്സിന്റെ ഒരു നല്ലൊരു വശം. അപ്പം അതും ഹെൽപ്ഫുൾ ആണെന്ന്. അപ്പൊ അത് നമ്മുടെ മെന്റൽ ഹെൽത്തിന് എത്രമാത്രം ബെനിഫിഷ്യൽ ആണെന്ന് മാം ഒന്ന് ഷെയർ ചെയ്യുമോ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പിയർ ഗ്രൂപ്പ് ഹെൽപ്പ് എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്റെ പ്രിപ്പറേഷൻ ജേർണിയിൽ അത് എന്നെ സഹായിച്ചിട്ടുണ്ട് ഒരുപാട് രീതിയിൽ. 2 രീതിയിലുള്ള ആൾക്കാരാണുള്ളത്. ഒന്ന് ഭയങ്കര കോമ്പറ്റീറ്റീവ് മൈൻഡ് ആയിട്ട് വരുന്നവര്, മറ്റേ ആള് എന്നെക്കാട്ടിലും 5 മാർക്ക് കൂടുതൽ വാങ്ങിച്ചാൽ ടെൻഷൻ കയറി മരിക്കുന്ന ഒരു ഇതാണ്. അങ്ങനെയുള്ളവർക്ക് ഞാൻ പറയും, മേ ബി നിങ്ങൾക്ക് ഇങ്ങനത്തെ പിയർ ഗ്രൂപ്പിൽ ഇരിക്കാൻ പാടായിരിക്കും. കാരണം മേ ബി ദ അതർ പേഴ്സൺ നമ്മളെക്കാട്ടിലും ത്രൈവ് ചെയ്യുന്നുള്ളതായിരിക്കും. നമുക്കപ്പോൾ സപ്പോർട്ട് ചോദിക്കാൻ കഴിയില്ല. കോമ്പറ്റേറ്റീവ് മൈൻഡ് ആണ്, ഈഗോയിസ്റ്റ് മൈൻഡ് ആണെന്നുണ്ടെങ്കിൽ
അത് നമ്മുടെ പ്രിപ്പറേഷന് ഡൗൺ ആക്കും. അതിനെക്കാട്ടി നല്ലത് ഒറ്റയ്ക്കിരുന്ന് പഠിച്ച് സ്വന്തം രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോവാന്നുള്ളതാണ്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ആൾക്കാര് നമ്മൾ പോകുന്ന കൂടെ തന്നെ ഓക്കെ നമുക്ക് മറ്റേ ആളുടെ സഹായവും വേണം, അയാളെ നമ്മൾ സഹായം ഒരു പാലമാണ് പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നമ്മൾ അങ്ങോട്ടൊരു പാലം ഇടുന്നു, അവരും നമ്മളെ സഹായിക്കുന്നു, നമ്മളും അവരെ സഹായിക്കുന്നു. നമ്മുടെ ജേർണിയിൽ പലപ്പോഴും നമ്മൾ പല സ്ഥലങ്ങളിലും നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ മോശമായിരിക്കും, അവരായിരിക്കും അതിൽ നല്ലത്. അപ്പോൾ നമ്മൾ അവരുടെ ഒരു സഹായം ചോദിക്കുന്നു. നമ്മളെ ചായ കുടിക്കാൻ പോവുകയാണെങ്കിൽ പോലും അതൊരു ഹെൽപ്പാണ് നമുക്ക് നൽകുന്നത്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. എനിക്ക് ഞാൻ പഠിക്കുന്നത്, എനിക്ക് എഫക്റ്റീവായിട്ട് ഞാൻ പഠിക്കുന്നതെന്ന് എനിക്ക് തോന്നിയത് എന്റെ കൂടെ ഇപ്പുറത്ത് ഒരാൾ ഇരുന്ന് പഠിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ കയറുന്ന ഒരാളല്ലത്. ഓക്കെ, അത് പഠിക്കുന്നു, ഞാനും പഠിക്കുന്നു, ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് നല്ല രീതിയിൽ എങ്ങനെ കൊണ്ടുപോവാം എന്ന് ആലോചിക്കുന്നത്. അനന്തുവിനെ സംബന്ധിച്ച് എനിക്ക് അറിയില്ല ഏതാണ് എഫക്റ്റീവ് എന്നുള്ളത്. പക്ഷെ എന്റെ ഒരു ഇതില് എൻവയോൺമെന്റ് മാറി നിന്ന് പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ആ ഒരു സ്ട്രാറ്റജി എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോൾ മിക്കവാറും എഫക്റ്റീവ് ആകാനാണ് ചാൻസ്. നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ നമ്മൾ എന്തായാലും ഫ്രണ്ട്സ് സർക്കിളൊക്കെ ആയിട്ട് ഇരുന്ന് പഠിക്കാം. ഈ ഒരു ഇത് ഉണ്ടല്ലോ നമ്മുടെ ഇപ്പോഴത്തെ ജേർണി, അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. സോ ദാറ്റ് കുറച്ച് ഫ്രണ്ട്സിനെ ഉണ്ടാക്കുക, അവരുടെ കൂടെ എന്ന് വെച്ചാൽ ഫുൾ ടൈം കറങ്ങി നടക്കാന്നല്ല, പഠിക്കുക. സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ടൈമുണ്ട്. എല്ലാ പ്രാവശ്യവും പിയർ ഗ്രൂപ്പിന്റെ കൂടെ അല്ല, കുറെ ടൈം. ഇപ്പൊ ഒരു 4 മണിക്കൂറാണ് പഠിക്കുന്നെങ്കിൽ 3 hours നമ്മൾ സെൽഫായിട്ട് പഠിക്കണം. എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് തന്നെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി നമ്മൾ അത് എന്താണ് പഠിക്കാനുള്ളത് എന്ന് നോക്കി പഠിക്കുക. 1 മണിക്കൂർ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ ഈ പിയർ ഗ്രൂപ്പിന്റെ ഒക്കെ സഹായം തേടുന്നത്. ബട്ട് ദാറ്റ് 1 hour ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും. ലാസ്റ്റ് ടൈം ഒരു റിവിഷൻ എന്ന രീതിയിൽ പോലും ആ ഒരു പിയർ ഗ്രൂപ്പ് ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും. ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പോലും ഒരു റീഡിംഗ് റൂമിൽ വന്നിരുന്ന് നമ്മുടെ ഒരു ക്യാബിനിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടേതായ ഒരു സ്പേസ് ആണ് അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ സ്പേസിൽ നമ്മൾ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് എന്താണോ പഠിക്കാനുള്ളത് അത് മാത്രം പഠിക്കാം. നമുക്കിപ്പോ ഒരു പിയർ ഗ്രൂപ്പിന് കിട്ടിയില്ല, കാരണം എല്ലാവരും ലക്കി ആയിരിക്കണം എന്നില്ല നല്ലൊരു പിയർ ഗ്രൂപ്പ് കിട്ടുക എന്നുള്ളത്. പിയർ ഗ്രൂപ്പ് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യാനാണെങ്കിൽ പോലും ഒരു എൻവയോൺമെന്റ് ചേഞ്ച് എന്ന രീതിയിൽ റീഡിംഗ് റൂം എടുക്കുക എന്നത് നല്ലതായിരിക്കും. അറ്റ്ലീസ്റ്റ് യു ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അത് എഫക്റ്റീവ് ആയില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ട്രൈ ചെയ്ത് നോക്കുക. ഒരു പ്രാവശ്യമെങ്കിലും, ഒരു മാസമെങ്കിലും ഇരുന്ന് നോക്കുക. ഇരുന്ന് നോക്കുമ്പോഴത്തേക്ക് പഠിത്തത്തിൽ ചേഞ്ച് വരുന്നുണ്ടോ എന്ന് നോക്കുക. പഠിത്തത്തിൽ ചേഞ്ച് വരുന്നുണ്ട്, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദെൻ യു കണ്ടിന്യൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ദെൻ യു സ്റ്റോപ്പ് ആൻഡ് ഗോ ബാക്ക്. എങ്ങനെയാണോ പണ്ടത്തെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, പണ്ട് എങ്ങനെയായിരുന്നു ഒറ്റയ്ക്ക് റൂമിൽ ഇരുന്ന് പഠിക്കുന്നതായിരുന്നു ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ പോവാം. ഞാൻ പറയുകയാണെങ്കിൽ ചെയ്ത് നോക്കുക എന്നുള്ളതേ ഞാൻ പറയുള്ളൂ. എന്റെ ഒരു സജഷൻ ആണ്. നോക്കിയിട്ട് തീരുമാനിക്കുക എന്താണെന്നുള്ളത്. ഓക്കെ മാം, താങ്ക് യു മാം. അതുപോലെ ഒരു ഡൗട്ട് കൂടി, അതായത് മാം ഇപ്പം ലേണിംഗ് സ്ട്രാറ്റജീസിനെ കുറിച്ച് ഇപ്പം വളരെ ട്രെൻഡിങ് ആയിട്ട് എല്ലാവരും തന്നെ ഓരോ സ്ട്രാറ്റജീസ് പറയും. ഞാനാണെങ്കിൽ ഈ യൂട്യൂബ് ഗൈഡൻസ് കൂടി എടുത്തിട്ടുള്ളതുകൊണ്ട് എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇപ്പൊ 8 months പ്രിപ്പറേഷൻ ആണെങ്കിൽ 4 months കണ്ടിന്യൂസ് പ്രിപ്പറേഷൻ ഒരു മോണോട്ടോണസ് ആയിട്ട് പോയി. പക്ഷെ 5ാമത്തെ മാസമൊക്കെ തൊട്ട് എന്നാന്ന് വെച്ചാൽ നമ്മള് ഇങ്ങനെ മാറും, സ്ട്രാറ്റജി സ്വിച്ച് ചെയ്യാനായിട്ട് ഒരു ടെൻഡൻസി വരും. കാരണം നമുക്ക് അതൊരു കംഫർട്ടാണ്. നമുക്കൊരു പുതിയത് ട്രൈ ചെയ്യുമ്പോൾ ഒരു ഡോപ്പമിൻ കിട്ടും, നമുക്കൊരു സുഖമാണ്. അപ്പൊ നമ്മള് സ്ട്രാറ്റജി ഒന്ന് മാറ്റി പിടിക്കും. അപ്പൊ അങ്ങനെ ഞാൻ പലതവണ മാറ്റി പിടിച്ചിട്ട് അവസാനം തിരിച്ചെന്റെ പഴയ സ്ട്രാറ്റജിയിലോട്ട് തന്നെ വന്നു. അപ്പൊ ഇങ്ങനെ സ്ട്രാറ്റജി സ്വിച്ച് ചെയ്യുന്ന ഒരു അബദ്ധമാണെന്ന് എനിക്ക് മനസ്സിലായി. ബട്ട് ഈവൻ ദോ മാമിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ലേണിംഗ് ടെക്നിക്സ് എന്തെങ്കിലും പറഞ്ഞു തരാനുണ്ടോ? അതായത് ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് പറഞ്ഞാൽ രണ്ടും കൂടി കണക്ട് ചെയ്യുവാണെങ്കിൽ, ഇപ്പം നമ്മൾ ഒരു കാര്യം വായിച്ച് പഠിക്കുന്നതാണോ, അതോ ആക്റ്റീവായിട്ട് അതിങ്ങനെ മീൻസ് എങ്ങനെയാണ് ഒരു നല്ല ലേണിംഗ് ടെക്നിക്? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായോ മാം? ഞാൻ ഇപ്പൊ ഒരു കാര്യം നമ്മൾ ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ചില ഫാക്ട്സ് ഒക്കെ നമ്മൾ വായിച്ച് ഒരു 10 തവണ വായിക്കുമ്പോഴായിരിക്കും എന്നെ സംബന്ധിച്ച് എനിക്ക് തലയൊക്കെ അങ്ങനെ ചെയ്യുമ്പോഴത്തേനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ തിരിച്ച് നമ്മള് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേന് നമുക്ക് റീകളക്ട് ചെയ്യാൻ വളരെ പ്രോപ്പറായിട്ട് പറ്റണം എന്നില്ല. പക്ഷെ നമ്മള് ഒരു ആക്റ്റീവ് വേറെ എന്തെങ്കിലും ഒരു മെത്തേഡ് ഞാൻ പലതും കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് അതിന്റെ എലാബറേറ്റഡ് വേർഷൻ അറിയത്തില്ല. അതാണ് ഞാൻ ചോദിച്ചത്. അനന്തൂന് തന്നെ അറിയാം അനന്തൂന് എവിടെയാണ് പ്രശ്നം വരുന്നത്. അതാണ് ഏറ്റവും പോസിറ്റീവ്. അതായത് ഞാൻ പല സ്ട്രാറ്റജീസും പയറ്റി, പക്ഷെ എനിക്ക് കംഫർട്ടായിട്ട് തോന്നിയത് എന്റെ ആദ്യത്തെ സ്ട്രാറ്റജിയാണ്. ഗുഡാണ്. കാരണം പലതും ട്രൈ ഔട്ട് ചെയ്യണം. ട്രൈ ഔട്ട് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഏതാണ് ഏറ്റവും നല്ല സ്ട്രാറ്റജി. അപ്പൊ ഏറ്റവും നല്ല സ്ട്രാറ്റജി ഏതാണെന്നുള്ളൊരു ഊഹം ഇപ്പം കിട്ടിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ചോദ്യമായ ലേണിംഗ് ടെക്നിക്ക്. ലേണിംഗ് ടെക്നിക്കിലോട്ട് വരികയാണെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ളത് പഠിക്കുക, ലാസ്റ്റ് മിനിറ്റ് ആണ് എന്റെ റിവിഷൻ പോകുന്നത്. അതായത് ആദ്യത്തെ സമയം ഞാൻ മിക്കവാറും ഞാൻ ചെയ്യുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സോഴ്സ് എടുക്കും. ഏത് ബുക്കാണെങ്കിലും എനിക്ക്
ദ റീസൺ ബിക്കോസ് ദിസ് ഹാപ്പൻഡ് എന്നുള്ളതിന് ഒരു ഉത്തരം എനിക്ക് വേണം. എങ്കിൽ മാത്രമേ എനിക്കത് മനസ്സിലാവും. കാരണം എനിക്ക് നമ്പറുകൾ എന്റെ തലയിൽ ഇരിക്കില്ല, പേരുകളൊക്കെ എനിക്ക് മാറിയൊക്കെ പോകും. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ദ കൺസെപ്റ്റ് ബിഹൈൻഡ് ഇറ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഞാൻ അത് ഓർത്തിരിക്കും. ഇതാണ് എൻ്റെ ഒരു ഞാൻ പഠിക്കുന്ന ഒരു രീതി. സോ എനിക്ക് കൺസെപ്റ്റ് ക്ലിയർ ആണ്, എന്താണ് ആ ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ളത് എന്നുള്ളത്. ഫാക്ടിനെ കത്തും വൈ ദിസ് ഹാപ്പൻഡ് എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. അത് എന്റെ പ്രിപ്പറേഷന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് അത് നടന്നു എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെയുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. കാരണം നമുക്ക് ഡോട്ട്സ് കണക്ട് ചെയ്യാന്ന് പറയും. ഇത് ഇതൊന്നുകൊണ്ട് നടന്നു, ഇതുകൊണ്ടാണ് പാസ് ചെയ്ത്. ജോഗ്രഫിയിൽ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ എൽനിനോ ലാനിനോ എന്ന് പറയുന്ന സംഭവം തന്നെ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരും. പക്ഷെ വൈ ദിസ് ഹാപ്പൻഡ് എന്നുള്ളത് ഒരു ക്ലിയർ കട്ട് ആയിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നീട് അത് റിവൈസ് ചെയ്താൽ മതി. പക്ഷെ ആ ക്ലിയർ കട്ട് ആയിട്ട് വൈ ദിസ് ഹാപ്പൻഡ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഏത് റീജിയൻ ആണ്, എന്തുകൊണ്ട് ഇത് നടന്നു, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി എന്താണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ലേണിംഗ് അത് കഴിഞ്ഞുള്ളത് റിലേറ്റീവ്ലി ഈസി ആയിരിക്കും. എപ്പോഴും റിവൈസ് ചെയ്യണം എന്നില്ല, മന്ത്ലി വൺസ് വല്ലതും റിവൈസ് ചെയ്താൽ മതിയായിരിക്കും. ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ്. ഞാൻ ബേസിക് സോഴ്സ് എടുക്കും. NCERT ആണ് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അത് ഭയങ്കര ബേസിക് ആയിട്ടുള്ള ബുക്കാണ്. ഞാൻ 6ാം ക്ലാസ് തൊട്ടുള്ള NCERT വായിച്ചിട്ടുണ്ട്. സോ 6, 7, 8, 9, 10 വരെ ഞാൻ വായിച്ചിട്ടുണ്ട്. +1, +2 ജോഗ്രഫിയും ടെക്സ്റ്റ് ബുക്കും വായിച്ചിട്ടുണ്ട്. സോ അത് മാത്രമേ ഞാൻ ജോഗ്രഫിക്ക് യൂസ് ചെയ്തിട്ടുള്ളൂ. അതിൽ നിന്നാണ് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ പൊളിറ്റിയിലാണെങ്കിലും നമ്മൾ എന്താണ്, ലക്ഷ്മികാന്തിൽ ബേസിക് ആയിട്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, എന്താണ് ആന്റി ഡിഫെക്ഷൻ എന്നൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ബേസിക് ടെക്സ്റ്റിൽ നിന്ന് കിട്ടും. പിന്നെ റിവൈസ് എന്ന് പറഞ്ഞൊരു സ്ട്രാറ്റജിയാണുള്ളത്. അത് ഓരോരുത്തരും ഓരോ രീതിയാണ്. ഞാൻ ചെയ്യുന്നത് അപ്പം റിവൈസ് ചെയ്യുന്ന സ്ട്രാറ്റജി ഇല്ല. ഇപ്പൊ ഇന്ന് ഞാൻ പഠിച്ചു, നാളെ അടുത്ത ദിവസം രാവിലെ തുടങ്ങുന്നതിന് മുമ്പ് റിവൈസ് ചെയ്യുന്ന സ്ട്രാറ്റജി അല്ല എന്റേത്. അല്ലെങ്കിൽ 1 വീക്ക് കഴിഞ്ഞ് റിവൈസ് ചെയ്യുന്ന സ്ട്രാറ്റജിയും ഇല്ല എനിക്ക്. ഞാൻ പഠിച്ചു, ഒരു മാസം കഴിയുമ്പോഴായിരിക്കും ഞാൻ ചിലപ്പോൾ റിവിഷനിലോട്ട് കടക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സെറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫുൾ പഠിച്ചു കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ റിവൈസ് എന്ന് പറഞ്ഞിട്ട് പോകുന്നത്. മേജോറിറ്റി ടൈമിൽ ഞാൻ ചെയ്യുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത്. എന്റെ സ്ട്രാറ്റജീസ് ക്വസ്റ്റ്യൻ പേപ്പർ. ഞാൻ ആദ്യം ബേസിക് ബുക്സ് പഠിക്കും. ബേസിക് ബുക്സ് പഠിച്ചിട്ട് ഞാൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഏരിയാസ് നോക്കും, എവിടെ നിന്നൊക്കെയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ വന്നിട്ടുള്ളത്, എന്തൊക്കെ ഏരിയസ് നിന്നാണ് വന്നിട്ടുള്ളത് നോക്കും. ആ ഒരു ഏരിയയിൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കും. ചെയ്ത് നോക്കുമ്പോഴത്തേക്കും പിന്നെ അനാലിസിസ് ആണ്, ഇത് തെറ്റിയോ ശരിയായോ നോക്കും. ശരിയായി എന്നുണ്ടെങ്കിൽ അടുപ്പിച്ച് ആ ഒരു ഏരിയയിൽ നിന്ന് എനിക്ക് ശരിയാവുന്നു എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഏരിയ ഞാൻ കവേർഡ് ആയി എന്നാണ്. പിന്നെ ഇനി അതിന് വേണ്ടിയിട്ട് കൂടുതൽ എഫേർട്ട് ഇടരുത്. പിന്നെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എവിടെയാണോ തെറ്റിയത് ആ ഏരിയയിലോട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. ആ ഏരിയ പറ്റുന്നുണ്ടെങ്കിൽ ബേസിക് ബുക്സ് ഒന്നും കൂടെ വായിച്ചിട്ട് റിവൈസ് ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോഴത്തേക്കും ഇത് കവർ ചെയ്യുമല്ലോ, അതിലൊരു ആൻസർ കീ കാണുമല്ലോ, ആ ആൻസർ കീ വായിച്ചിട്ട് ഇതെടുക്കും. ഇതാണ് എന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അല്ലാണ്ട് ബുക്ക് വായിച്ച് അടുത്ത ദിവസം റിവൈസ് ചെയ്യുക അങ്ങനത്തെ ഒരു ടെക്നിക്ക് ഞാൻ ഫോളോ ചെയ്തിട്ടില്ല. ഞാൻ മെജോറിറ്റി ടൈമിലും ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഞാൻ റിലൈസ് ചെയ്തിട്ടുള്ളത്. ബേസിക് ബുക്ക് പ്ലസ് ക്വസ്റ്റ്യൻ പേപ്പർ. ഞാൻ എല്ലാത്തിലും ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ, ഇംഗ്ലീഷ്, മലയാളം, മാത്സിന് ആണെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഞാൻ മെയിൻ ആയിട്ട് നോക്കി. സോ ദാറ്റ് എനിക്ക് ഐഡന്റിഫൈ ചെയ്യണം എവിടെ നിന്നാണ് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളത്. അതാണ് എന്റെ ഒരു സ്ട്രാറ്റജി. ക്ലിയർ ആയോ അനന്തുന്? ഇതാണോ ഉദ്ദേശിച്ചത്? മനസ്സിലായി മാം, ഇത് തന്നെ ഉദ്ദേശിച്ചത്. പക്ഷെ എനിക്കിപ്പോ 2 കാര്യം മാമിന്റെ ഒന്ന് സമപ്പ് ചെയ്ത് മനസ്സിലായെന്ന് പറഞ്ഞാൽ, ഒന്ന് സ്പേസ് തെറപ്പി മീൻസ് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്കിന് നമുക്ക് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളൊരു ഐഡിയ കിട്ടും. പ്ലസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ട് ഏത് ഏരിയ ആണ് കൂടുതൽ ചോദിക്കുന്നത് ഐഡന്റിഫൈ ചെയ്ത് അത്. ഓക്കെ, താങ്ക് യു. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടോ എന്തെങ്കിലും ചോദിക്കാന്? ആൻഡ് ബൈ ദ വേ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. കൺഗ്രാറ്റുലേഷൻസ് ഗംഗ. ഞാൻ ഷെയർ ചെയ്യാൻ പോയി നമ്മളുടെ സ്റ്റുഡൻസിനോട് അഡ്വൈസ് വന്നിട്ടുള്ള കാര്യവും ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. ഞങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ ഈ ഒരു 0.33 മാർക്കിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത്? എനിക്ക് പറയാൻ പറ്റും സാർ. എനിക്ക് 2 രീതിയിൽ പറയാൻ പറ്റും. എനിക്ക് എന്റെ UPSC പ്രിലിംസിന്റെ മാർക്ക് പോയത് 0.66 ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലാണ് പോയത്. ഇതില് എനിക്ക് എന്റെ ഒരു റാങ്ക് മാറിയതും പോയിന്റിന്റെ വ്യത്യാസത്തിലാണ്. അപ്പോ 2 രീതിയിലും ഒരു പോയിന്റ് മാർക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് എന്റേതായ കുറെ ഫെയിലിയേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ എല്ലാം നിർത്തി പോയതാണ്. 3 പ്രിലിംസും പൊട്ടിയതിനു ശേഷം ഇനി ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് നിർത്തി പോയപ്പോ എനിക്ക് കിട്ടിയ കച്ചിത്തുരുമ്പാണ് നമ്മുടെ ഈ പഞ്ചായത്ത് സെക്രട്ടറി പോസ്റ്റ്. അതിൽ നിന്ന് പിന്നെ തിരിച്ചു വന്നതാണ്. അപ്പോ സെറ്റ് ബാക്സ് വരും ലൈഫിൽ, ഉറപ്പാണ്. സെറ്റ് ബാക്സ് വരാത്ത ഒരു ആസ്പിറന്റ് പോലും കാണാം. ആസ്പിറന്റ് എന്ന് പറയുന്നത് അതല്ലേ, ഒരു ഡ്രീം ഉണ്ട്, നമ്മളത് അച്ചീവ് ചെയ്യാം. സെറ്റ് ബാക്സ് വരും, ബട്ട് ദെൻ വി സ്റ്റിക്ക് ഓൺ. നമുക്ക് എന്താണ്
ഫെയിൽ ബെറ്റർ. എല്ലാരും സർ അപ്പോ ഡൗട്ട് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു എല്ലാരെയും. ഇനിയുള്ള നോക്കാം. നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു ബെസ്റ്റ് വിഷസ് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് പറയാം. കണ്ടിന്യൂ. എല്ലാവർക്കും ഇനി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നവർക്ക്, ഇപ്പൊ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഒരു ബെസ്റ്റ് വിഷസ്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണം എന്നുണ്ടെങ്കിൽ റീച്ച് ഔട്ട് ചെയ്യാം, എൻ്റെ അടുത്ത് റീച്ച് ഔട്ട് ചെയ്യാം, അല്ലെങ്കിൽ പ്രിയാമ്പിളിലോട്ട് റീച്ച് ഔട്ട് ചെയ്യാം. നമ്മൾ സപ്പോർട്ട് ചെയ്യാം എന്തായാലും നമുക്ക് പറ്റും. കാരണം നമുക്ക് കൂടുതലും എനിക്കൊക്കെ ജേർണി എന്താണ്, ഇപ്പൊ ഗോകുലിനായാലും കാവ്യക്കായാലും ഒക്കെ ജേർണി എന്താണ് എന്ന് നല്ല രീതിയിൽ അറിയാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്താണ് ഈ ജേർണി എന്ന് നല്ല ക്ലിയർ കട്ട് ഐഡിയ ഉണ്ടായിരിക്കും. സോ എന്തെങ്കിലും സഹായം വേണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ രീതിയിലും നമ്മളും സഹായിക്കും. ബിക്കോസ് വി വെയർ ഓൾസോ ആൻ ആസ്പിറന്റ്, നമുക്കറിയാം എന്താണ് ആ ജേർണി എന്നുള്ളത്. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. കാവ്യ. ഹായ് സർ. ഹായ്, വെൽക്കം. താങ്ക് യു സർ. കാവ്യയുടെ വിശേഷങ്ങൾ കേൾക്കണമെന്നുണ്ട്. ഞാനും അധികം കേട്ടില്ല കാവ്യയുടെ വിശേഷങ്ങൾ. സർ ഇപ്പോൾ എൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എല്ലാവരും പോലെ UPSC സ്റ്റാർട്ട് ചെയ്തത്. അപ്പം 2024 സിവിൽ സർവീസ് പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസ് എഴുതി കഴിഞ്ഞുള്ള ഒരു മാസമാണ് ശരിക്കും എനിക്കൊരു ലൈഫ് ടേണിംഗ് മൊമെൻ്റ് ആയത്. കാരണം എന്താണ്, ഇപ്പം ഗംഗ പറഞ്ഞ പോലെ UPSC നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറേയൊക്കെ ഓവർലാപ്പ് PSC ആയിട്ടുള്ളത് കൊണ്ട് പ്രിലിംസ് ക്വാളിഫൈ ആകും. പക്ഷേ എന്നിരുന്നാലും മെയിൻസ് വരുമ്പം ആ PSCക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് കുറച്ച് സബ്ജക്ട്സ് ഉണ്ട്, അതും കൂടെ നോക്കിയാലേ നമുക്ക് നല്ല സ്കോർ കിട്ടത്തുള്ളൂ. അപ്പോൾ എന്താണ്, ഇപ്പൊ UPSC പ്രിലിംസ് കഴിഞ്ഞ് ഞാൻ മെയിൻസ് എഴുതി കഴിഞ്ഞ് ഇപ്പൊ എൻ്റെ മുമ്പിൽ ഒരു മാസം ഉണ്ടായിരുന്നു. അപ്പം എന്താണ് മെയിൻസിലെ റിസൾട്ട് വരാനും ടൈം ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു മാസം ഞാൻ ആ വർഷത്തെ ഡിഗ്രി പ്രിലിംസ് ക്ലിയർ ആയിട്ട് അതിന്റെ പ്രിപ്പറേഷന് വേണ്ടി ഇരിക്കാന്ന് വെച്ചു. പക്ഷെ ഒരു മാസം എനിക്ക് തികഞ്ഞില്ല. പക്ഷെ എന്നാലും ഞാൻ പ്രിയാമ്പിളിന്റെ എന്താണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ സെക്കൻഡ് പേപ്പറിന്റെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു, അത് ഞാൻ പോയി വാങ്ങിച്ചു. എന്നിട്ട് അത് വെച്ച് ഞാൻ കുറച്ച് ഒക്കെ നോക്കാൻ ശ്രമിച്ചു. അങ്ങനെ ആ ഒരു മാസം കൊണ്ടാണ് ഞാൻ ആ ഡിഗ്രി പ്രിലിംസ് കഴിഞ്ഞിട്ടുള്ള മെയിൻസ് എഴുതിയത്. അപ്പം അതിലെനിക്ക് എന്താണ് കേരള ബാങ്കിന്റെ മെയിൻസ് ക്വാളിഫൈ ആയി ഇന്റർവ്യൂ കോൾ കിട്ടി. പക്ഷെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ മെയിൻസിന് എനിക്ക് 1-2 മാർക്കിന് എനിക്ക് മെയിൻസ് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല. അപ്പം എന്താണ്, അപ്പൊ എനിക്ക് മനസ്സിലായി ആക്ച്വലി എവിടെയാണ് എനിക്ക് പ്രശ്നം വന്നത്. എൻ്റെ പ്രിപ്പറേഷന്റെ ഒരു പ്രശ്നം എനിക്ക് ശരിക്കും പഞ്ചായത്ത് സെക്രട്ടറിയുടെ മെയിൻസ് ക്ലിയർ ചെയ്യാത്തപ്പോഴാണ് മനസ്സിലായത്. ഒന്നാമത് PSC ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഫുൾ ഞാൻ കവർ ആക്കിയിട്ടില്ല. കേരള ഹിസ്റ്ററി അങ്ങനത്തെ ഭാഗങ്ങളൊന്നും എനിക്ക് അറിയില്ല. പിന്നെ സയൻസിൽ സയൻസ് എനിക്ക് നോക്കാനേ സമയം കിട്ടിയില്ല. ലൈഫ് സയൻസ് മാത്രമേ കുറച്ച് നോക്കിയുള്ളൂ, ഫിസിക്സ് കെമിസ്ട്രി ഒന്നും നോക്കിയില്ല. ഞാനത് ഫുൾ ആയിട്ട് അങ്ങ് വിട്ടായിരുന്നു പഞ്ചായത്ത് സെക്രട്ടറിയുടെ മെയിൻസ് എഴുതിയപ്പോൾ. അപ്പൊ തന്നെ നമ്മളുടെ മാർക്ക് ബാക്കിലോട്ടായി. ബാക്കിയുള്ള സബ്ജക്ട്സ് വെച്ചും പ്രിയാമ്പിളിന്റെ ബുക്ക് നോക്കിയാണ് ഞാൻ സെക്കൻഡ് പേപ്പർ കുറച്ചെങ്കിലും സ്കോർ ചെയ്തത്. എനിക്ക് ആ ഒരു വിഷമം ഉണ്ടായിരുന്നു ഒരു ഓപ്പർച്യൂണിറ്റി പോയതിന്. പക്ഷെ എന്നാലും അപ്പൊ ഞാൻ കരുതി ഇനി അടുത്ത ഒരു എക്സാം വരുമ്പോൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഞാൻ ഇരുന്ന് പഠിക്കും. കാരണം ഇപ്പൊ UPSC ആസ്പിറൻസിന് ഒരു എഡ്ജ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഒറ്റ കാര്യത്തിലേ വരുന്നുള്ളൂ, അത് ഞങ്ങള് പഠിക്കുന്ന രീതി. ഇപ്പൊ ഗംഗ പറഞ്ഞ പോലെ ഒരു ടോപ്പിക് ഒരു UPSC ആസ്പിറന്റ് മനസ്സിലാക്കിയായിരിക്കും പഠിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ക്ലാരിറ്റി ഓഫ് ടോപ്പിക് ഉണ്ടാവും. അപ്പം PSCന്ന് സ്റ്റേറ്റ്മെന്റിലോട്ട് മാറിയ ഒരു സമയത്ത് ആ ഒരു ക്ലാരിറ്റി ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ പഠിക്കുന്ന ഒരു കാൻഡിഡേറ്റിന് എങ്ങനെ സ്റ്റേറ്റ്മെന്റ് ആക്കി ചോദിച്ചാലും ആ ഒരു കോഡ് ഡീകോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. പക്ഷേ അതേസമയം PSCയുടെ ടോപ്പിക്സ് അവർ ക്രൂഷ്യലായിട്ട് നോക്കിയില്ലെങ്കിൽ ഒരിക്കലും ഒരു UPSC ആസ്പിറന്റ് ആയി എന്ന് വെച്ച് നല്ലൊരു റാങ്ക് നമുക്ക് PSCയിൽ ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല. അതിന് PSCയുടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സും സ്പെഷ്യൽ ടോപ്പിക്സും PSCയുടേതായ ഏരിയാസും നമ്മൾ നോക്കിയേ പറ്റൂ. അതെന്ന് ശരിക്കും മനസ്സിലായി. അപ്പൊ എന്തായാലും കേരള ബാങ്കിന് എനിക്ക് നല്ല സ്കോർ ഉണ്ടായിരുന്നു, അതുകൊണ്ടൊരു നല്ല റാങ്ക് കിട്ടി. അങ്ങനെ ഞാൻ കേരള ബാങ്കിൽ ഇപ്പൊ അസിസ്റ്റന്റ് മാനേജറായിട്ട് ജോയിൻ ചെയ്തു. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ എന്നാലും എനിക്കൊരു നല്ലൊരു അറ്റംപ്റ്റ് കൊടുക്കണം തോന്നി. അങ്ങനെ ഞാൻ ഒരു വർഷം എന്താണ് ബ്രേക്ക് എടുത്ത് 2025 ഞാൻ പ്രിലിംസ് എഴുതിയില്ല, അങ്ങോട്ട് പോയില്ല. എഴുതാതെ ഞാൻ സെക്രട്ടറി ടെസ്റ്റിന് വേണ്ടി തന്നെ പ്രിപ്പറേഷൻ ഇരുന്നു. അപ്പൊ ഞാൻ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ എന്റെ വീക്ക് ഏരിയാസിനാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതായത് പ്രിലിംസ് വന്നപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്തത് കേരള ഹിസ്റ്ററി, അതുപോലെ മലയാളം എനിക്ക് അത്രയും ഞാൻ വീക്കായിരുന്നു. കാരണം അതിനകത്തെ ഗ്രാമർ ഭാഗങ്ങളൊക്കെ എനിക്ക് വീക്കായിരുന്നു. മലയാളം, അതുപോലെ മാത്സ്, അതായത് ഇപ്പൊ CSAT മാത്സ് ഉണ്ട്, പക്ഷെ അതേ രീതിയിലല്ല കേരള PSCയുടെ മാത്സ് വരുന്നത്, കുറച്ചുകൂടെ വ്യത്യാസമുണ്ട് മാത്സ്. പിന്നെ അതുപോലെ പ്രിലിംസിന്റെ കാര്യം മാത്രമാണ് പറയുന്നത്, മാത്സ്, പിന്നെ കേരള ജോഗ്രഫി. അങ്ങനെ PSCക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ ആ സമയം ഇരുന്ന് പഠിച്ചു പ്രിലിംസിന്റെ ഭാഗമായിട്ട്. സോ പിന്നെ ഞാൻ ചെയ്ത വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ ടൈം മാനേജ്മെന്റ്. ഇപ്പൊ UPSCക്ക് വരുമ്പോൾ 2 hours ആണ് നമുക്ക് വാച്ചും കെട്ടാം.
അപ്പം ഒരു ആസ്പിറന്റിനെ സംബന്ധിച്ചിടത്തോളം പ്രഷർ ഉണ്ട്, ആൻസൈറ്റി ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ വാച്ച് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ ടൈമിൽ നമുക്കൊരു കൺട്രോൾ ഉണ്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വെച്ചോണ്ടിരിക്കില്ല, അപ്പൊ ആൻസർ ചെയ്തില്ലെങ്കിൽ നമ്മൾ അടുത്ത റൗണ്ടിലോട്ട് അതിനെ ഇടും. പക്ഷെ ആ ഒരു കാര്യം PSC വർക്ക്ഔട്ട് ചെയ്യാൻ ഇച്ചിരി പാടാണ്. കാരണം നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എക്സാം വരുന്ന റൂമിൽ ക്ലോക്ക് ഉണ്ടാവത്തുള്ളൂ, വാച്ചും എടുക്കാൻ പറ്റില്ല. സോ ആ സമയത്തിനുള്ളിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒരു ടൈമിന്റെ പോലും ഹെൽപ്പ് ഇല്ലാതെ സോൾവ് ചെയ്യാന്നുള്ളത് എനിക്ക് തോന്നാറ് ഒരു PSC ആസ്പിറന്റിനെ സംബന്ധിച്ചിടത്തോളം സ്ട്രെസ് കൂട്ടുന്നുണ്ട്. നേരത്തെ സാറ് പറഞ്ഞില്ല, ഇപ്രാവശ്യത്തെ കമ്പനി ബോർഡ് എനിക്ക് എഴുതാൻ പറ്റിയില്ല, പക്ഷെ എന്നിരുന്നാലും കമ്പനി ബോർഡിന്റെ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കണ്ടിരുന്നു. അപ്പൊ സാറ് പറഞ്ഞ പോലെ എനിക്ക് തോന്നിയത് അണ്ടർ പ്രഷർ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്തെടുക്കാൻ ഡിഫിക്കൽട്ടാണ്. പിന്നെ ഇത് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഈ ഒരു പ്രശ്നം എനിക്കും ഉള്ളത് കൊണ്ട് ഞാൻ ചെയ്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ PSCയുടെ PYQs എടുത്തു, PSCയുടെ അതേ ടൈമർ ഫോണിൽ വെച്ചു. എന്നിട്ട് ഈ ഞാൻ പ്രിലിംസിന്റെ പ്രശ്നം പറഞ്ഞു, പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും സോൾവ് ചെയ്യാൻ തുടങ്ങി. അതിപ്പോ പ്രിലിംസിന്റെ ആവണമെന്നില്ല, എന്റെ എന്ത് PYQ കിട്ടിയാലും PSC റിലേറ്റഡ് ആണെങ്കിൽ ഞാൻ ഇരുന്ന് സോൾവ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സോൾവ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വാച്ച് ഇല്ലെങ്കിൽ പോലും ടൈമിൽ എനിക്കൊരു കൺട്രോൾ വരാൻ തുടങ്ങി. അതായത് ഇത്രയും സമയത്തുള്ളിൽ മാത്സ് തീർക്കണം, ഇത്രയും സമയത്തിനുള്ളിൽ ഈ സബ്ജക്ട്സ് ഒക്കെ തീർക്കണം. എനിക്ക് കുറച്ച് സ്പീഡ് ഉള്ളത് ഏതൊക്കെ സബ്ജക്ട്സിലാണ്, അപ്പൊ ആ സ്പീഡുള്ള സബ്ജക്ട്സ് വരുമ്പോൾ എനിക്ക് സ്പീഡ് കൂട്ടാം, സ്പീഡ് കൂട്ടിയാലും എന്റെ പ്രിസിഷൻ കുറയുന്നില്ല. ഇപ്പൊ ഇംഗ്ലീഷ് വരുമ്പോൾ എനിക്ക് സ്പീഡ് കൂട്ടിയാലും പ്രിസിഷൻ കുറയുന്നില്ല, അപ്പൊ ഇംഗ്ലീഷിൽ സ്പീഡ് കൂട്ടാം. അങ്ങനെ എനിക്ക് സ്ട്രെങ്ത് ഉള്ള സബ്ജക്ട്സ് ഞാൻ സ്പീഡ് കൂട്ടി, മാത്സ് പോലൊക്കെ എനിക്ക് വീക്ക് ആയിട്ടുള്ള സബ്ജക്ട്സിന് ഞാൻ സ്പീഡ് കുറച്ച് ടൈം അലോട്ട് ചെയ്ത് ഫിക്സ് ചെയ്ത് വെച്ചു. അങ്ങനെ വന്നപ്പോഴത്തേക്കും എനിക്ക് കുറച്ചും കൂടെ എന്റെ ഒരു നെഗറ്റീവ് ഓവർകം ചെയ്യാൻ പറ്റി. അങ്ങനെയാണ് ഞാൻ സെക്രട്ടേറിയറ്റ് പ്രിലിംസ് കഴിഞ്ഞിട്ട് ഈ സ്കിൽസും വെച്ച് ഞാൻ മെയിൻസിലോട്ട് പ്രിപ്പയർ ചെയ്ത്. സോ മെയിൻസിന്റെ സ്ട്രാറ്റജി എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഈ പേപ്പർ 1 ഏകദേശം പ്രിലിംസിന് പഠിച്ചപ്പോൾ തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. റിപ്പീറ്റ് ആയിട്ടുള്ള ഏരിയാസിന് ഞാൻ നോട്ടും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോഴത്തെ ട്രെൻഡ് മാറുന്നുണ്ടാവും, പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു കേരള ഹിസ്റ്ററിയിൽ എന്തായാലും ട്രാവൻകൂർ കിങ്സിനെ പറ്റി ഒരു ചോദ്യം ഉണ്ടായിരിക്കും, ഉറപ്പാണ്. അപ്പൊ ട്രാവൻകൂർ കിങ്സിനെ പറ്റി പ്രോപ്പർ ആയിട്ട്, എസ്പെഷ്യലി സ്വാതി തിരുനാൾ, അങ്ങനത്തെ കുറച്ച് ആൾക്കാരെ പറ്റി ഇൻഡെപ്ത് ആയിട്ട് ഞാൻ നോട്ട് ഉണ്ടാക്കി വെച്ചു. അതുപോലെ കേരള ജോഗ്രഫിയിൽ നമുക്ക് ചില ഏരിയാസ് എക്സ്പെക്റ്റഡ് ആണ്. അങ്ങനെ അപ്പം ഇത് ഇങ്ങനെ പേപ്പർ 1 ഞാൻ പ്രിലിംസിന് സമയത്ത് സെറ്റാക്കി വെച്ച് റിവൈസ് ചെയ്യുന്നതിന്റെ കൂടെ, പക്ഷെ അതിനെക്കാട്ടിലും ഞാൻ എഫേർട്ട് ഇട്ടത് സയൻസിലാണ്. സയൻസ് ആയിരുന്നു എനിക്ക് വീക്ക്. അപ്പൊ എന്റെ വീക്ക് സയൻസ് ആയിരുന്നു ആ ഏരിയ. പിന്നെ പേപ്പർ 2. സോ ഇതില് ഞാൻ പേപ്പർ 2 പഠിച്ചു പോയി. പ്രിയാമ്പിളിന്റെ ബുക്കും വെച്ചിരുന്നു, ഞാൻ പ്രിയാമ്പിളിന്റെ MCQ ബുക്കും യൂസ് ചെയ്തിരുന്നു. മറ്റേ PYQയുടെ MCQ സോൾവ് ചെയ്യാൻ വേണ്ടി ഞാൻ പ്രിയാമ്പിളിന്റെ ബുക്ക് എടുത്ത് വെച്ചിട്ട് പേപ്പർ 1 ഫുൾ PYQs ഒന്നും കൂടെ സോൾവ് ചെയ്ത് നോക്കി. സോ ദാറ്റ് റിവിഷൻ അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു പേപ്പർ 1. പേപ്പർ 2 ഞാൻ പ്രിയാമ്പിളിന്റെ സെക്കൻഡ് പേപ്പറിന്റെ ബുക്കും റിവൈസ് ചെയ്തിരുന്നു, എസ്പെഷ്യലി ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അങ്ങനെ കുറച്ച് സബ്ജക്ട്സിന് പെട്ടെന്നുള്ള റിവിഷന് ആ ബുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. സോ അങ്ങനെയാണ് ഞാൻ പേപ്പർ 2 പ്രിപ്പയർ ചെയ്തത്. സോ ബേസിക്കലി ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ, ഇത് എനിക്ക് പറ്റിയ സ്ട്രാറ്റജിയാണ്. ഞാൻ ചെയ്തത് ഇതാണ്, എന്റെ നെഗറ്റീവ്സും പോസിറ്റീവ്സും ഞാൻ ഇരുന്ന് അനലൈസ് ചെയ്തു. ഏത് സബ്ജക്റ്റിലാണ് ഞാൻ വീക്ക്, ഏത് സബ്ജക്റ്റിലാണ് ഞാൻ സ്ട്രോങ് എന്ന് അനലൈസ് ചെയ്തു. എന്റെ സ്കിൽ സെറ്റ് എവിടെയാണ് അനലൈസ് ചെയ്തിട്ട് അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. വീക്ക് ആയിട്ടുള്ള സബ്ജക്ട്സിന് നല്ല രീതിയിൽ ഞാൻ ടൈം കൊടുത്തു, എളുപ്പമായിട്ടുള്ള സബ്ജക്ട്സ് ഞാൻ റിവിഷൻ മാത്രമാക്കി വിട്ടു. അങ്ങനെയാണ് ഞാൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസ് എഴുതിയത്. പിന്നെ അതിനുശേഷം ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ഞാൻ പ്രിയാമ്പിളിൽ നല്ല രീതിയിൽ ഹെൽപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ അവിടെയാണ് മോക്സ് എടുത്തത്, എന്റെ ബയോഡേറ്റ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. സോ ഇതായിരുന്നു സെക്രട്ടേറിയറ്റിന്റെ എന്റെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി. സോ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഏരിയാസ് വീക്കും സ്ട്രോങ്ങും ആയിരിക്കും. അത് മനസ്സിലാക്കി പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് ആണ്. ഇത് യുണീക്ക് ആയിട്ടൊരു കാര്യമാണ്. ഇനി എല്ലാവരും ചെയ്യേണ്ട കാര്യങ്ങൾ, ഇപ്പൊ നേരത്തെ ഗംഗയും ഗോകുലൊക്കെ പറയുന്നതാണെങ്കിൽ സെയിം ആണ് ഞാനും ചെയ്തത്. ബേസിക്സ് തറവായിരിക്കണം. ഫോർ എക്സാമ്പിൾ, സ്പെഷ്യൽ ടോപ്പിക്സ് ഓരോ എക്സാമിനും മാറാം, പക്ഷെ ചില സബ്ജക്ട് സ്റ്റാറ്റിക് ആയി. ഇപ്പം ലക്ഷ്മി കണ്ടിന്ന് പൊളിറ്റി, അല്ലെങ്കിൽ കേരള ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, IT, അല്ലെങ്കിൽ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, ഇങ്ങനെ കുറച്ച് സാധനം എന്തായാലും ഉണ്ടായിരിക്കും. സയൻസ്, ഇതൊക്കെ എന്തായാലും ഉണ്ടായിരിക്കും. സോ ഇതിൽ നമ്മൾ എഫേർട്ട് ഇട്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയൊക്കെ PSC ചോദിച്ചാലും, സ്റ്റേറ്റ്മെന്റ് ആക്കി ചോദിച്ചാലും, 1 വേർഡ് ആക്കി ചോദിച്ചാലും നമുക്ക് അത് സോൾവ് ചെയ്യാൻ സാധിക്കും എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, PYQ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം ചിലപ്പോൾ ക്വസ്റ്റ്യൻ അതുപോലെ റിപ്പീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് ചിലപ്പോൾ ആ ഏരിയയുടെ കണക്റ്റഡ് ഫാക്ട് ആയിട്ട് വരാം. അല്ലെങ്കിൽ തന്നെയും നമ്മൾ പഠിക്കുമ്പോൾ ഈ ഏരിയ ഇമ്പോർട്ടന്റ് ആണ് അല്ലയോ എന്ന് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞാൽ, ഇപ്പൊ PYQ എന്ന് പറയുമ്പോൾ അത് PSCയുടെ PYQ മാത്രമല്ല. ഇപ്പോഴത്തെ PSCയുടെ ഒരു ട്രെൻഡ് എടുത്ത് നോക്കിയാൽ UPSCയുടെ PYQ എടുത്ത് ചോദിക്കുന്ന ഒരു രീതി ഇപ്പൊ കാണുന്നുണ്ട്. ഇപ്പം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ phase 1 എനിക്ക് കിട്ടിയത്. അപ്പൊ അതിന്റെ അകത്ത് CSAT ക്വസ്റ്റ്യൻ ഒക്കെ
അതുപോലെ UPSCയുടെ CSAT എടുത്ത് PSCക്ക് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോ സെക്രട്ടറി അഡ്രസ്സിന്റെ മെയിൻസ് എടുത്തു കഴിഞ്ഞാൽ എക്കോളജിയിലെ 2 ക്വസ്റ്റ്യൻ, ഓർമ്മ ചെയ്യണമെങ്കിൽ 2 ക്വസ്റ്റ്യൻ ആക്ച്വലി UPSCയുടെ PYQ ആയിരുന്നു. അപ്പം എനിക്ക് ഇനിയുള്ള ആസ്പിറൻസിനോട് പറയാനുള്ളത്, UPSCയുടെയും നിങ്ങളിപ്പോ ഒരിക്കലും ചിന്തിക്കരുത് UPSC കുറെ ഉണ്ടല്ലോ പഠിക്കാൻ, PSC കുറച്ച്, അങ്ങനല്ല. പഠിക്കുന്നത് മനസ്സിലാക്കി പഠിക്കുക, അത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. നിങ്ങളുടെ ഫ്രണ്ടിൽ എന്ത് ടോപ്പിക്ക് വന്നാലും ജസ്റ്റ് ബി ക്യൂരിയസ്, അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ സാറുമാർ ആ ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് കൃത്യമായി ഫോക്കസോടെ കേട്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും ഒരു ഡൗട്ട് അതിന്റെ ക്ലാരിറ്റിയിൽ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ പോയി അത് ചോദിച്ച് ക്ലിയർ ചെയ്യുക. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ChatGPT, ജെമിനി പോലുള്ള കുറെ AI ടൂൾസ് ഉണ്ട്. ഇതൊക്കെ ഉപയോഗിച്ച് എത്രത്തോളം ക്ലാരിറ്റി വരുത്താവോ അത് വരുത്തുക. എന്നിട്ട് ക്വസ്റ്റ്യൻസ് മാക്സിമം സോൾവ് ചെയ്യുക. PYQs എന്താണ് PSCയുടെ PYQ സോൾവ് ചെയ്യുക. ഇപ്പൊ ലക്ഷ്മികാന്ത് പഠിക്കുകയാണ്, എന്തായാലും PSCക്ക് ഇനിയിപ്പോ അതൊക്കെ നോക്കി തുടങ്ങണമല്ലോ. അപ്പൊ ലക്ഷ്മികാന്ത് നിങ്ങൾ വായിക്കാന്നിരിക്കട്ടെ, അതിന്റെ UPSC PYQ കൂടെ സൈഡ് ചെയ്ത് പൊക്കോളൂ. അപ്പൊ നിങ്ങൾക്ക് അത്രയും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും. അങ്ങനെ നിങ്ങൾ നോക്കി പോവാണെങ്കിൽ എനിക്കൊന്ന് പഴുതടച്ച് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ നടക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം PYQs അതുപോലെ റിപ്പീറ്റ് ചെയ്താൽ 1 മാർക്ക് അങ്ങനെ തന്നെ കിട്ടുകയാണല്ലോ. സോ ഇതാണ് സെക്കൻഡ്. പിന്നെ കറണ്ട് അഫയേഴ്സ് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ബേസിക്കലി UPSCക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ട് അതിന്റെ കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്താ പോയത്. അതിന്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് PSCക്ക് വരാൻ പറ്റുന്ന അവാർഡുകൾ, അങ്ങനത്തെ കാര്യങ്ങൾ, ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, അത് മാത്രം ഏതെങ്കിലും ഒരു PSC കമ്പൈലേഷനിൽ നിന്ന് ഞാൻ എടുത്ത് പഠിക്കുമായിരുന്നു. പ്രിയാമ്പിളിന്റെ മിസ്റ്റ് നല്ലൊരു കമ്പൈലേഷൻ ആണ്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കമ്പൈലേഷനെ ട്രസ്റ്റ് ചെയ്യുക, അത് പഠിക്കുക, പിന്നെ അത് മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്യുക. കറണ്ട് അഫയേഴ്സ് ഇങ്ങനെ ബൾക്കി നോട്ട്സ് ആക്കി ഒരിക്കലും മാറ്റരുത്. ലാസ്റ്റ് മിനിറ്റ് റിവിഷനും നടക്കത്തില്ല, പാനിക്കും വരും. സോ ഷോർട്ട് ആയിട്ട് മൾട്ടിപ്പിൾ ടൈംസ് റിവിഷൻ, ഷോർട്ട് നോട്ട്സ് മൾട്ടിപ്പിൾ റിവിഷൻസ്, ഇത് മാത്രം കറണ്ട് അഫയേഴ്സ്. പിന്നെ ഞാൻ പറയുന്ന മോക്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും മോക്ക് ചെയ്യണം. ഒരു ടോപ്പിക്ക് തീർന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ പോയി അതിന്റെ PYQ വെച്ച് സോൾവ് ചെയ്യാം. എക്സാംസ് അടക്കം ഇഷ്ടംപോലെ മോക്സ് കിട്ടും. മോക്സ് ഓഫ്ലൈൻ ആയി പോയി തന്നെ എഴുതുക. ഈ ഓരോ മോക്കും ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. ഓരോ മോക്കും എഴുതി കഴിഞ്ഞാൽ ആ മോക്കിൽ എന്തുകൊണ്ട് എനിക്ക് മാർക്ക് കുറഞ്ഞു, ഏത് സബ്ജക്റ്റിനാണ് ഞാൻ വീക്ക് എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ പോരാ. ആ ക്വസ്റ്റ്യൻ എനിക്ക് എന്തുകൊണ്ട് തെറ്റി, അതെനിക്ക് അറിയാവുന്ന ഭാഗത്തു നിന്നായിരുന്നല്ലോ, എന്തുകൊണ്ട് എന്റെ തിങ്കിങ് പ്രോസസ് അവിടെ ശരിക്കും വർക്ക് ചെയ്തില്ല. അങ്ങനെ ആ തിങ്കിങ് പ്രോസസിനെയും കൂടെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കണം. ടൈം മാനേജ്മെന്റും സോൾവ് ചെയ്യണം. അതുപോലെ MCQ മാർക്ക് ചെയ്യുമ്പോൾ കെയർലെസ് മിസ്റ്റേക്സ് വരുത്തുന്നുണ്ടോ അല്ലെങ്കിൽ റിസോൾവ് ചെയ്യണം. അങ്ങനെ പല കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു അവസരമായിട്ട് MCQ മോക്കും ചെയ്യുന്നത് ഒരു ഇതാക്കുക. പിന്നെ എന്താണ് ഇതിപ്പോ ന്യൂസ് പേപ്പർ ഒന്ന് കണ്ണോടിച്ചു പോവുക. അത് എപ്പോഴും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ചിലപ്പം ഒരു ഇൻസ്റ്റന്റ് മെമ്മറിയിൽ ഒരു കാര്യം അവിടെ കണ്ടല്ലോ എന്ന് വെച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. സോ ബേസിക്കലി എനിക്ക് എന്റെ ഒരു ഇതിൽ നിന്ന് എനിക്ക് ഇതാണ് പറയാനുള്ളത്. പിന്നെ എന്താണ്, പിന്നെ പ്രിലിംസും മെയിൻസും ഓവർലാപ്പ് ചെയ്യുന്ന ഏരിയാസ് എപ്പോഴും ഉണ്ടാവും. അത് പ്രിലിംസിന്റെ സമയത്ത് തന്നെ നിങ്ങൾ റിവൈസ് ചെയ്ത് സെറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ മെയിൻസ് വരുമ്പോൾ സ്പെഷ്യൽ ടോപ്പിക്സ് പഠിക്കാൻ കുറേയും കൂടെ ടൈം നിങ്ങൾക്ക് കിട്ടും. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസ് എന്ന് പറയുമ്പോൾ കോമ്പറ്റീഷൻ ഭയങ്കര ടഫ് ആണ്. എല്ലാവരും സീരിയസ് കാൻഡിഡേറ്റ്സ് ആണ്, എല്ലാവരും ഇരുന്ന് പഠിക്കുകയാണ്. അപ്പൊ നമുക്കൊരു എഡ്ജ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്സ് തറവായിരിക്കണം. എന്നാൽ അതേസമയം പേപ്പർ 1 നമ്മൾ ഒരിക്കലും ഉഴപ്പുകയും ചെയ്യരുത്. അപ്പൊ ആ സിറ്റുവേഷൻ വരുവാണെങ്കിൽ നമ്മൾ പ്രിലിംസ് സമയത്ത് തന്നെ തറവാക്കി വെക്കുന്നതാണ് എപ്പോഴും ഹെൽപ്ഫുൾ. സോ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നേരത്തെ ഗോകുലും കെങ്കയും പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. എനിക്ക് പറയണമെന്ന് മനസ്സിൽ നിന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, ഓൾവേസ് പ്രയോറിറ്റൈസ് യുവർ മെന്റൽ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഹെൽത്ത്. ബിക്കോസ് പണ്ടത്തെ പോലെ PSC ഇപ്പം 1 എക്സാം അല്ല, ഇറ്റ്സ് എ 1 year ലോങ് പ്രോസസ്. ചില എക്സാംസിന് എനിക്ക് തോന്നുന്നു ഇന്റർവ്യൂ വരെ ഉണ്ട്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ 1 year, ഒരു 2 years അറൌണ്ട് നിങ്ങൾ അതിനുവേണ്ടി ഇടുകയാണ്. 1 വർഷം ഏകദേശം പഠിക്കാൻ, 1 വർഷം ഈ പ്രോസസ് എല്ലാത്തിനും കൂടെ ആയിട്ട്. ഈ 2 വർഷം ഒരിക്കലും നിങ്ങളുടെ റൂമിന്റെ അകത്ത് അടച്ചിട്ടിട്ട് ഒരുമാതിരി ജയിൽവാസം പോലെ പഠിക്കരുത്. നിങ്ങളുടെ മനസ്സിനും നിങ്ങളുടെ ശരീരത്തിനും നിങ്ങൾ ആ ടൈമും എഫേർട്ടും കൊടുക്കണം. ആവശ്യത്തിന് ബ്രേക്ക് എടുക്കണം, ആവശ്യത്തിന് സ്വയം റിവാർഡ് ചെയ്യണം. എക്സസൈസ് ഇമ്പോർട്ടന്റ് ആണ്, ഡയറ്റ് നോക്കണം. ഇതെല്ലാം നിങ്ങൾ ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയാം, നിങ്ങൾ ബേൺ ഔട്ട് ആവും. ബേൺ ഔട്ട് ആയിട്ട് അവസാനം നിങ്ങളുടെ ബോഡി ഫോഴ്സ് ചെയ്ത് നിങ്ങളെ റെസ്റ്റ് എടുപ്പിക്കേണ്ടി വരും. അതിപ്പോ ഞാൻ ഗോ ത്രൂ ചെയ്യാണ്. കേരള ബാങ്കിൽ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടിയിട്ട് ജോയിൻ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ മെഡിക്കൽ ലീവിന് അപ്ലൈ ചെയ്തിട്ട് 2 മാസമായിട്ട് ഞാനിപ്പം മെഡിക്കൽ ലീവിലാണ്. ജൂണിൽ എന്റെ മെഡിക്കൽ ലീവ് തീരത്തുള്ളൂ. സോ ഐ എം ഫോഴ്സ് ടു ടേക്ക് റെസ്റ്റ് ബൈ മൈ ബോഡി. എന്റെ ഡോക്ടർ എന്നെ പിടിച്ചെടുത്ത് റെസ്റ്റ് എടുപ്പിക്കുകയാണ്. സോ ഒന്ന് ആലോചിച്ച് നോക്കുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഭയങ്കര കഷ്ടമാണ്. എനിക്ക് എന്റെ കേരള ബാങ്കിന്റെ ട്രെയിനിങ് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അവരെല്ലാവരും ഫോട്ടോസ് അക്കാഡമി ഞാൻ വിഷമിച്ചിരിക്കുകയാണ്. സോ ഒരിക്കലും ഓവർ ബേർഡൻ ചെയ്യരുത്. ഇതെനിക്ക് സംഭവിച്ചത് PSC കാരണമല്ല. കഴിഞ്ഞ 3-4 വർഷമായിട്ട് UPSCയുടെ പുറകെ ഓടിയിട്ട് അതിന്റെ പുറകെ നടന്നിട്ട് എന്റെ ഹെൽത്ത് ഞാൻ നെഗ്ലക്ട് ചെയ്തുകൊണ്ടും കുറെ അധികം ടെൻഷൻ അടിച്ചതുകൊണ്ടും ഡിപ്രഷനിൽ പോയതുകൊണ്ടും ഒക്കെ വന്നതൊരു പ്രശ്നമാണ്. അപ്പം നമ്മളുടെ എല്ലാവരുടെയും, ഗോകുൽ നേരത്തെ പറഞ്ഞു പോലെ, നമ്മളുടെ എല്ലാവരുടെയും ബെസ്റ്റ് ടൈം, അവർ ലൈഫിന്റെ പ്രൈം ആണ് നമ്മൾ ഒരു എക്സാമിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്ന് വെച്ച് നമ്മൾ മൊത്തമായിട്ടൊന്നും ഇൻവെസ്റ്റ് ചെയ്യരുത്. നമ്മളും ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഡിസിപ്ലിൻഡ് ആയിട്ട് പ്രോപ്പർ ഗൈഡൻസിലൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യം തീർത്തു പോകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഓവർ ബേർഡൻ ചെയ്യുക,
അതുപോലെ തന്നെ എന്റെ ഫ്രണ്ട് ആ ഒരു മെറ്റീരിയൽ പഠിക്കുന്നുണ്ട്, എനിക്കത് മെറ്റീരിയൽ പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ടെൻഷനിൽ പല മെറ്റീരിയലിന്റെ പുറകെ പോവുക. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ പോയി മെന്ററിനോട് ചോദിച്ചത് ക്ലിയർ ചെയ്യുക, സാറന്മാരോട് പോയി ചോദിച്ചത് ക്ലിയർ ചെയ്യുക. എന്നിട്ട് PYQ മോക്കും ഒക്കെ ചെയ്ത് ഡീസന്റ് മാർക്ക് ഉണ്ടെങ്കിൽ ഓക്കെ, എന്റെ പ്രിപ്പറേഷൻ ഇനഫ് ആണ് എന്നൊരു ധൈര്യം നിങ്ങൾ കാണിക്കുക. എന്നിട്ട് ധൈര്യമായി പോയി എക്സാം എഴുതുക. ഇപ്പൊ ഒരു എക്സാം, ഞങ്ങളുടെ 3 പേരുടെ എക്സാമിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഫെയിലിയേഴ്സിന്റെ കഥ പറയുന്നുണ്ട്. എനിക്ക് ഒരു 3 പ്രിലിം ഫെയിലിയറിന് ശേഷമാണ് 4ാമത്തെ പ്രിലിംസാണ് ഞാൻ ക്വാളിഫൈ ചെയ്യുന്നത്. എന്നിട്ടും എന്റെ UPSC മെയിൻസ് എനിക്ക് കുറച്ച് മാർക്കിന് നഷ്ടമായി. ഇപ്പൊ കേരള PSCയുടെ തന്നെ എനിക്ക് പഞ്ചായത്ത് സെക്രട്ടറി കിട്ടിയില്ല, പിന്നെ കേരള ബാങ്ക് കിട്ടി. ബട്ട് എനിവേ എന്താ പറയാ, ഫെയിലിയേഴ്സ് എന്ന് പറയുന്നത് ഒരു കോമ്പറ്റീഷൻ എക്സാമിന്റെ ഭാഗമാണ്, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. പക്ഷെ ചുമ്മാ ഇരുന്ന് ഫെയിലിയർ ആവണം എന്നല്ല ഞാൻ പറയുന്നത്. ഒരു ഫെയിലിയറിൽ നിന്ന് നമ്മൾ ഉയർത്തെണീക്കുമ്പോൾ എന്തുകൊണ്ട് ഞാൻ ഫെയിൽഡ് ആയി എന്നൊരു ഇൻട്രോസ്പെക്ഷനിലൂടെ ഉയർത്തെണീറ്റ ആ അക്യുമുലേറ്റഡ് നോളജ് ഉണ്ടല്ലോ, നിങ്ങൾ പഠിച്ചില്ലേ പോലും അക്യുമുലേറ്റഡ് നോളജ് വെച്ച് അടുത്ത എക്സാം നിങ്ങൾ ക്ലിയർ ചെയ്യും. അതങ്ങനാണ്. സോ ട്രസ്റ്റ് ഇൻ യുവർ സെൽഫ്, ബിലീവ് ഇൻ യുവർ സെൽഫ്, ലവ് യുവർ സെൽഫ്, അലോങ് വിത്ത് ദാറ്റ് ഡു യുവർ വർക്ക് പ്രോപ്പർലി, സിസ്റ്റമാറ്റിക്കലി. സക്സസ് ഉറപ്പാണ്. അപ്പം ഞാൻ ഇന്ന് എല്ലാവരോടും ഒരു വിഷയമായിട്ട് എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത്, സക്സസ് ഇസ് നോട്ട് ഫൈനൽ, ഫെയിലിയർ ഇസ് നോട്ട് ഫേറ്റൽ, ബട്ട് ഇറ്റ്സ് എ കറേജ് ടു കണ്ടിന്യൂ ദാറ്റ് കൗണ്ട്സ്. വിൻസൻ ചർച്ചിന്റെ ഒരു കോട്ടാണ്, ഇറ്റ് ഇസ് ഹൈലി വർത്ത് ഇറ്റ്. യു ഷുഡ് ബി കറേജിയസ് ആൻഡ് യു ഷുഡ് കീപ് ഗോയിങ്. ഉറപ്പായിട്ടും നല്ലൊരു ഗവൺമെന്റ് ജോലി നിങ്ങൾക്ക് എല്ലാവർക്കും ഇരിക്കാൻ പറ്റും. ബെസ്റ്റ് വിഷസ്. താങ്ക് യു. താങ്ക് യു കവ്യ, താങ്ക് യു. കവിക്ക് എനിക്ക് തോന്നുന്നു മെന്റൽ ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസ് ഇങ്ങനെ ആവേശത്തോടുകൂടി പറയണമെന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതെനിക്ക് എല്ലാ ആസ്പിറൻസിനോടും പറയണമെന്നുണ്ട്. കാരണം എന്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ പലപ്പോഴും അത് ഭയങ്കര നെഗ്ലക്ട് ചെയ്യും. ജോലി ആയില്ലല്ലോ, ജോലി കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു സൊസൈറ്റൽ പ്രഷർ, ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ലല്ലോ, എനിക്ക് മാത്രം എങ്ങനെയെന്നുള്ള ടെൻഷൻ, ഇതെല്ലാം കൂടെ ആയിട്ട് അത് ജെന്യുവൻ ആയിട്ട് എല്ലാ ആസ്പിറൻസും ഗോ ത്രൂ ചെയ്യുന്ന ഒരു ഫേസ് ആണ്. അത് നമ്മൾ ഓവർകം ചെയ്താൽ സമാധാനമായിട്ട് ജോലി കയറി സമാധാനമായിട്ട് ഇരിക്കും. ജോലി കിട്ടിയിട്ട് ജോയിൻ ചെയ്തെങ്കിലും ജോലിക്ക് പോകാൻ പറ്റുന്നില്ല അല്ലേ? അതെ. ഓക്കെ, സോ താങ്ക് യു കവ്യ, താങ്ക് യു, താങ്ക് യു. സോ ഇവർ 3 പേരും പറഞ്ഞിട്ടുള്ള അവരുടെ അനുഭവങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ, നിങ്ങൾ ഇപ്പം സർവീസിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ പഠനം എത്രത്തോളം നന്നാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഇവർ തന്നിട്ടുള്ള ഇൻപുട്സ് വളരെയധികം വലുതാണ്. അപ്പൊ അതില് ഇവരെ ഞാൻ നേരിട്ട് കണ്ടവരുണ്ട്, പഠിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളതും. കവ്യ എന്തെങ്കിലും പറയാനുണ്ടായിരുന്നോ? ഇല്ല സാർ, ഞാൻ ഓഫ് ചെയ്യാം. ഓക്കെ ഓക്കെ. സോ അപ്പം ഇവരിടുന്ന എഫേർട്ട് നേരിട്ട് കണ്ടതാണ്. അപ്പം നിങ്ങൾ ഈ പറയുന്നത് പോലെ വാക്കുകളിലൂടെ ചിലപ്പോൾ പറയുമ്പം നിങ്ങൾ ഇതൊന്നും കണ്ടിട്ടില്ലാത്തത് കൊണ്ട് ചിലപ്പം PBQs വായിച്ചിട്ടുണ്ടാവും, ചെയ്തിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ഈ ഗംഗ ഫ്രണ്ടുമായിട്ടിരുന്ന് PYQ ചെയ്തത് പ്രിയാമ്പിളിന്റെ സ്റ്റെപ്പിലൊക്കെ ഇരുന്നായിരുന്നു അല്ലേ ഗംഗ? ഞാൻ ഓഫീസിലോട്ട് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ മലയാളവും ഇംഗ്ലീഷും ഒക്കെ അവിടെ നിന്നൊക്കെ കേൾക്കുന്നതാണ്. എല്ലാരും നോക്കി ഇങ്ങനെ പോവാൻ, ഇവരിത് എന്തായി ചെയ്യുന്നതെന്നുള്ളത്. മണ്ടയ്ക്കൂടെ പൊക്കി വെച്ചിട്ടൊക്കെയാ ബാക്കിയുള്ളവർ. ഞങ്ങളൊരു ടൈം വെച്ചിട്ടുണ്ട്, 4:30 നമ്മൾ മീറ്റ് ചെയ്യും, നമ്മളിത് ചെയ്യും, ഹാഫ് ആൻ അവർ ചായ കുടിക്കാൻ പോകുന്ന എല്ലാവരും, ഡിസ്കസ് ചെയ്യും. എനിക്ക് തോന്നുന്നു ചായ കുടിക്കാൻ പോകുന്ന എല്ലാവരും കുറച്ചൊക്കെ മലയാളം ഇംഗ്ലീഷും ഒക്കെ അത് കേട്ട് പഠിച്ചിട്ടുണ്ടാവും. സത്യം. നമ്മളെന്നിട്ട് അത് കഴിഞ്ഞ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഞങ്ങൾ ഒരു ചായ കുടിക്കാൻ പോകും, തിരിച്ചു വരും, പിന്നെ വീണ്ടും അടുത്ത ടോപ്പിക്കിലോട്ട് കിടക്കും. ഞങ്ങളുടെ ഒരു സ്ട്രാറ്റജിയാണ്. ശിവ സാറ് കണ്ടിട്ടുണ്ട് ഞങ്ങളിത് ശരിക്കും ചെയ്യുന്നത്. ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയും, സക്സസിലേക്ക് എത്തിയവർ പറയുന്ന കാര്യങ്ങളൊക്കെയും 1-2 ദിവസം ചെയ്തതല്ല, ഇതെല്ലാം തുടർച്ചയായി ചെയ്തതാണ്, ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമാണ്. അതായത് ഒരു PYQ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം ഡിഗ്രി ലെവലിന്റെ ഈ വർഷം ഇനി നടക്കാൻ പോകുന്ന പരീക്ഷകളും കൂടെ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു 55-60 സെറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതായത് ഒരു 6000 ചോദ്യത്തിനകത്ത്, അതായത് നമ്മുടെ ഡിഗ്രി ലെവൽ കോമൺ എക്സാംസ് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ മറ്റു പല എക്സാമുകളിലൂടെയുമായിട്ടും കുറേയധികം പേപ്പേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അപ്പൊ അതിൽ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ കുറഞ്ഞത് ഒരു 5000 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് പരിശീലിക്കാനായിട്ട് തന്നെ ഉണ്ടാവും. ഈ ചോദ്യങ്ങളൊന്ന് ഫോക്കസ് ചെയ്താൽ തന്നെ, ഇപ്പൊ ഇവിടെ നിന്ന് നിങ്ങളോട് പറഞ്ഞു ചില ചോദിക്കുമ്പോൾ ട്രാങ്കോ റൂളേഴ്സിനെ പറ്റിയിട്ടൊരു ചോദ്യം ഷുവറായിട്ട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. നിങ്ങൾ എഴുതുന്ന പ്രിലിംസിലോ മെയിൻസിലോ നിങ്ങൾക്ക് അത് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ എൽനിനോ ലാനിനയുടെ കാര്യം പറഞ്ഞു. ക്ലൈമറ്റോളജിയിൽ എനിക്ക് തോന്നുന്നു റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് അതാണ്. അല്ലെങ്കിൽ ഇന്ത്യൻ ക്ലൈമറ്റിനെ എഫക്ട് ചെയ്തിട്ട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ സബ്ജക്റ്റിലും ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് ഈ പറയുന്നത് പോലെ കിട്ടും. ഇനി ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ 10+2 ലെവലിൽ നിന്നും ഡിഗ്രി ലെവൽ മാറുന്നു എന്ന് പറയുമ്പോൾ, ഇപ്പം 10th ലെവലിലേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ കേരള ജോഗ്രഫി വളരെയധികം ഫോക്കസ്ഡ് ആയിട്ട് ഫാക്ച്വലിലേക്ക് പോകാറുണ്ട്. എന്നാൽ ഡിഗ്രി ലെവലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കേരള ജോഗ്രഫിക്ക് 5 മാർക്കിൽ 1 മാർക്ക് ആയിരിക്കും ഒരുപക്ഷെ അസോസിയേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് വെച്ചിട്ടുണ്ടാവുക. അത് തന്നെ എല്ലാ പരീക്ഷയ്ക്കും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അതിൽ തന്നെ ചോദിക്കുന്നതെന്ന് പറയുന്നത് കുറച്ച് അഗ്രികൾച്ചറൽ സെന്റേഴ്സ് അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള വളരെ നമുക്ക് ആർക്കും എഴുതാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഇനി സ്പോർട്സിലേക്ക് വരികയാണെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാൻ ചില കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങളുണ്ട്. കറണ്ട് അഫയേഴ്സ് മാറും, ആ ചോദിക്കുന്ന ഭാഗങ്ങൾ സിമിലർ ആയിരിക്കും. ഇങ്ങനെ തുടങ്ങി നമുക്ക് ഓരോ സബ്ജക്റ്റിനും
ആ സബ്ജക്റ്റിൽ ഏത് ചോദ്യങ്ങളാണ് വരുന്നതെന്നും ആ ഡിമാൻഡ് അനുസരിച്ചുകൊണ്ട് ആ സബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റും. അത് PYQ അനാലിസിസിൽ നിന്നാണ് നമുക്കത് കിട്ടുന്നത്. ഇനി മറ്റൊരു കാര്യം ഒരാൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാവ്യായിരുന്നു എന്ന് തോന്നുന്നു. കാവ്യ പറഞ്ഞത് ഈ പേപ്പർ 1ന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മെയിൻസിലേക്ക് വരുമ്പോൾ കളയരുത് എന്നുള്ളത്. അതായത് സ്പെഷ്യൽ ടോപ്പിക്, ഇപ്പോൾ നിങ്ങൾക്ക് കമ്പനി ബോർഡ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക് ഇല്ല. ഇനി അതല്ല നെക്സ്റ്റ് പഞ്ചായത്ത് സെക്രട്ടറി ആണെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക് ഒരു പേപ്പർ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരുപക്ഷെ പേപ്പർ 1 എനിക്ക് അറിയാവുന്നതാണല്ലോ എന്ന രീതിയിൽ അതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കും. അങ്ങനെ കൊടുക്കാതിരുന്ന കുറേയധികം കാൻഡിഡേറ്റ്സിന് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വന്നപ്പോഴേക്കും കുറച്ച് പണിയായിട്ട്. കാരണം PSC ചില സമയത്ത് പ്രഡിക്റ്റബിൾ ഒന്നും അല്ല. പേപ്പർ 2 വളരെ ഈസിയായി ഒരുപാട് പേർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്നു. പിന്നെ സ്ട്രാറ്റജി നന്നായി, അതുപോലെ തന്നെ ടെസ്റ്റ് സീരീസുകളൊക്കെ എടുത്തവരാണ് നന്നായിട്ട് സ്കോർ ചെയ്യുന്നത്. എന്നിരുന്നാലും എല്ലാവർക്കും അറ്റംപ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു പരീക്ഷയായിരുന്നു. അങ്ങനെ വന്നപ്പം കുറച്ചും കൂടി ഡിസൈഡിങ് ഫാക്ടർ ആയിട്ട് വന്നത് പേപ്പർ 1 ആണ്. കാരണം പേപ്പർ 1 ഒരു നോർമൽ റേഞ്ചിലുള്ള പരീക്ഷയായിരുന്നു. അപ്പൊ അതിൽ സ്കോർ ചെയ്യാൻ സാധിക്കാതെ പോയത്. പിന്നെ രാവിലെ എക്സാം എഴുതിയിട്ട് ഉച്ചയ്ക്കാണ് അടുത്ത എക്സാമിന് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് എക്സാമിന്റെ പോലെ തന്നെ ആയിരിക്കും സെക്കൻഡ് എക്സാം എന്ന് കരുതിയവർക്ക് ഡിസൈഡിങ് ഫാക്ടർ ആയിട്ട് പേപ്പർ 1ന്റെ മാർക്ക് കുറച്ച് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താണ്, ഒന്നും എക്സ്ക്ലൂഡ് ചെയ്യാനൊന്നും പറ്റില്ല. 2 പരീക്ഷയായിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എഴുതി കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് അടുത്തതിന്റെ കാര്യം എന്താണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ രണ്ടും കൂടി ഒരുമിച്ച് നമ്മുടെ കയ്യിൽ കിട്ടുന്നില്ല പേപ്പർ. അപ്പൊ ഒന്നിൽ സ്കോർ ചെയ്യാം, ഒന്നിൽ സ്കോർ ചെയ്യേണ്ട, അങ്ങനെയൊന്നും നമുക്ക് വിചാരിക്കാനും പറ്റത്തില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങൾ, അതേപോലെ തന്നെ പിയർ ഗ്രൂപ്പിന്റെ കാര്യം പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ പ്രിയാമ്പിളുടെ റീഡിംഗ് റൂം എടുത്ത് പഠിച്ച കാര്യം, പ്രിയാമ്പിളുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത കാര്യം, അങ്ങനെ തുടങ്ങിയിട്ട് ഓരോ കാര്യത്തിലും അവർ പറഞ്ഞിട്ടുള്ള ഓരോ ഭാഗം എന്ന് പറയുന്നത് അവർ പഠിച്ചതിൽ നിന്നും മനസ്സിലാക്കിയതിൽ നിന്നും ഇവോൾവ് ചെയ്തെടുത്തൊരു കാര്യമാണ്. അതായത് നമ്മളായിട്ട് തന്നെ ഇരുന്ന് നമ്മളുടെ സിലബസ് എടുക്കുകയും ആ സിലബസിൽ എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് മനസ്സിലാക്കേണ്ടി വരും. നമ്മൾ തന്നെ എന്ത് ചെയ്യേണ്ടി വരും, PYQs കളക്ട് ചെയ്യേണ്ടി വരും. അതിനിപ്പം മൾട്ടിപ്പിൾ റിസോഴ്സസ് അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണെന്നുള്ളത് നോക്കി നിങ്ങൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് PSCയുടെ സൈറ്റിൽ പോയി ഡൗൺലോഡ് ചെയ്ത് ആ ചോദ്യങ്ങൾ എടുത്ത് സോർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ സോർട്ട് ചെയ്ത് ബുക്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഉപയോഗിക്കുക. അത് ഉപയോഗിച്ചുകൊണ്ട് അതിലൂടെ ഒന്ന് ഗോ ത്രൂ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതുവരെ ഇങ്ങനെയൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ് ഇനിയും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും വരാൻ സാധ്യതയുള്ളത്. പിന്നെ ഇത്ര ഡെപ്തിൽ വരെ ചില ടോപ്പിക്കിൽ നിന്ന് ചോദ്യങ്ങൾ പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി പഠിക്കുമ്പോഴും എന്താണ് ആ ഡെപ്തിലേക്ക് പോകേണ്ടതായിട്ട് വരും. പിന്നെ പ്യുവർ ഫാക്ട്സ്, പക്ക ഫാക്ട്സ് എന്നുള്ള രീതിയിൽ ഒരു LD ഒക്കെ എന്തായാലും നിങ്ങൾ എഴുതുന്നുണ്ടാവും. അപ്പൊ LD പഠിക്കുന്നതിന്റെ ഒരു നേച്ചർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഈ ഒരു ഡിഗ്രി ലെവലിനെ അപ്രോച്ച് ചെയ്യാൻ പാടില്ല. അപ്പൊ പക്ക ഫാക്ട്സിന് അപ്പുറത്തേക്ക് എന്താണ് നമുക്ക് കോൺസെപ്ഷ്യൽ ക്ലാരിറ്റി. അതാണ് ആക്ച്വലി UPSC എഴുതുന്നവർക്കല്ല പരീക്ഷ അല്ലെങ്കിൽ ഡിഗ്രി ലെവലിൽ കിട്ടുന്നത്. UPSC പരീക്ഷ പഠിക്കുന്നത് പോലെ PSC പരീക്ഷയ്ക്ക് പഠിച്ചവർക്കാണ് ഈ പറയുന്നത് പോലെയുള്ള റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ കഴിയുന്നത്. അത് എല്ലാവരെയും കൊണ്ട് സാധിക്കുന്ന കാര്യമാണ്. UPSC ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തപ്പോൾ അതനുസരിച്ചിട്ട് പഠിക്കാൻ പോയി. ഇനി PSC ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുമ്പോൾ നമ്മളും ആ അപ്രോച്ചിലേക്ക് വരിക എന്നുള്ളതാണ്. നമ്മൾ ചേഞ്ച് ചെയ്യുക, നമ്മൾ പഠിക്കുന്ന രീതി ചേഞ്ച് ചെയ്യുക. അപ്പം നമുക്കൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് പലരും ഇവിടെ ചോദിക്കുന്ന കേട്ടിരുന്നു, എങ്ങനെയാണ് ഒരു സ്ട്രാറ്റജി വരുന്നതെന്ന്. അത് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിലബസിനെ പറ്റിയിട്ട് നമുക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടാവണം. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെ പറ്റിയിട്ട് നമുക്കൊരു ബോധ്യം ഉണ്ടാവണം. പിന്നെ നമ്മൾ പഠിക്കുന്ന രീതികളെ പറ്റി, ഇപ്പൊ ഗംഗ പറഞ്ഞിരുന്നു എനിക്ക് ഫാക്ച്വൽ അധികം പറ്റില്ല എന്നുള്ളത്. അപ്പൊ നമ്മളുടെ രീതികൾ ഏതാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ മനസ്സിലാക്കിയിട്ട് ഫാക്ട്സ് പഠിക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ളവർക്ക് കോഡ് ഉപയോഗിച്ചുകൊണ്ട് പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇയേഴ്സ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെയുള്ള ഒരു എക്സ്ട്രാ എഫേർട്ട് അതിന് വേണ്ടി ഇടണം നമ്മൾ. പിന്നെ നോട്ട് മേക്കിംഗ് ആയിരിക്കും പലർക്കും എന്തെന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ഇനിഷ്യൽ പ്രിപ്പറേഷൻ നമുക്കിപ്പോൾ സമയമുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ ബേസിക് സ്റ്റാൻഡേർഡ് ബുക്സിൽ നിന്ന് വായിച്ചു തുടങ്ങി ഒരു ഇനിഷ്യൽ പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് വേണ്ട നോട്ടുകൾ പ്രിപ്പയർ ചെയ്തെടുക്കുക. നോട്ട് മേക്കിങ്ങിനൊക്കെ എനിക്ക് തോന്നുന്നു ഒരു സെഷൻ തന്നെ എക്സ്ട്രാ വേണ്ടി വരും എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരുന്നതിന്. കാരണം നമ്മളൊരു ഫസ്റ്റ് റീഡിംഗിൽ കയറി നോട്ട് മേക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ലക്ഷ്മിയാദിന്റെ ഒരു ഡിറ്റോ കോപ്പി നമ്മൾ അപ്പുറത്ത് പ്രിപ്പയർ ചെയ്യും. പിന്നെ അതിരുന്ന് വായിക്കും. അപ്പൊ ഇത് ഒരു അറ്റ് എ ഡിഫറെന്റ് സ്റ്റേജിലാണ് നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ചില ബുക്കിന് നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല. അത് മറ്റൊരു കാര്യം. ഇപ്പൊ ലക്ഷ്മികാന്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചറിൽ നിന്ന് മാറിക്കൊണ്ട് നമുക്കൊരു നോട്ട് പ്രിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ബുള്ളറ്റ് പോയിന്റ്സും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടും ഒക്കെ ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാന്നുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആയിട്ട് വരും. അല്ലെങ്കിൽ അതിൽ സെലക്ട് ചെയ്യുന്ന ചാപ്റ്റേഴ്സിലെല്ലാം നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കരുതേണ്ടി വരും. അപ്പൊ അത് തന്നെ നമ്മൾ വായിച്ച് കുറെ അധികം പഠിച്ചതിന് ശേഷം നമുക്ക് ഇനി നോട്ടിലൂടെ പഠിക്കേണ്ട എന്ന് തോന്നുന്ന കുറെ കാര്യങ്ങളുണ്ടാവും. അതിനെ എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ നോട്ട് തയ്യാറാക്കുന്നത്. അപ്പൊ അതിലെന്താണ് ഒരു ബുക്കിന്റെ 4-1 പോലും കണ്ടന്റ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു 10 പേപ്പറിൽ ഒരു ബുക്ക് നമുക്ക് തീർക്കാൻ പറ്റും. പിന്നെ അതിലെന്തെങ്കിലും നമ്മൾ വിട്ടുപോകുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബുക്കിലേക്ക് തിരിച്ചുപോയി ഒന്നും കൂടെ വായിച്ച് റിക്കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതൊരു ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മളിത് ഒരു ബേസിക് ഇൻപുട്ട് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, നമ്മുടെ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കില്ല. അതേപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന സമയം, ഇപ്പൊ പറഞ്ഞതുപോലെ 2 മണിക്കൂറാണ് പഠിക്കുന്നതെങ്കിൽ അത് ഫ്രൂട്ട്ഫുൾ ആയിരിക്കണം. 6 മണിക്കൂർ ഇരുന്നുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ എന്താണ് 2 മണിക്കൂർ ഇരിക്കുന്നവനാണ് എന്തെന്ന് പറയുന്നത് ബെനിഫിറ്റ് ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ പഠിക്കുന്നത് പകൽ സമയമാണോ രാത്രി സമയമാണോ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് എനിക്ക് എത്ര നേരം ഇരിക്കാൻ പറ്റും, നിങ്ങൾ ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അപ്പൊ അതിൽ നിന്നും എങ്ങനെയാണ് സമയം മാറ്റി വെക്കുന്നത്. അപ്പൊ അതിൽ ചിലപ്പോൾ നമുക്ക് എന്താണ്, ചിലപ്പോഴൊന്നല്ല ഒരു പരീക്ഷയ്ക്കും A to Z സിലബസ് കവർ ചെയ്തിട്ടല്ല ആരും പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മളുടെ സമയവും നമ്മളുടെ സോഴ്സസും നമുക്ക് കിട്ടുന്ന ടൈമും റിസോഴ്സും എല്ലാം വെച്ചുകൊണ്ട് നമ്മൾ ഒരു ഐഡിയ കൊണ്ടുവരുന്നു.
ഈ സബ്ജക്റ്റുകൾ ഞാൻ കൃത്യമായി നോക്കും. ഇതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും കൊണ്ടുവരില്ല. അതിൽ ഓഫ് കോഴ്സ് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും എന്താണ് നിങ്ങളുടെ എപ്പം നിങ്ങൾ പഠിക്കുന്നോ ആ പഠിക്കുന്നതിന്റെ, കാരണം ചോദ്യത്തിന്റെ പകുതി വെയിറ്റേജ് അതിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പകുതി സമയം അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചോ. നിങ്ങൾ എപ്പം ഒരു ദിവസം 2 മണിക്കൂർ പഠിക്കുന്നെങ്കിൽ 1 മണിക്കൂർ നിങ്ങൾ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം പഠിക്കാൻ മാറ്റി വെക്കും. 10 മണിക്കൂർ പഠിക്കുന്നുണ്ടെങ്കിൽ 5 മണിക്കൂർ അതിനുവേണ്ടി മാറ്റി വെക്കും. അതിന് നിങ്ങൾക്ക് റിവാർഡ് കിട്ടും. കാരണം മാത്സ് എന്ന് പറയുന്നത് 20 ചോദ്യം ചെയ്തിട്ട് ഇറങ്ങിയാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും ആ 20 ശരിയാണെന്നുള്ളത്. നിങ്ങൾക്ക് ആ ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ പറയാൻ പറ്റും. നിങ്ങൾക്ക് ആ മാർക്ക് അഷ്യൂർഡ് ആയിരിക്കും. മലയാളത്തിലും ഇംഗ്ലീഷിലും ആയിരിക്കും പിന്നെയും ചിലപ്പോൾ സംശയങ്ങൾ വരുന്നത്. എന്നിരുന്നാലും എന്താണ് മെജോറിറ്റി ക്വസ്റ്റ്യൻസും PYQ-ലൂടെയൊക്കെ കവർ ചെയ്യുന്നതാണ്. അപ്പോൾ PYQ നോക്കുക വഴി തന്നെ നമുക്കൊരു 6 മാർക്കെങ്കിലും കിട്ടും. അതിനപ്പുറത്തേക്ക് വരുന്നത് ചിലപ്പോൾ ആ വർഷം പുതിയതായിരിക്കും. ഒരുപക്ഷെ അതിന്റെ ഓപ്ഷൻസ് PYQ-ൽ തന്നെ നമ്മൾ ചെയ്തപ്പോൾ മറ്റു ഓപ്ഷൻസിലൂടെയൊക്കെ ആയിട്ട് നമുക്ക് അതും ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അതിനെയും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ 10-ൽ 8 മാർക്ക് എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് അഷ്യൂർഡ് ആക്കാൻ പറ്റും. അപ്പോൾ അതും എക്സാം കഴിയുമ്പോൾ നമുക്ക് എന്താണ് കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടും. ഓക്കെ, എനിക്ക് പ്രിലിംസ് കിട്ടാൻ സാധ്യതയുണ്ട്. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നമ്മൾ അഷ്യൂർഡ് ആണെന്നുണ്ടെങ്കിൽ ഏതൊരാൾക്കും ജനറൽ PSC അല്ലെന്നുണ്ടെങ്കിൽ UPSC എന്തെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പഠിച്ച ഒരാൾക്കും ഒരു 15 മാർക്സ് ബാക്കി 50-ൽ നിന്ന് ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ നിങ്ങളുടെ പ്രിലിംസിന്റെ കാര്യത്തിൽ അഷ്യൂർഡ് ആയിരിക്കും. മെയിൻസിലേക്ക് വരുമ്പോൾ എന്താണ് നമ്മൾ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ പഠിക്കണം. അപ്പോൾ അവിടെ നമ്മളൊരു ഡിഫറൻറ്റ് സ്ട്രാറ്റജി, ഒന്നും എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അതിൽ തന്നെ എന്താണ് മെജോറിറ്റി മാർക്ക് കിട്ടുന്ന ഏരിയ കൂടുതലായിട്ട് നമ്മൾ പഠിച്ചിട്ടും റിവൈസ് ചെയ്തിട്ടുമുള്ള ഏരിയാസിൽ തന്നെ നന്നായിട്ട് ഫോക്കസ് കൊടുക്കുക. മാർക്ക് വെയിറ്റേജ് വരുന്ന ഭാഗത്ത് നന്നായിട്ട് ഫോക്കസ് കൊടുക്കുക. അങ്ങനെ ചിലപ്പോൾ ഒരുപക്ഷെ ഒരു 80-ൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന 80 മാർക്കിന്റെ സബ്ജക്റ്റുകളിൽ നിന്ന് നിങ്ങൾക്കൊരു ഉറപ്പുണ്ട്, ഒരു മോർ ദാൻ 50 എനിക്ക് അതിൽ നിന്ന് ഉറപ്പാണെന്നുള്ള കാര്യം. അത്രത്തോളം നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ 70 അല്ലെങ്കിൽ ഒരു 60 to 70 എനിക്ക് അതിൽ നിന്ന് കിട്ടുമെന്നുള്ള കാര്യം. അങ്ങനെ നമ്മൾ ആ സബ്ജക്റ്റുകൾ ഫോക്കസ് ചെയ്യാം. പിന്നെ ഒരു 20 മാർക്കിന്റെ സബ്ജക്റ്റ് ആണ് ഒരു പക്ഷേ ആർട്ട് ആൻഡ് കൾച്ചറിന്റെ ഏരിയ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മെയിൻസിന് വരുമ്പോൾ, ലൈഫ് സയൻസ് അതല്ലെങ്കിൽ കേരള ഗവേണൻസ്, ചിലപ്പം ആ മെയിൻസിന് വേണ്ടി മാത്രമാണ് പഠിക്കുന്നത്. അപ്പൊ മെയിൻസ് ക്ലിയർ ചെയ്തിട്ടേ ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ഒരു 2 മാസത്തിനിടയ്ക്കായിരിക്കും അതിനെ പറ്റിയിട്ട് പഠിക്കുന്നത്. അപ്പൊ അതിലൊരു വെയിറ്റേജ് ഒക്കെ നോക്കി ചിലപ്പോൾ ഫിസിക്സ് നന്നായിട്ട് അറിയാവുന്ന ഒരാളായിരിക്കും. അപ്പൊ ആ ഭാഗം മാത്രം ഒന്ന് ഫോക്കസ് ചെയ്യുക. അപ്പൊ ആ ഒരു 20 മാർക്കിൽ എനിക്ക് അതിലൊരു 10-ൽ താഴെ മാർക്ക് മതി, ഒരു 5-നും 10-നും ഇടയ്ക്ക് മാർക്ക് മതി എന്നുള്ള രീതിയിൽ നമുക്കൊരു വെയിറ്റേജ് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അഷ്വേർഡ് ആയിരിക്കണം. 80-ൽ ഞാൻ 60 to 70 സ്കോർ ചെയ്യും, മറ്റതിൽ എനിക്കൊരു 7 മാർക്സ് കൂടെ മതി എന്നുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ ഒരു 67-70 ആ ഒരു റേഞ്ചിലേക്ക് എൻ്റെ ആ ഒരു പേപ്പറിന്റെ മാർക്ക് ഞാൻ കൊണ്ടുവരും എന്നുള്ളത്. അപ്പൊ മുൻ വർഷത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള മാർക്കുകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ എന്താണ് ഒരു ആവറേജ് പേപ്പറിൽ ഇത്രയാണ് കട്ട് ഓഫ്, അല്ലെങ്കിൽ ഇത്രയാണ് ടോപ്പ് റാങ്കറിന് കിട്ടിയ മാർക്ക്. അപ്പൊ എനിക്കും ആ ടോപ്പ് റാങ്കറിന്റെ അടുത്തേക്ക് വരാനുള്ള, എപ്പോഴും ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആളിന്റെ മാർക്ക് വെച്ചിട്ട് തന്നെ കമ്പയർ ചെയ്യുക. ഒരു ഫസ്റ്റ് ടു 10 റാങ്കിൽ നിന്ന് നമുക്ക് നോക്കാൻ പറ്റും. അപ്പൊ ടോപ്പ് മാർക്ക് കിട്ടിയത് ഇത്രയാണെങ്കിൽ 10 റാങ്കിനകത്തേക്ക് വരുമ്പോൾ ഇത്രയൊക്കെ റേഞ്ച് വരുന്നുണ്ട്. അപ്പൊ എനിക്കും ആ ഒരു റേഞ്ചിലുള്ള മാർക്ക് കിട്ടിയിരിക്കണം എന്ന രീതിയിൽ എന്റെ സ്ട്രോങ് ഏരിയാസ് എടുക്കുന്നു, അതിന് ഇത്ര വെയിറ്റേജ് വരുന്നു, അതിൽ ഞാൻ ഇത്രയും മാർക്ക് ഉറപ്പായിട്ടും സ്കോർ ചെയ്തിരിക്കണം. എന്റെ വീക്ക് ഏരിയാസ് വരുന്നു, അവിടെ എനിക്ക് എന്താണ് ഒരു പക്ഷേ നല്ലൊരു പെർഫോമൻസ് ആണെങ്കിൽ പോലും എനിക്ക് ഇത്രയൊക്കെ കിട്ടും. അപ്പൊ അതിന് മുകളിൽ കിട്ടിയാൽ ഓക്കെ, ലോട്ടറി. അതല്ലെന്നുണ്ടെങ്കിൽ എന്താണ് അത്ര വിഷമിക്കേണ്ട കാര്യമില്ല, ആ ഒരു ആവറേജ് മാർക്ക് എനിക്ക് അവിടെ കിട്ടിയിരിക്കണം എന്ന രീതിയിലൊക്കെ. അങ്ങനെയൊക്കെ നമ്മൾ നിരന്തരമായി ചോദ്യ പേപ്പറുകളും മാർക്കുകളും ഒക്കെ അനലൈസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജി കിട്ടുന്നത്. ഈ സ്ട്രാറ്റജി കിട്ടാത്തതാണ് റാങ്ക് ഹോൾഡേഴ്സിനെയും റാങ്ക് ഹോൾഡേഴ്സ് അല്ലാത്തവരെയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. സ്ട്രാറ്റജി കിട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞു, നിങ്ങൾക്ക് ഇനി ഒരു പരീക്ഷ കൂടെ എഴുതിയാൽ മതി, റാങ്ക് ലിസ്റ്റിൽ ഉറപ്പായിരിക്കും. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ആദ്യം നമ്മളുടെ പഠനം തന്നെ സ്റ്റാർട്ട് ചെയ്യണം. നല്ല രീതിയിൽ പഠനം സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അതിൽ നമ്മൾ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി, അതായത് നമ്മുടെ സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള പഠനമുണ്ട്, കോൺസെപ്ഷനും ഫാക്ച്വലും ആയിട്ടുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ പരീക്ഷയെ പറ്റിയിട്ടും സബ്ജക്റ്റിനെ പറ്റിയിട്ടും സിലബസിനെ പറ്റിയിട്ടും ഒക്കെ ഉള്ള ഒരു സ്റ്റഡി ഉണ്ടാവുമല്ലോ. അത് നിങ്ങൾക്ക് കൂടുതലും ക്ലാസ്സുകളിൽ നിന്നും നിങ്ങളുടെ സ്റ്റുഡൻസിന്റെ ഗ്രൂപ്പുകളിൽ നിന്നും ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. ഇപ്പം ഇവിടെ 3 പേരുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് 300 പേരുടെ എക്സ്പീരിയൻസ് പറഞ്ഞു തരാൻ സാധിച്ചേക്കും ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത്. അവരിങ്ങനെയായിരുന്നു അവിടെ ചെയ്തിരുന്നത്, ഇതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ എന്ന് പറയുന്നത്. ഈ രീതി നിങ്ങൾക്ക് വർക്കൗട്ട് ആവുന്നില്ലെങ്കിൽ ഈ രീതി നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റും. കാരണം നമുക്ക് ഒരുപാട് കുട്ടികളുടെ എക്സ്പീരിയൻസ് പറയുമ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് തരാൻ പറ്റും. അപ്പൊ അതുവഴി നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, പഠനത്തെ നിങ്ങൾ റിഫൈൻ ചെയ്ത് കൊണ്ടുവരും, നിങ്ങൾക്ക് വേണ്ട രീതിയിലേക്ക് അതിനെ കസ്റ്റം ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അങ്ങനെ കസ്റ്റം ചെയ്ത് കൊണ്ടുവന്നാലല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ഉറപ്പിക്കാൻ കഴിയില്ല. കാരണം ഒരു ഫസ്റ്റ് റാങ്കുകാരന്റെ ഒരു സ്ട്രാറ്റജി എടുത്ത് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രയോജനം ഉണ്ടാവില്ല. കാരണം ഒരുപക്ഷെ ഒരാൾക്ക് വായന, കേവലം ബുക്കിലെ വായന മാത്രം മതിയാവും, അതിനോടൊപ്പം നോട്ടൊന്ന് മാർക്ക് ചെയ്ത് വെക്കേണ്ട കാര്യം മാത്രമേ ചിലർക്ക് ഉണ്ടാകത്തുള്ളൂ. മറ്റു ചിലർക്ക് അങ്ങനെയല്ല, നോട്ട് എഴുതി പിന്നെ അത് റിപ്പീറ്റ് ചെയ്ത് പിന്നെ അത് റിവൈസ് ചെയ്ത് പിന്നെ MCQ ചെയ്ത് അങ്ങനെയൊക്കെ പോകേണ്ടി വരും. മെജോറിറ്റി കാൻഡിഡേറ്റ്സും അങ്ങനെ തന്നെയാണ് വരുന്നത്. എന്നിരുന്നാലും ഓരോരുത്തരുടെയും സ്ട്രാറ്റജീസ് ഡിഫറെന്റ് ആണ്. അപ്പൊ ആരുടെയും നമ്മൾ കോപ്പി ചെയ്യുകയല്ല ചെയ്യേണ്ടത്, നമ്മളൊരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുക ചെയ്യേണ്ടത്. അതിന് കുറച്ച് ഇൻപുട്സിന്റെ ആവശ്യമുണ്ട്. ആ ഇൻപുട്സിലേക്ക് എന്ന് പറയുന്നത് നമ്മൾ തുടങ്ങുക എന്നുള്ളതാണ്. യു ഹാവ് ടു ബിഗിൻ, നിങ്ങളത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളുടെ മുമ്പിൽ ഒരു ലക്ഷ്യമുണ്ട്,
ആവശ്യം പോലെ സമയമുണ്ട്. ആ സമയത്തിനനുസരിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ എങ്ങനെ പോകാം, അതായത് ബേസിക് ബുക്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനം സ്റ്റാർട്ട് ചെയ്യാം, നോട്ട്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ടുള്ള പഠനം സ്റ്റാർട്ട് ചെയ്യാം. ഇതൊക്കെ നമ്മളൊന്ന് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് 6 മന്ത്, ഇപ്പോൾ ഒരു ഫസ്റ്റ് 6 മന്ത് ആണല്ലോ, നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ എന്താണ് നോട്ട്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വായിച്ച് റിവൈസ് ചെയ്ത് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് നേരെ നമുക്ക് എക്സാം ഫോക്കസ്ഡ് ആവാൻ പറ്റും. അതായത് അതുവരെ നിങ്ങൾ ചെയ്തത് എന്തായിരുന്നു, പഠനം ഫോക്കസ് ചെയ്യുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ് എല്ലാ കാര്യങ്ങളും നമ്മളുടെ തലച്ചോറിലേക്ക് കൊണ്ടുവരുന്നത്. ഇനി അതിനുശേഷം ഇത് മാത്രം കൊണ്ടായില്ലല്ലോ, നമ്മൾ എക്സാം ഹാളിലേക്ക് ചെല്ലുകയും പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യുകയും വേണം. ആ ഫോക്കസ് ആയതുകൊണ്ട് ആ നെക്സ്റ്റ് 6 മന്ത് എന്ന് പറയുന്നത് എക്സാം ഫോക്കസ്ഡ് ആയിക്കൊണ്ട് കാര്യങ്ങൾ അപ്ലൈ ചെയ്യുക എന്ന് പറയുന്ന കാര്യം, അതിൽ റിവിഷൻ ആണ് പ്രധാനമായിട്ടും വരുന്നത്. അതിൽ ടെസ്റ്റ് സീരീസുകൾ അറ്റൻഡ് ചെയ്യുക, അത് വീണ്ടും റിവൈസ് ചെയ്യുക, വീണ്ടും വീണ്ടും എന്താണ് ഓർമ്മയില്ലാത്ത ഭാഗങ്ങൾ റിവൈസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ വരുന്നത്. അപ്പൊ അവിടേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ആ ഫസ്റ്റ് 6 മന്ത് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്. അപ്പൊ അതിനുള്ള സമയം നിങ്ങൾക്ക് ഇപ്പോഴുണ്ട്. അപ്പം നിങ്ങൾ നിങ്ങളുടെ പഠനം, അതായത് നിങ്ങൾ ഓരോരുത്തരുടെയും ബുദ്ധിമുട്ടുകൾ, അതായത് നിങ്ങൾക്ക് എവിടെയാണ് വീക്ക് പോയിന്റ് വരുന്നത്, ആ വീക്ക് പോയിന്റിനനുസരിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ പഠനം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റാർട്ടിങ്, അതായത് ഇപ്പോൾ തന്നെ എങ്ങനെ ആയിരിക്കണം എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക. സോ നമ്മൾ ഈ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. അതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ എന്നോടാണെന്നുണ്ടെങ്കിലും, അതല്ല നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ള കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. അതേപോലെ തന്നെ സ്ക്രീൻ കാണാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. കാണുന്നുണ്ടോ സ്ക്രീൻ? ഗൂഗിൾ ഗംഗ ആരെങ്കിലും ഒന്ന് പറയാമോ, സ്ക്രീൻ കാണുന്നുണ്ടോ? സ്ക്രീൻ കാണാം സർ, വിസിബിൾ ആണ്. ഓക്കെ. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളുക. ഗംഗയും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും, അത് നിങ്ങളുടെ ഏത് സ്റ്റേജിലാണെന്നുണ്ടെങ്കിലും, നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, ഞാൻ നോട്ട് മേക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ, അത്ര ഇലാബറേറ്റഡ് ആയിട്ട് പോകേണ്ട കാര്യമുണ്ടോ, എവിടെ നിന്നാണ് പഠിച്ചു തുടങ്ങേണ്ടത്, ഇപ്പൊ ലൈക്ക് NCERT-യും SCERT-യും എല്ലാം ഞാൻ വായിക്കേണ്ട കാര്യമുണ്ടോ, അല്ലെങ്കിൽ NCERT-യിൽ തന്നെ ഓരോ സബ്ജക്റ്റിന്റെയും എല്ലാം ഞാൻ വായിക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പൊ ഗംഗ പറഞ്ഞതുപോലെ 6 മുതൽ 12 വരെയുള്ള NCERT ജോഗ്രഫി ഞാൻ വായിച്ചു എന്ന് പറഞ്ഞു. ഇത് UPSC-യുടെ ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു അത് പറഞ്ഞിരുന്നത്. അത് നല്ലതാണ്, പക്ഷെ നമ്മളുടെ PSC-യുടെ ചോദ്യങ്ങൾ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഏരിയാസ് ഉണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും, അങ്ങനെ ഏതാണ് NCERT-യിൽ എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, ഇനി അതല്ല PYQ എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, റിപ്പീറ്റഡ് ആയിട്ട് PYQ മാത്രം പഠിച്ചതുകൊണ്ട് ഏതെങ്കിലും സബ്ജക്റ്റിന് ബെനിഫിറ്റ് ഉണ്ടാവുമോ, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത്. ഇനി അതല്ല നോട്ട് മേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് അറിയേണ്ടത്. ഇനി ക്ലാസ്സുകളെ പറ്റിയിട്ട് എങ്ങനെയാണ് അറിയേണ്ടത്, പിയർ ഗ്രൂപ്പിൻ്റെത്, അതല്ല റീഡിംഗ് റൂമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണെങ്കിൽ, അതല്ലെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കേണ്ടി വരുമ്പോൾ എങ്ങനെയായിരിക്കും, ഇനി അതല്ല ഓൾ ടുഗദർ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ടാണോ ക്ലാസ്സുകൾ, ഓൺലൈൻ ആയിട്ടാണോ ക്ലാസ്സുകൾ, അങ്ങനെ തുടങ്ങി ഏതൊരു കാര്യത്തിനും നിങ്ങൾക്ക് ഈ എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ഡിഫറെന്റ് സ്റ്റേജസ് ആയിക്കൊള്ളട്ടെ, പഠിക്കുന്ന കാര്യങ്ങളായിക്കൊള്ളട്ടെ, ഇനി നിങ്ങൾ ആസ് എ പേഴ്സൺ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. സോ അതും നിങ്ങളുടെ പഠനത്തെ എഫക്ട് ചെയ്യുന്നതാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അത് ആരോടെങ്കിലും ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, എന്റെ രീതികൾ ഇങ്ങനെയാണ് സർ, എനിക്ക് ഇങ്ങനെ പഠിച്ചാൽ മതിയോ എന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വേണ്ട തരത്തിലുള്ള സപ്പോർട്ട് ലഭിക്കും. നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മതി. അതിന് നിങ്ങൾ അഡ്മിഷൻ എന്നുള്ള ഒരു കാര്യം എന്ന രീതിയിൽ ഈ നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വെക്കണ്ട. നിങ്ങൾക്ക് പഠന സംബന്ധമായി എന്തൊരു കാര്യത്തെ പറ്റിയിട്ടും ഒരു കാര്യം അറിയണം, ജസ്റ്റ് നിങ്ങളുടെ ഒരു ഫ്രണ്ട്സിനോട് ചോദിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഈ നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള മറുപടി അവിടെ ഉണ്ടാവുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ PYQന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ PYQ ബുക്ക് ഒക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക്, അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പർച്ചേസ് ചെയ്ത ബുക്കിനകത്തുള്ള കണ്ടന്റ് അതേപോലെ തന്നെ നിങ്ങൾക്ക് PYQ ടെസ്റ്റുകളായിട്ടും ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻ ആപ്ലിക്കേഷനിലും അവൈലബിൾ ആണ്. അതിൽ PYQs എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷനിൽ നിങ്ങൾ ഇവിടെ PYQs എന്ന് പറയുന്ന ഒരു സെഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് സബ്ജക്ട് വൈസ് ആയിട്ടും, അതായത് ഓരോ സബ്ജക്റ്റുകളുടെ PYQ ആയിട്ടും നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അതേപോലെ തന്നെ എക്സാം ഓറിയന്റഡ് ആയിട്ടും നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അത് ഡിഗ്രി ലെവൽ മാത്രമല്ല കേട്ടോ, PSC നടത്തിയിട്ടുള്ള 10th 7th 12th എല്ലാ ലെവൽ എക്സാമുകളുടെയും ക്വസ്റ്റ്യൻ പേപ്പറുകൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പൊ അതിൽ ഡിഗ്രി ലെവലാണ് ഫോക്കസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഞാൻ പറയുകയാണ്, നിങ്ങൾ ഏത് ലെവലാണോ ഫോക്കസ് ചെയ്യുന്നത് ആ ലെവലിൽ തന്നെ നിങ്ങൾ അതിന്റെ പാറ്റേൺസ് മനസ്സിലാക്കുക. കാരണം ഡിഗ്രി ലെവലിലേക്ക് വരുമ്പോൾ ഡിഫറെന്റ് ആണ്, 10th വരുമ്പോൾ ഡിഫറെന്റ് ആണ്, ക്വസ്റ്റ്യൻസും ഏരിയാസും ഒക്കെ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ചോദിക്കുന്ന രീതികൾ ഒരേ കണ്ടന്റിൽ നിന്ന് തന്നെയാണെന്നുണ്ടെങ്കിലും അത് ചോദിക്കുന്ന രീതികൾ ഡിഫറെന്റ് ആവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ഓരോ ലെവൽ എക്സാമിനേഷനും അതിൻ്റെതായിട്ടുള്ള സ്ട്രാറ്റജി അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള രീതി മനസ്സിലാക്കി തന്നെ വേണം പഠിക്കേണ്ടത്. അപ്പൊ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ ഫ്രീ റിസോഴ്സസ് ആണ് PYQs എന്ന് പറയുന്നത്. ഇനി അതല്ല ബുക്ക് ഉപയോഗിച്ച് തന്നെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുക്സും പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിന് നിങ്ങൾക്ക് ഇപ്പം വെബ്സൈറ്റിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ബുക്സിന്റെ കാര്യങ്ങളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഇപ്പം ഗംഗയാണെന്നുണ്ടെങ്കിലും കാവ്യാണെന്നുണ്ടെങ്കിലും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് അടക്കം, മിസ്റ്റ് ആണെന്നുണ്ടെങ്കിലും കറണ്ട് അഫേഴ്സിന്റെ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ PYQ ബുക്ക് ആണെന്നുണ്ടെങ്കിലും
നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഓഫീസിൽ നിന്നും ഇവിടെ നിന്ന് കളക്ട് ചെയ്യാവുന്നതാണ്. സോ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. പഠിക്കുന്നതിൻ്റെ ഉള്ള ക്ലാസ്സുകൾ ആയിക്കൊള്ളട്ടെ, പഠിക്കാനുള്ള അറ്റ്മോസ്ഫിയർ ആയിക്കൊള്ളട്ടെ, മെന്റർഷിപ്പ് ആയിക്കൊള്ളട്ടെ, പഠിക്കാനുള്ള ബുക്ക് ആയിക്കൊള്ളട്ടെ, പ്രിലിംസിനായിക്കൊള്ളട്ടെ, മെയിൻസിനായിക്കൊള്ളട്ടെ, ഇനി ഇന്റർവ്യൂ സ്റ്റേജിലാണെന്നുണ്ടെങ്കിലും അവിടെ ഒരു പേഴ്സണാലിറ്റിയാണ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ടായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് എന്തൊരു ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സോ നമ്മളുടെ ക്ലാസ്സുകളുടെയും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോർഡിനേറ്റർ നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും, എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കാര്യം, എന്ന് മുതലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം. ഓൺലൈനും ഓഫ്ലൈനും ഉണ്ടാവും. അപ്പോൾ ആ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളൊന്ന് വിളിച്ച് അന്വേഷിച്ചോളുക. സോ പ്രോഗ്രാം എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഗോകുൽ ചോദിച്ചോളൂ. സാർ ഒന്നുമില്ല, എല്ലാവരോടും കൂടി പറയാനാണ്. ഗൂഗിളിന്റെ പേര് കണ്ടപ്പം പെട്ടെന്ന് ഓർമ്മ വന്നില്ല, മറ്റാരും വിചാരിച്ച. ഓക്കെ ഗൂഗിള്. എല്ലാവർക്കും എൻ്റെ എല്ലാ നന്മകളും വിജയാശംസകളും നേരുന്നു. എല്ലാവർക്കും എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും സർവീസിൽ കയറാൻ പറ്റട്ടെ. താങ്ക് യു ഗൂഗിൾ, താങ്ക് യു വെരി മച്ച്. സോ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമ്മോടൊപ്പം വന്നു ചേർന്ന ഗംഗ, കാവ്യ, ഗൂഗിൾ എല്ലാവർക്കും ഞാൻ പ്രിയാമ്പിളിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. സോ ഇവർ നിങ്ങൾക്കൊരു പ്രചോദനമാകട്ടെ. അതേപോലെ തന്നെ ഇവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള എല്ലാ ഹെൽപ്പും നിങ്ങൾക്ക് പ്രിയാമ്പിളിന് തരാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഓൾ, താങ്ക് യു വെരി മച്ച്.